Welcome to all. നമുക്ക് ഇന്ന് നടന്ന ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനാണ് നടക്കുന്നത്. എല്ലാവർക്കും അത് വളരെ നന്നായിട്ട് എഴുതാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് two objects A and B are of length 5 and 7 centimeter. രണ്ട് ഒബ്ജക്റ്റുകളുടെ ലെങ്ത് തന്നിട്ടുണ്ട് 5 and 7 centimeter. അതുപോലെ ആ ഓരോ മെഷർമെൻറ്റിലുമുള്ള എറേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, 0.1 centimeter ആൻഡ് 0.2 centimeter റെസ്പെക്റ്റീവ്ലി. അങ്ങനെയെങ്കിൽ അവരുടെ സമ്മിൻ്റെ അതുപോലെ ഡിഫറൻസ് ഓക്കെ ഇതാണ് നമുക്ക് കാണേണ്ടത് വിത്ത് പ്രോപ്പർ എറർ ലിമിറ്റ്. അപ്പോൾ നമുക്കറിയാം രണ്ട് നമ്പേഴ്സ് എററോട് കൂടി ആഡ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രൂ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുക, എറർ ആഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ഈക്വൽ ടു ട്രൂ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുക 5, 7 ഓക്കെ. അപ്പോൾ 12 പ്ലസ് ഓർ മൈനസ് എററും ആഡ് ചെയ്ത് വയ്ക്കുക. ഫസ്റ്റ് 0.1 ആണ്, സെക്കൻഡിൻ്റെത് 0.2 ആണ്. അപ്പോൾ 0.3 ഓക്കെ, അത്രയും സെൻറ്റിമീറ്റർ ആയിരിക്കും ടോട്ടൽ സം എന്ന് പറയുന്നത്. ഇനി ഈ രണ്ട് നമ്പറിൻ്റെ ഡിഫറൻസ് കാണാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിഫറൻസ് കാണുമ്പോൾ നമ്മൾ ട്രൂ വാല്യൂവിൻ്റെ ഡിഫറൻസും എററിൻ്റെ സമ്മുമാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് കാണുമ്പോൾ ട്രൂ വാല്യൂസിൻ്റെ ഡിഫറൻസ് 7 മൈനസ് 5 ഓക്കെ 2 ആണ്. പ്ലസ് ഓർ മൈനസ് ഓക്കെ എററുകളുടെ സമ്മ് 0.3. അപ്പോൾ അങ്ങനെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ 1 ആണ്. അപ്പോൾ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് ഈ നമ്പറിലുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കൗണ്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാം നോൺ സീറോ ഡിജിറ്റ് ആണ്. എല്ലാ നോൺ സീറോ ഡിജിറ്റും കൗണ്ടഡ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അതുപോലെ 10ൻ്റെ പവറായിട്ട് വരുന്നത് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറായിട്ട് കൗണ്ട് ചെയ്യില്ല. അപ്പോൾ ഇവിടെ 1, 2, 3, 4, 5 ഓക്കെ. ദെയർഫോർ ആൻസർ ഓപ്ഷൻ 2. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് പോകാം. ഇവിടെ തന്നിരിക്കുന്നത് എ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് വിത്ത് ആൻ ആക്സലറേഷൻ A1. ആഫ്റ്റർ 2 seconds another body B starts from rest with acceleration 2. They travels equal distance in 5th second after the starts of A. Then the ratio of A1 and A2. Okay. അപ്പോൾ A എന്ന് പറയുന്ന ഒബ്ജക്റ്റ് അറ്റ് t is equal to 0 ഓക്കെ അതിൻ്റെ മോഷൻ സ്റ്റാർട്ട് ചെയ്യാണ് വിത്ത് ആക്സിലറേഷൻ A1 ഓക്കെ. അങ്ങനെയെങ്കിൽ ഈ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അടുത്ത രണ്ടാമത്തെ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു B. അപ്പോൾ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ ഒന്നാമത്തെ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 സെക്കൻഡിന് ശേഷമാണ്. അങ്ങനെ ഈ എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് 5th സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഓക്കെ ഒന്നാമത്തെ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ 5th സെക്കൻഡിൽ സ്റ്റാർട്ട് ചെയ്ത ഡിസ്റ്റൻസും അതേ സമയത്ത് ആ ലാസ്റ്റ് ഇൻ്റർവൽ ഓഫ് ടൈമിൽ ബി സ്റ്റാർട്ട് ചെയ്ത ഡിസ്റ്റൻസും സെയിം ആണെന്ന്. ഓക്കെ, അപ്പോൾ എ അതിൻ്റെ 5th സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ 3rd സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 5th സെക്കൻഡ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 3rd സെക്കൻഡ് ഓഫ് ബി. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 5th സെക്കൻഡ് ഓഫ് എ ഓക്കെ. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ് വി നോ ദാറ്റ് യു പ്ലസ് എ ഇൻറ്റു n മൈനസ് ഹാഫ് ആണ്. അപ്പോൾ 5th സെക്കൻഡ് ആകുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ് രണ്ടിൻ്റെയും. അപ്പോൾ A1 ഇൻറ്റു 5 മൈനസ് ഹാഫ് സീക്വൽ ടു സെക്കൻഡ് ബോഡി അത് A2 ഇൻറ്റു 3 മൈനസ് ഹാഫ് ഓക്കെ. ഇത് രണ്ടും കൂടെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ആൻസർ ഓപ്ഷൻ 1. അപ്പോൾ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 3. ഓക്കെ, ഇതിനകത്ത് നമുക്ക് A1 ബൈ A2 ഈക്വൽ ടു 3 മൈനസ് ഹാഫ് ഡിവൈഡഡ് ബൈ 5 മൈനസ് ഹാഫ് എന്ന് കിട്ടും. ഓക്കെ, ചെയ്യുമ്പോഴാണ് 5:9 ആൻസർ ഓപ്ഷൻ. ഇനി നമുക്ക് 4th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ തന്നിരിക്കുന്നത് 5 particles each of mass 2 kilogram are attached to the rim of a circular disc of radius 0.1 meter. ഓക്കെ, അപ്പോൾ ഒരു ഡിസ്ക് തന്നിട്ടുണ്ട്, സർക്കുലർ ഡിസ്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 0.1 മീറ്റർ ആണ്. ഓക്കെ, ഈ ഡിസ്കിൻ്റെ മാസ് നെഗ്ലിജിബിളി സ്മോൾ ആണ്.
ഇതിൻ്റെ സർക്കംഫറൻസിൽ ഒരേ മാസമുള്ള 2 കിലോഗ്രാം മാസ് ഉള്ള 5 ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഡിസ്ക് അതിൻ്റെ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ കൂടി കടന്നു പോകുന്ന ഒരു ആക്സിസ്, ആ ആക്സിസ് ഈ ഡിസ്കിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. ആ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണെന്ന്. അപ്പോൾ ഡിസ്കിൻ്റെ മാസ് നെഗ്ലിജിബിളി സ്മോൾ ആയതുകൊണ്ട് ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് എടുക്കേണ്ട. ഓക്കെ, ഈ 5 സ്മോൾ മാസും റിമ്മിലിരിക്കുന്ന 5 സ്മോൾ മാസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ സം എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഒരു മാസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മാസ് എമ്മും ദെൻ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന റേഡിയസ് ഡിസ്കിൻ്റെ റേഡിയസുമാണ്. അപ്പോൾ ഒരു സ്മോൾ മാസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് mr² ആണ്. അപ്പോൾ 5 എണ്ണം ഉണ്ടായത് കൊണ്ട് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I = 5 mr². ദറ്റ് ഈസ് 5 × 2 × 6.1ൻ്റെ സ്ക്വയർ, ദറ്റ് ഈസ് 10 × 0.01, ദറ്റ് ഈസ് 0.1. ആൻസർ ഓപ്ഷൻ 2. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് വരാം. 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എയിൽ തന്നിരിക്കുന്നത് ഫോർ പാർട്ടിക്കിൾ ഇൻ ലീനിയർ SHM ദ ആവറേജ് കൈനറ്റിക് എനർജി ഓവർ എ പീരീഡ് ഓഫ് ഓസിലേഷൻ ഈക്വൽ ആൻഡ് ആവറേജ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദിസ് സെയിം പീരീഡ്. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഓക്കെ അതിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജി ഈക്വൽ ടു ആവറേജ് പൊട്ടൻഷ്യൽ എനർജി ആണെന്നാണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ m ω² A² cos² ωt ആണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ആവറേജ് കൈനറ്റിക് എനർജി എടുക്കുമ്പോൾ ½ m ω² A² cos² ωtയുടെ ആവറേജ് 1/2 ആണ്. അപ്പോൾ നമുക്ക് 1/4 m ω² A² എന്ന് ആൻസർ കിട്ടും ആവറേജ് കൈനറ്റിക് എനർജി. ആവറേജ് പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എടുക്കുമ്പോൾ ഓക്കെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ½ m ω² A² sin² ωt ആണ്. അതിൻ്റെ ആവറേജ് എടുക്കുക, ദറ്റ് ഈസ് 1/2 m ω² A² cos² sin² ωtയുടെയും cos² ωtയുടെയും ആവറേജ് ഫുൾ പീരീഡ് എന്ന് പറയുന്നത് 1/2 ആണ്. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് എന്ത് കിട്ടും 1/4 m ω² A². അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എ മാൻ വിത്ത് റിസ്റ്റ് വാച്ച് ഓൺ ഹിസ് ഹാൻഡ് ഫാൾസ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ. ദ വാച്ച് ലോസസ് ദ ടൈം ഡ്യൂറിങ് ദ ഫ്രീ ഫോൾ. ഒരാളുടെ കയ്യിലൊരു റിസ്റ്റ് വാച്ച് കിടപ്പുണ്ട്. അയാൾ ഫ്രീലി ഫോളിങ് സ്റ്റേറ്റിൽ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ വാച്ച് സ്ലോ ഡൗൺ ചെയ്യുന്നു. ഇറ്റ് സ്ലോ ഡൗൺ ദ ടൈം എന്ന് നമുക്കറിയാം. റിസ്റ്റ് വാച്ച് എന്ന് പറയുന്നത് സ്പ്രിങ് ഓസിലേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സ്പ്രിങ്ങിൻ്റെ ഓസിലേഷൻ, ഒരു സ്പ്രിങ് ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിസ്റ്റ് വാച്ചിൻ്റെ ടൈം പീരീഡിന് ഒരു വ്യത്യാസവും വരത്തില്ല, അത് ഫ്രീലി ഫോളിങ് സ്റ്റേറ്റിൽ താഴേക്ക് വരുന്ന സിറ്റുവേഷനിൽ. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ ഓസിലേഷൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടൈമിന് ഒരു വേരിയേഷനും വരുത്തില്ല. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ടൈം ലോസ് ആകുമെന്നാണ്. ഓക്കെ, അപ്പം ലോസസ് ദ ടൈം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് റൈറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് B ഈസ് ഫോൾസ്. ദെയർഫോർ ആൻസർ ഓപ്ഷൻ 1. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 5. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6ൽ നമുക്ക് തന്നിരിക്കുന്നത് കോപ്പർ വെസലിന് ഉള്ളിൽ നമ്മളൊരു ലിക്വിഡ് വെച്ചിട്ടുണ്ട്. നമ്മളിനി ഇതിനെ ഹീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ലിക്വിഡും എക്സ്പാൻഡ് ചെയ്യും, അതുപോലെ ഈ കോപ്പർ വെസലും എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ദ അപ്പാരൻറ്റ് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ്. ഓക്കെ, ഈ ലിക്വിഡിൻ്റെ അപ്പാരൻറ്റ് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ ഇൻ കോപ്പർ ഈസ് C ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഈ ലിക്വിഡിൻ്റെ ഈ കോപ്പർ വെസലിൻ്റെ ലീനിയർ എക്സ്പാൻഷൻ കോയിഫിഷ്യൻ്റ് ഓക്കെ ആൽഫ C നമുക്ക് തന്നിട്ടുണ്ട് A ആണെന്ന്. ഓക്കെ,
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലിക്വിഡ് ഹീറ്റ് ചെയ്തപ്പോൾ ലിക്വിഡും എക്സ്പാൻഡ് ചെയ്തു, ഈ കോപ്പർ വെസലും എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ലിക്വിഡിൻ്റെ ട്രൂ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ് നമുക്ക് ഗാമ ഓക്കെ സീക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, കോപ്പറിനകത്ത് വെച്ചിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്തപ്പോഴുണ്ടായ അപ്പാരൻ്റ് എക്സ്പാൻഷൻ പ്ലസ് ഓക്കെ ദെൻ ഈ കോപ്പർ വെസലിനുണ്ടായ എക്സ്പാൻഷൻ കൂടെ നമ്മൾ കൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ലീനിയർ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് നമുക്ക് തന്നിട്ടുള്ളത് അതിൻ്റെ 3 ടൈംസ് ആയിരിക്കും വോളിയം എക്സ്പാൻഷൻ. അപ്പോൾ 3 ആൽഫ സി, ദാറ്റ് മീൻസ് ഗാമ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, 3 + 3 ഇൻറ്റു ആൽഫ സിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എ, അപ്പോൾ 3a, ക്വസ്റ്റ്യൻ നമ്പർ 1. ഇനി നമ്മൾ അതേ ലിക്വിഡിനെ തന്നെ നമ്മൾ എവിടെ വെച്ചിട്ടുണ്ട്, സിൽവറിൽ വെച്ചിട്ടുണ്ട്, സിൽവർ വെസൽ. ഓക്കെ, അപ്പോൾ അവിടെയുള്ള അപ്പാരൻ്റ് വോളിയം എക്സ്പാൻഷൻ തന്നിട്ടുണ്ട് എസ് ആണെന്ന്. ഓക്കെ, അതുപോലെ സിൽവറിൻ്റെ ലീനിയർ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആൽഫ എസ് നമുക്ക് കണ്ടുപിടിക്കണം അത് എത്രയാണെന്ന്. അപ്പോൾ ഇവിടെയും ലിക്വിഡിനുണ്ടായ എക്സ്പാൻഷൻ ട്രൂ എക്സ്പാൻഷൻ ഗാമ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, സിൽവറിൻ്റെ കേസിലുള്ള അപ്പാരൻ്റ് എക്സ്പാൻഷൻ പ്ലസ് 3 ടൈംസ് ആൽഫ എസ്, ക്വസ്റ്റ്യൻ നമ്പർ 2. ഈ 2 ഇക്വേഷനിൽ ലെഫ്റ്റ് സൈഡ് സെയിം ആണ്, അപ്പോൾ റൈറ്റ് സൈഡും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ സി പ്ലസ് 3a സീക്വൽ ടു എസ് പ്ലസ് 3 ആൽഫ എസ്. നമുക്ക് ആൽഫ എസിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സി പ്ലസ് 3a മൈനസ് എസ് ഡിവൈഡഡ് ബൈ 3 ഇസ് ഈക്വൽ ടു ആൽഫ എസ്. ഓക്കെ, അപ്പോൾ ആൽഫ എസിൻ്റെ വാല്യൂ എന്തായിരിക്കും, സി പ്ലസ് 3a മൈനസ് എസ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ആൻഡ് 3 ഓക്കെ സി പ്ലസ് 3a മൈനസ് എസ് ബൈ 3. ആൻസർ ഓപ്ഷൻ 2. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്ത നമുക്ക് 7th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ നമുക്ക് എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് തന്നിട്ടുണ്ട് VE ആണെന്ന്. അപ്പോൾ VE ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എടുക്കാം, √2g മാസ് ഓഫ് എർത്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് എർത്ത്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഈ എർത്തിൻ്റെ 3 ടൈംസ് മാസ് ഉള്ള ഒരു പ്ലാനറ്റ്. അപ്പോൾ മാസ് ഓഫ് പ്ലാനറ്റ് ഈസ് 3 ടൈംസ് മാസ് ഓഫ് എർത്ത്. അതുപോലെ തന്നെ റേഡിയസും 3 ടൈംസ് ഓഫ് എർത്ത് ആണ്. അപ്പോൾ റേഡിയസ് ഓഫ് ദാറ്റ് പ്ലാനറ്റ് ഈസ് ആൾസോ 3 ടൈംസ് റേഡിയസ് ഓഫ് എർത്ത്. അങ്ങനെയെങ്കിൽ ആ പ്ലാനറ്റിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി ഞാൻ VEP എന്ന് എടുക്കുകയാണ്. അപ്പോൾ VEP ഈസ് ഈക്വൽ ടു √2g ഇൻറ്റു 3m ഡിവൈഡഡ് ബൈ 3r. ഓക്കെ, അപ്പോൾ 3യും 3യും പോയിട്ട് നമുക്ക് √2gm ബൈ r എന്ന് കിട്ടും. അത് എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി തന്നെയാണ്. ദെയർഫോർ ആൻസർ ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8ലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8ൽ തന്നിരിക്കുന്ന പാർട്ടിക്കിൾ P ഈസ് മൂവിങ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് A വിത്ത് യൂണിഫോം സ്പീഡ് V. ഓക്കെ, ഒരു പാർട്ടിക്കിൾ P ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ കൂടി മൂവ് ചെയ്യാണ്. ഓക്കെ, ആ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് A ആണ് വിത്ത് കോൺസ്റ്റൻറ്റ് യൂണിഫോം സ്പീഡ്. ഓക്കെ, V. C ഈസ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് AB ഈസ് ദ ഡയമീറ്റർ. AB എന്ന് പറയുന്നത് അതിൻ്റെ ഡയമീറ്റർ ആണ്. ഓക്കെ, വെൻ പാസിംഗ് ത്രൂ B, ഈ ബിയിൽ കൂടി അത് പാസ് ചെയ്യുമ്പോൾ ദ ആംഗുലാർ വെലോസിറ്റി ഓഫ് P അബൌട്ട് A ആൻഡ് അബൌട്ട് C. അപ്പോൾ ഈ ബിയിൽ കൂടി അത് പാസ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് V ആണ്. അപ്പം ഇവിടുത്തെ ആംഗുലാർ വെലോസിറ്റി ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ P അബൌട്ട് P ആൻഡ് അബൌട്ട് A. ഓക്കെ, അപ്പോൾ ആംഗുലാർ വെലോസിറ്റി അബൌട്ട് B ആൻഡ് A, ഇത് രണ്ടോ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആംഗുലാർ വെലോസിറ്റി അബൌട്ട് നമുക്ക് അബൌട്ട് A. അപ്പോൾ അബൌട്ട് A ആകുമ്പോൾ ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കറിയാം ഒമേഗ ഇസ് ഈക്വൽ ടു എന്താണ്, V ഇസ് ഈക്വൽ ടു R ഒമേഗയാണ്. അപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു V ബൈ R. അപ്പോൾ A ബേസ് ചെയ്തിട്ടുള്ളാകുമ്പോൾ
ഒമേഗ എ ഇസ് ഈക്വൽ ടു സ്പീഡ് വി ആണ് ഡിവൈഡഡ് ബൈ ഈ പോയിന്റിൽ നിന്നും ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 2r. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇനി എബൌട്ട് സി ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാകുമ്പോൾ പി ഒമേഗ സി ഈക്വൽ ടു സ്പീഡ് അപ്പോഴും വി തന്നെയാണ് ഡിവൈഡഡ് ബൈ ഇവിടുന്ന് ഇവിടം വരെയുള്ള റേഡിയസ് ഇതാണ് നമ്മൾ റേഡിയസ് ആയിട്ട് കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ 6. ക്വസ്റ്റ്യൻ നമ്പർ 2. അങ്ങനെയെങ്കിൽ ഒമേഗ എ ബൈ ഒമേഗ സി ഇസ് ഈക്വൽ ടു വി ബൈ 2r ഇൻറ്റു ആർ ബൈ വി. വിയും പോയി ആറും പോയി ബാക്കി 1:2 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ 2. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9ലേക്ക് പോകാം. തന്നിരിക്കുന്നത് ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ദ റേഷ്യോ ഓഫ് മാക്സിമം ആൻഡ് മിനിമം ഇൻറ്റൻസിറ്റീസ്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ മാക്സിമം ഇൻറ്റൻസിറ്റിയുടെയും മിനിമം ഇൻറ്റൻസിറ്റിയുടെയും റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 4:1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കൊഹറൻറ്റ് സോഴ്സസിൻ്റെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സപ്പോസ് ഞാൻ അസ്യൂം ചെയ്യുന്നു ഫസ്റ്റ് സ്ലിറ്റിൽ നിന്നും വരുന്ന ലൈറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എയും സെക്കൻഡിൽ നിന്ന് വരുന്ന ആംപ്ലിറ്റ്യൂഡ് ബിയും ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി നോ ദാറ്റ് ഐ മാക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അതുപോലെ തന്നെ ഐ മിൻ ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും കൂടെ റേഷ്യോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ മാക്സ് ബൈ ഐ മിൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഇതിനകത്ത് ഞാനൊരു ബി അങ്ങ് പുറത്തെടുക്കുന്നു. ബി പുറത്തെടുത്ത് കഴിഞ്ഞാൽ എ ബൈ ബി പ്ലസ് 1 ഡിവൈഡഡ് by b square into a by b minus 1 the whole square. Therefore I max by I min is equal to a by b plus 1 divided by a by b minus 1 ഇതിൻ്റെ ഹോൾ റൈസ് ടു 1/2. I max by I min നമുക്ക് തന്നിട്ടുണ്ട് 4:1. അപ്പോൾ 4:1 അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 2/1 ഈക്വൽ ടു എ ബൈ ബി പ്ലസ് 1 ബൈ എ ബൈ ബി മൈനസ് 1. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു എ ബൈ ബി മൈനസ് 2 ഇസ് ഈക്വൽ ടു എ ബൈ ബി പ്ലസ് 1. ഇത് നമ്മൾ എടുക്കുമ്പോൾ എ ബൈ ബി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഇതങ്ങ് അപ്പുറത്തേക്ക് പോകുമ്പോൾ 3 എന്ന് കിട്ടും. അപ്പോൾ കൊഹറൻറ്റ് സോഴ്സസിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആയിരിക്കും. ആൻസർ ഓപ്ഷൻ 2. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 10ലേക്ക് പോകാം. ഫോർ ദ ബോർ ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് സർക്കംഫറൻസ് 2πr ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് റിവോൾവിംഗ് ഇലക്ട്രോൺ വിൽ ബി. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് എനി ഓർബിറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സപ്പോസ് ഇത് എന്ത് ഓർബിറ്റ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ എന്ത് ഓർബിറ്റിൻ്റെ റേഡിയസ് ഞാൻ RN എന്നെടുത്തു. അപ്പോൾ ഇതിൻ്റെ സർക്കംഫറൻസ് 2πRN വിച്ച് ഈസ് ആൾവേസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് ഓർബിറ്റ് ആണ്. ഫസ്റ്റ് ഓർബിറ്റിൽ എന്നിൻ്റെ വാല്യൂ 1 ആണ്. ദെയർഫോർ 2πR ഇസ് ഈക്വൽ ടു എന്നിന് പകരം 1 കൊടുക്കുമ്പോൾ നമുക്ക് ലാംഡ എന്ന് കിട്ടും. അപ്പോൾ 2πR ഇസ് ഈക്വൽ ടു ലാംഡ. അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിലുള്ള ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറയുന്നത് 2πR ആയിരിക്കും. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് പോകാം. ഇവിടെ തന്നിട്ടുള്ളത് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് 30 സെൻറ്റിമീറ്റർ. അപ്പോൾ കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ പ്ലസ് 30 സെൻറ്റിമീറ്റർ. ആൻഡ് സൈസ് ഓഫ് ഇമേജ് ഈസ് 1/4 ഓഫ് ദി ഒബ്ജക്റ്റ്. ആ 1/4 ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിനേക്കാൾ ചെറിയ ഇമേജ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിയൽ ഇമേജ് ആണ്. അപ്പോൾ റിയൽ ഇമേജ് ഫോം ചെയ്യുമ്പോൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ M ഇസ് ഈക്വൽ ടു നമുക്ക് -1/4 എന്ന് കൊടുക്കാം. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. അപ്പം ഫോക്കൽ ലെങ്തും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന റിലേഷൻ, ഫോക്കൽ ലെങ്തും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും മാഗ്നിഫിക്കേഷനും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ U ഇസ് ഈക്വൽ ടു F ഇൻറ്റു 1/M -1 എന്നാണ്.
u is equal to f into 1 by m minus 1. അപ്പോൾ u ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഫിൻ്റെ വാല്യൂ നമ്മൾ കൊണ്ട് കൊടുക്കുന്നു പ്ലസ് 30 ഇൻറ്റു 1 ബൈ em. ഓക്കെ, 1 ബൈ എമ്മിൻ്റെ വാല്യൂ അപ്പോൾ -4 ആണ്. ഓക്കെ, അപ്പോൾ -4 minus 1. Okay, that is equal to 30 into -5. Okay, minus 150 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് ലെഫ്റ്റ് സൈഡിലാണെന്നാണ്. ദെർഫോർ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആൻസർ ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12ലേക്ക് പോകാം. ഇൻ എ പി എൻ ജംഗ്ഷൻ ദ ബാരിയർ പൊട്ടൻഷ്യൽ ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിയുമ്പോൾ പി റീജിയനിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹോൾസ് ആണ്, എൻ റീജിയനിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. ഈ ഡിപ്ലീഷൻ റീജിയനിൽ പി സൈഡിൽ നെഗറ്റീവ് ചാർജസ്, ഇമ്മൊബൈൽ നെഗറ്റീവ് ചാർജസ് ആണ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡിപ്ലീഷൻ റീജിയനിൽ എൻ സൈഡിൽ പോസിറ്റീവ് ഇമ്മൊബൈൽ ചാർജസ് ആണ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡിപ്ലീഷൻ റീജിയൻ അക്രോസ് ആയിട്ടൊരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്. ഈ ബാരിയർ പൊട്ടൻഷ്യൽ എപ്പോഴും ചെയ്യുന്നത് പി റീജിയനിലുള്ള ഹോൾസിൻ്റെയും എൻ റീജിയനിൽ നിന്നുള്ള ഇലക്ട്രോൺസിൻ്റെയും ഫർദർ ക്രോസ് ഓവറിനെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇങ്ങോട്ട് വരുന്ന ഈ എൻ റീജിയനിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസിനെ ഒപ്പോസ് ചെയ്യും. ഈ ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന പോസിറ്റീവ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈ പി റീജിയനിൽ നിന്നും വരുന്ന മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിട്ടുള്ള ഹോൾസിനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ ഡിപ്ലീഷൻ റീജിയൻ അക്രോസ് ആയിട്ടുള്ള ബാരിയർ പൊട്ടൻഷ്യൽ ഒപ്പോസ് ചെയ്യുന്നത് ഓക്കെ എൻ റീജിയനിൽ നിന്നുമുള്ള ഇലക്ട്രോൺസിനെയും ദെൻ പി റീജിയനിൽ നിന്നുള്ള ഹോൾസിനെയും ആയിരിക്കും. Therefore, answer option 1. Free electrons in N region and holes in P region. Answer option 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30ലേക്ക് പോകാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിൽ 3 കപ്പാസിറ്റേഴ്സിനെ ദണ്ട് ഈ ഒരു കോമ്പിനേഷനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ദിസ് ഫിഗർ ഈസ് ഈക്വലന്റ് ടു, ഈ കേസിനെ നമ്മൾ ഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 കപ്പാസിറ്റേഴ്സും പാരലായിട്ട് വന്നിരിക്കുന്ന സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പം 3 കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് ഒരേ കപ്പാസിറ്റിയുള്ള 3 കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇക്വലന്റ് കപ്പാസിറ്റൻസ് ഇൻ പാരൽ കോമ്പിനേഷൻ ഈസ് 3 times capacitance of a single capacitor ആണ്. Therefore CP is equal to 3C, option 2. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 14ലേക്ക് പോകാം. തന്നിരിക്കുന്നത് in an experiment to measure the internal resistance of a cell by potentiometer, it is found that the balancing point is at a length of 2 meter when the cell is shunted by 5 ohm resistance. Okay, അപ്പോൾ നമ്മൾ സെല്ലിന് പാരലായിട്ട് ഒരു 5 ohm റെസിസ്റ്റൻസ് വെച്ചപ്പോൾ ബാലൻസിങ് ലെങ്ത് 2 ആണെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യുന്നു സപ്പോസ് സെല്ല് മാത്രം ഉണ്ടായിരുന്നപ്പോൾ ബാലൻസിങ് ലെങ്ത് L1. നമ്മൾ പാരലായിട്ട് R is equal to 5 ohm കൊണ്ടുപോയി കണക്ട് ചെയ്തപ്പോൾ ബാലൻസിങ് ലെങ്ത് നമുക്ക് L2 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ R is equal to L1 by L2 minus 1 ഇൻറ്റു നമ്മളവിടെ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് R, പാരലൽ റെസിസ്റ്റൻസ് R. ഇതാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഇനി നമ്മോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് ഓക്കെ R' is equal to 10 ohm ആയിട്ട് മാറ്റി. അപ്പോൾ അതിൻ്റെ ബാലൻസിങ് ലെങ്ത്, ന്യൂ ബാലൻസിങ് ലെങ്ത് L3 is equal to 5 മീറ്റർ ആയിട്ട് മാറി. ഓക്കെ, L3 is equal to 5 ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് പറയാം അപ്പോഴും സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് മാറിയിട്ടില്ല, കാരണം സെല്ല് മാറ്റിയിട്ടില്ല. അപ്പോൾ R is equal to L1 by L3 minus 1 into R', ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഈ 2 എക്സ്പെരിമെന്റിലും ഇന്റേണൽ റെസിസ്റ്റൻസിന് ഒരു മാറ്റവും ഇല്ല, കാരണം ഒരേ സെല്ല് തന്നെയാണ്. അപ്പോൾ ഈ 2 ഇക്വേഷനിൽ ലെഫ്റ്റ് സൈഡ് സെയിം ആണ്, അപ്പോൾ റൈറ്റ് സൈഡും സെയിം ആയിരിക്കും. അപ്പോൾ L1 by L2 minus 1 into R is equal to L1 by L3 minus 1 into R'. Therefore L1 നമുക്കറിയത്തില്ല. ഓക്കെ, L2 നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ് 2 മീറ്റർ. ഓക്കെ, മൈനസ് 1 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 5 is equal to L1 by L3, L3യുടെ വാല്യൂ തന്നിട്ടുണ്ട് 3 minus 1
ഇൻറ്റു ആർ ഡാഷ് നമുക്ക് തന്നിട്ടുണ്ട് 10 ഓം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നെങ്കിൽ ഇതിനകത്തുനിന്ന് നമുക്ക് L1ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ L1 എന്ന് പറയുന്നത് ഈ ഇക്വേഷനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ L1ൻ്റെ വാല്യൂ നമുക്ക് 6 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഈ ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ ഈ L1ൻ്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1ലോ ഇക്വേഷൻ നമ്പർ 2ലോ കൊണ്ടുപോയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എടുക്കുകയാണ്. അപ്പോൾ R ഇസ് ഈക്വൽ ടു L1 6 ആണ്, 6 ബൈ L2. ഓക്കെ, L2 അവിടെ 2 ആണ്, മൈനസ് 1 ഇൻറ്റു ആറിൻ്റെ വാല്യൂ അവിടെ 5 ആണ്. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു 3 ബൈ 2 മൈനസ് 6 by 2, 3 minus 1 into 5, that is equal to 10 ohm എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ 2. 14 ആൻസർ ഓപ്ഷൻ 2 ആണ്. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 15ലേക്ക് പോകാം. അവിടെ നമുക്ക് കളർ കോഡിൽ നിന്നും റെസിസ്റ്റൻസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ റെസിസ്റ്ററിൽ ഏറ്റവും ലെഫ്റ്റിൽ വൈറ്റ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, വൈറ്റിൻ്റെ കളർ വാല്യൂ എന്ന് പറയുന്നത് 9. അപ്പോൾ ആ 9 നമ്മൾ അതുപോലെ എഴുതി. ദെൻ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ബ്രൗൺ ആണ്, ബ്രൗണിൻ്റെ കളർ വാല്യൂ 1 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 വാല്യൂ നമ്മൾ അതുപോലെ എഴുതി. ഇനി മൂന്നാമത്തെ കളറിനെ നമ്മൾ 10ൻ്റെ പവറായിട്ടാണ് എഴുതുക. അപ്പോൾ 10 റൈസ് ടു റെഡിൻ്റെ കളർ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ദെൻ ലാസ്റ്റ് കളർ സിൽവർ ആണ്. സിൽവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടോളറൻസ് ആണ്. സിൽവറിൻ്റെ ടോളറൻസ് വാല്യൂ 10% ആണ്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 10%. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു 9.1 ഇൻറ്റു 10 റൈസ് ടു 3 പ്ലസ് ഓർ മൈനസ് 10%. ദറ്റ് ഈസ് ഈക്വൽ ടു 9.1 കിലോ ഓം പ്ലസ് ഓർ മൈനസ് 10%. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ടോളറൻസ് വാല്യൂ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് നിയർലി ഈക്വൽ ടു 9.1 കിലോ ഓം. ഓക്കെ, therefore ആൻസർ ഓപ്ഷൻ 4. ഓപ്ഷൻ 4 is the right answer for this question number 15. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16 തന്നിരിക്കുന്നത് എ കോപ്പർ ഡിസ്ക് ഓഫ് റേഡിയസ്. ഒരു കോപ്പർ ഡിസ്ക്, അതിൻ്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 0.1 മീറ്റർ. ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് ഇറ്റ്സ് സെൻറ്റർ വിത്ത് 10 revolutions per സെക്കൻഡ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട് 10 revolutions per second, 10 ഹെഡ്സ്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് B is equal to 0.1 ടെസ്ല. ദെൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF അബൌട്ട് ഇറ്റ് സെൻറ്റർ ആൻഡ് റിം ഈസ് ഹാഫ് BL² ഒമേഗയാണ്. ദറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് B. ഓക്കെ, ഇവിടെ L ആയിട്ട് വരുന്ന റേഡിയസ് ആണ്. അപ്പോൾ എല്ലിന് പകരം 6 കൊടുക്കുന്നു. R² ഒമേഗ ഈസ് ഈക്വൽ ടു 2 പൈ ന്യൂ. ദറ്റ് ഈസ് 1/2 ഇൻറ്റു ബിയുടെ വാല്യൂ 0.1 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 0.1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 2 പൈ ഇൻറ്റു ന്യൂ 10. ഓക്കെ, 2 ഇവിടുത്തെ ഒരു 2 പോയി, ബാക്കി നമുക്ക് 0.01 പൈ എന്ന് കിട്ടും. ഓക്കെ, 0.01 പൈ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് പൈ ഇൻറ്റു 10 റൈസ് ടു -2. ആൻസർ ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. At a certain place, the horizontal component of Earth's magnetic field is √3 times the vertical component, then angle of dip. Okay, angle of dip കണ്ടുപിടിക്കുന്നത് tan delta is equal to BV by BH ആണ്. ഇനി നമുക്ക് തന്നിട്ടുണ്ട് ഏതോ ഒരു സ്ഥലത്ത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് √3 ടൈംസ് ഇറ്റ്സ് വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് BV by BH is equal to 1/√3 എന്ന് കിട്ടും. Therefore ഇക്വേഷൻ 1 implies tan delta is equal to 1/√3. Therefore delta is equal to 30 degree. Answer option 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18ലേക്ക് പോകാം. എ 2 million ഇലക്ട്രോൺ വോൾട്ട്, ഇവിടെ ഇത് തന്നിരിക്കുന്നത് പ്രോട്ടോൺ എന്നാണ്.
Okay, a 2 million electron volt proton is moving perpendicular to a uniform magnetic field of 2.5 Tesla. The force on the proton is. Okay. അപ്പം ഇലക്ട്രോണിന്റെ എനർജി നമുക്ക് തന്നിട്ടുണ്ട് ഈസ് ഈക്വൽ ടു 2 മില്യൺ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, മൂവ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ബി ഇസ് ഈക്വൽ ടു 2.5 ടെസ്ല. ഓക്കെ, ദെൻ അതിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വി നോ ദറ്റ് ഹാഫ് എം വി സ്ക്വയർ is equal to E. Therefore, V is equal to 2E by M in the root. ഒരു ചാർജർ പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും. അങ്ങനെയെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F is equal to QVB ആയിരിക്കും. ദറ്റ് ഈസ് ഫോഴ്സ് F is equal to Q into വിക്ക് പകരം നമുക്ക് റൂട്ട് 2E by M into B. ഇവിടെ Q പ്രോട്ടോണിന്റെ ചാർജ് നമുക്കറിയാം 1.6 into 10⁻⁻19 into റൂട്ട് ഓഫ് 2 into എനർജി നമുക്ക് തന്നിട്ടുണ്ട് 2 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് എന്ന്. അപ്പോൾ 2 into മില്യൺ എന്ന് പറഞ്ഞാൽ 10⁻6 ആണ്. ഇലക്ട്രോൺ വോൾട്ടിനെ നമ്മൾ ജൂളിലേക്ക് മാറ്റണമെങ്കിൽ 1.6 into 10⁻⁻19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് പ്രോട്ടോൺ 1.6 into 10⁻27 കിലോഗ്രാം ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇൻറ്റു അത് റൂട്ടിന് പുറത്താണ്. ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ 2.5 ടെസ്ല. ഓക്കെ, ഇതെല്ലാം കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. ഓപ്ഷൻ 4 is the right answer for question number 18. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 19. ക്വസ്റ്റ്യൻ നമ്പർ 19 തന്നിരിക്കുന്നത് എ ബോയ് പ്ലേയിങ് ഓൺ ദ റൂഫ് ഓഫ് 10 meter ഹൈറ്റ് ബിൽഡിംഗ് ത്രോസ് എ ബോൾ വിത്ത് സ്പീഡ് 10 meter per second അറ്റ് ആൻ ആംഗിൾ 30 degree. ഓക്കെ, ഒരു റൂഫിൽ ഒരു ബോയ് നിൽക്കുന്നു. ആ റൂഫ് ഗ്രൗണ്ടിൽ നിന്നും എത്ര മീറ്റർ ഹൈറ്റിലാണ്? 10 meter ഹൈറ്റിലിരിക്കുകയാണ് ഒരു റൂഫ്. ആ റൂഫിന്റെ മുകളിൽ ഒരു കുട്ടി കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ കുട്ടി ആ റൂഫിന്റെ മുകളിൽ നിന്നും ഒരു ബോൾ ത്രോ ചെയ്യുന്നു വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി 10 meter per second അറ്റ് ആൻ ആംഗിൾ 30 degree ഫ്രം ദ ഹൊറിസോണ്ടൽ. അങ്ങനെയെങ്കിൽ ഈ ത്രോ ചെയ്യുന്ന ബോള് ഈ റൂഫിന്റെ അതേ ലെവലിൽ എത്തുമ്പോൾ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ റൂഫിന്റെ മുകളിൽ നിന്നും നമ്മളിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വിടുന്ന ഒബ്ജക്റ്റ് ഈ ഗ്രൗണ്ടിൽ ഇതാ ഇവിടെയാ വന്ന് വീഴുക. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് അല്ല ചോദിച്ചിരിക്കുന്നത്, ഈ റൂഫിന്റെ അതേ ലെവലിൽ ഇത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദാ ഇത്രയും നമ്മളൊരു ഹൊറിസോണ്ടൽ പ്രൊജക്ഷനായിട്ട് അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാ ഈ റേഞ്ച് വാല്യൂ ആണ് നമുക്ക് കാണാൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റേഞ്ച് ഓഫ് എ പ്രൊജക്റ്റൈൽ ഈ കേസിൽ ഇത്രയും പോർഷൻ മാത്രം നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത് U സ്ക്വയർ സൈൻ 2θ ബൈ G ആണ്. ഓക്കെ, യുവിൻ്റെ വാല്യൂ 10 ആണ്. അപ്പോൾ 100 ഇൻറ്റു സൈൻ 2 ഇൻറ്റു 30 അപ്പോൾ 60 ഡിവൈഡഡ് ബൈ 10. ദറ്റ് ഈസ് 10 ഇൻറ്റു സൈൻ 60യുടെ വാല്യൂ √3/2 ദറ്റ് ഈസ് 5√3 എന്ന് കിട്ടും. ഇത് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ആൻസർ ഓപ്ഷൻ 1 ആണ്. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 20ലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 20 തന്നിരിക്കുന്നത് എ സാറ്റലൈറ്റ് ഈസ് ലോഞ്ച്ഡ് ഇൻടു എ സർക്കുലർ ഓർബിറ്റ് ഓഫ് റേഡിയസ് r അറൌണ്ട് ദ എർത്ത്. എ സെക്കൻഡ് സാറ്റലൈറ്റ് ഈസ് ലോഞ്ച്ഡ് ഇൻടു ആൻ ഓർബിറ്റ് ഓഫ് റേഡിയസ് 1.01 r. ദ പീരിയഡ് ഓഫ് സെക്കൻഡ് സാറ്റലൈറ്റ് ഈസ് ലാർജർ ദാൻ ദ ഫസ്റ്റ് ബൈ അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സാറ്റലൈറ്റിന്റെ റേഡിയസ് r' is equal to 1.01 r ആണ്. ഫസ്റ്റ് സാറ്റലൈറ്റിന്റെ റേഡിയസ് r-ഉമാണ്. അങ്ങനെയെങ്കിൽ r' ബൈ r is equal to 1.01 എന്ന് കിട്ടും. ദറ്റ് ഈസ് r' ബൈ r മൈനസ് 1 is equal to 0.01 ഓർ ഡെൽറ്റ r ബൈ r ഇൻറ്റു 100 is equal to 1% എന്ന് കിട്ടും. ഓക്കെ, ഇനി ടൈം പീരീഡിന്റെ ഇക്വേഷൻ ടൈം പീരീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു r raised to 3/2 ആണ്.
അങ്ങനെയെങ്കിൽ ടൈം പീരീഡിലുള്ള ഡിഫറൻസ് ഡെൽറ്റ ടി ബൈ ടി ഇൻറ്റു 100 ഈക്വൽ ടു 3/2 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 ആയിരിക്കും. ദറ്റ് ഈസ് 1.5 3/2 1.5 ഇൻറ്റു 1%, that is 1.5%. Therefore answer option 3. അടുത്ത question number 21ലേക്ക് പോകാം. A whistle revolves in a circle with an angular speed 20 radians per second using a string of length 50 centimeter. If the frequency of sound from the whistle is 385, then what is the frequency heard by the observer who is at the center of the circle in the same plane? Okay, ഒരു ലിസണർ ഒരു സർക്കുലാർ പാത്തിന്റെ സെന്ററിൽ നിൽക്കുകയാണ്. ഈ സർക്കിളിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 50 സെന്റിമീറ്റർ ആണെന്ന്. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ 50 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു ടോയിൻ നമ്മൾ ഒരു സോഴ്സുമായിട്ട്, ഒരു സൗണ്ടിങ് സോഴ്സുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ സൗണ്ടിങ് സോഴ്സ് എന്ന് പറയുന്നത് 20 റേഡിയൻസ് പെർ സെക്കൻഡ് ആംഗുലാർ വെലോസിറ്റിയിൽ ഈ ലിസണറിന് ചുറ്റും റിവോൾവ് ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വിസിൽ നിന്നും വരുന്ന ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 385 ഹെഡ്സ് ആണെന്ന്. ഓക്കെ, അപ്പോൾ ഈ ലിസണർ കേൾക്കുന്ന ഫ്രീക്വൻസി എത്രയായിരിക്കും എന്ന്. ഓക്കെ, അപ്പം ഒരു ലിസണർ ഒരു സർക്കുലാർ പാത്തിന്റെ സെന്ററിൽ നിൽക്കുകയും ഒരു സോഴ്സ് യൂണിഫോം സ്പീഡിൽ അതിനു ചുറ്റും കോൺസ്റ്റന്റ് റേഡിയസിൽ റിവോൾവ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ലിസണർ കേൾക്കുന്ന ഫ്രീക്വൻസിക്ക് ഒരു വ്യത്യാസവും ഉണ്ടായിരിക്കത്തില്ല. അപ്പാരന്റ് ഫ്രീക്വൻസി ഈസ് ആക്ച്വൽ ഫ്രീക്വൻസി തന്നെയായിരിക്കും. ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. ദെയർഫോർ 385 ആണ് സോഴ്സിന്റെ ആക്ച്വൽ ഫ്രീക്വൻസി. അപ്പോൾ അപ്പാരന്റ് ഫ്രീക്വൻസിയും അത് തന്നെയായിരിക്കും. ആൻസർ ഓപ്ഷൻ 3. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 22ലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 22ൽ തന്നിരിക്കുന്നത് ഒരു LCR സീരീസ് സർക്യൂട്ടാണ്. ഈ LCR സീരീസ് സർക്യൂട്ടിൽ നമുക്ക് തന്നിരിക്കുന്നത് ഈ ഇൻഡക്ടറിനും ഈ കപ്പാസിറ്ററിനും എക്രോസ് ആയിട്ടുള്ള എക്സ് എൽ സീക്വൽ ടു എക്സ് സി സീക്വൽ ടു 25 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു LCR സീരീസ് സർക്യൂട്ടിൽ എക്സ് എൽ ഇസ് ഈക്വൽ ടു എക്സ് സി ആണെന്നുണ്ടെങ്കിൽ VL ഇസ് ഈക്വൽ ടു VC ആയിരിക്കും. ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് ഫേസിലായിരിക്കും. അപ്പോൾ ഈ ഇൻഡക്ടറിനും കപ്പാസിറ്ററിനും അക്രോസ് ആയിട്ടുള്ള നെറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ ഇൻഡക്ടറിനും ഈ കപ്പാസിറ്ററിനും അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഈ വോൾട്ട്മീറ്റർ കാണിക്കുന്ന റീഡിങ് 0 ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ സർക്യൂട്ട് എന്തിലായിട്ട് മാറി? റെസൊണൻസിലായിട്ട് മാറി. അറ്റ് റെസൊണൻസിൽ നമ്മുടെ സർക്യൂട്ട് ഈസ് ഈക്വലന്റ് ടു എ റെസിസ്റ്റർ ഓൺലി. റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ട് പോലെ ബിഹേവ് ചെയ്യും. അങ്ങനെയെങ്കിൽ ഈ നെറ്റ് സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് IRMS ഇസ് ഈക്വൽ ടു VRMS ബൈ R ആയിരിക്കും. നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് 240 ആണ്, ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 30 ആണ്. ദെയർഫോർ 8 ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഈ അമ്മീറ്റർ കാണിക്കുന്നത് 8 ആംപിയർ കറണ്ടും വോൾട്ട് മീറ്റർ കാണിക്കുന്നത് 0 വോൾട്ടുമായിരിക്കും. ആൻസർ ഓപ്ഷൻ 4. അടുത്ത നമുക്ക് 23rd ക്വസ്റ്റിലേക്ക് പോകാം. ഇവിടെ തന്നിരിക്കുന്നത് ദ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഈസ് എക്സ് ഈസ് സെയിം ആസ് ദ മീൻ ലൈഫ് ടൈം ഓഫ് അനദർ റേഡിയോ ആക്റ്റീവ് എലമെന്റ് വൈ. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്ന എലമെന്റിന്റെ ഹാഫ് ലൈഫും വൈ എന്ന് പറയുന്ന എലമെന്റിന്റെ മീൻ ലൈഫും ഈക്വൽ ആണ്. അപ്പോൾ എക്സിന്റെ ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എടുക്കാം. ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ ലാംഡ എക്സ്. മീൻ ലൈഫ് ഓഫ് വൈ നമുക്ക് ഇങ്ങനെ എഴുതാം. ടോ ഇസ് ഈക്വൽ ടു 1 ബൈ ലാംഡ വൈ. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ഹാഫ് ലൈഫും അതുപോലെ തന്നെ ഈ മീൻ ലൈഫ് ഓഫ് വൈയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 0.693 ബൈ ലാംഡ എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ ലാംഡ വൈ. ദെയർഫോർ ലാംഡ എക്സ് ഇസ് ഈക്വൽ ടു 0.693 ലാംഡ വൈ, which means lambda y is greater than lambda x. അപ്പോൾ
ഡിസൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ലാംഡ വൈ ഈസ് ഗ്രേറ്റർ ദാൻ ലാംഡ എക്സ് ആണ്. അപ്പോൾ ലാംഡ എക്സിനേക്കാൾ കൂടുതൽ ലാംഡ വൈ കൂടുതലായതുകൊണ്ട് ഓക്കെ അതിനായിരിക്കും കൂടുതൽ ഡിസൻറ്റഗ്രേഷൻ നടക്കുക. ഓക്കെ അപ്പോൾ നമുക്ക് പറയാം വൈ വിൽ ഡീകേ അറ്റ് എ ഫാസ്റ്റർ റേറ്റ് ദാൻ എക്സ്. ആൻസർ ഓപ്ഷൻ 3. ഡിസൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് കൂടുതലുള്ളതിന് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ഡിസൻറ്റഗ്രേഷൻ നടക്കും. ആൻസർ ഓപ്ഷൻ 3. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 24ലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 24 തന്നിരിക്കുന്നത് ഇഫ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ്. ഓക്കെ ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് 1.2ഉം ഐ പീസിന്റെ ഫോക്കൽ ലെങ്ത് 3 സെന്റിമീറ്ററുമാണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ and the object is put 1.25 centimeter. Okay appo UO is equal to minus 1.25 centimeter away from the objective lens and final image is formed at infinity, then the magnifying power. Okay appo nammal ഒബ്ജക്റ്റീവിന്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഇമേജ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. VO is equal to minus FO UO ഡിവൈഡഡ് ബൈ FO പ്ലസ് UO. ഇതിനകത്തേക്ക് ഈ വാല്യൂസ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റീവിന്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് 30 എന്ന് കിട്ടും. ഇനി ഇമേജ് ഇൻഫിനിറ്റിയിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ മാഗ്നിഫൈങ് പവർ എന്ന് പറഞ്ഞാൽ മൈനസ് VO ബൈ UO ഇൻറ്റു D ബൈ FE എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിലേക്ക് നമ്മൾ വാല്യൂ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാഗ്നിഫൈങ് പവർ ഓക്കെ 200 എന്ന് കിട്ടും. Therefore answer option 2. Option 2 is the right answer for question number 24. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 25ലേക്ക് വരാം. തന്നിരിക്കുന്നത് ദ റേഡിയസ് ഓഫ് എ സോപ്പ് ബബിൾ. ഓക്കെ ഒരു സോപ്പ് ബബിളിന്റെ റേഡിയസ് 6 ആണെന്ന് തന്നിട്ടുണ്ട്. ദ സർഫസ് ടെൻഷൻ ഈസ് T. Then without increasing the temperature how much energy will be needed to double its radius. Okay ഇതിന്റെ റേഡിയസ് ഡബിൾ ആകാൻ വേണ്ട എനർജി എന്ന് പറഞ്ഞാൽ ഇതിന്റെ റേഡിയസ് 6ൽ നിന്നും 2r ആയിട്ട് മാറണം. അതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന എനർജി ദാറ്റ് മീൻസ് ഇതിലേക്ക് ചെയ്യേണ്ടി വരുന്ന വർക്ക്. ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം സ്മോൾ വർക്ക് DW is equal to FDR. Therefore net work done is equal to integral R to 2R FDR, that is integral R to 2R. Okay F is equal to PA, that is PADR, that is R to 2R. ഇവിടുത്തെ പ്രഷർ എക്സസ് ഓഫ് പ്രഷർ ഇൻസൈഡ് ദ ബബിൾ എന്ന് പറയുന്നത് 4T by R ആണ്. ഓക്കെ ഇൻറ്റു ഏരിയ 4πr² ഇൻറ്റു DR. ഓക്കെ അപ്പോൾ ഇത് നമ്മളങ്ങ് പുറത്തേക്ക് എടുക്കുമ്പോൾ 16πT ഇൻറ്റഗ്രൽ R to 2R. ഓക്കെ 6 പോയി ബാക്കി RDR ആണ്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് 16πT R² ബൈ 2 ലിമിറ്റ് R to 2R. ഓക്കെ ഈ വാല്യൂ നമ്മൾ കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ 4 ആണ്. ഇതിനകത്തോട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26. If the angular speed of the earth is doubled, the value of acceleration due to gravity at the north pole. Okay എർത്തിന്റെ റൊട്ടേഷൻ സ്പീഡ് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചേഞ്ചസ് ഓൾ ദി പോയിന്റ്സ് എക്സെപ്റ്റ് ദി പോളാണ്. പോൾ ഒഴികെ എല്ലാ സ്ഥലത്തും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് വ്യത്യാസമുണ്ടാകും. ഓക്കെ അത് ഏറ്റവും കൂടുതൽ വ്യത്യാസമുണ്ടാകുന്നത് ഇക്വേറ്ററിലായിരിക്കും. ഓക്കെ അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ പോള് ഇൻഡിപെൻഡന്റ് ഓഫ് റൊട്ടേഷൻ സ്പീഡ് ഓഫ് എർത്ത് ആണ്. അപ്പോൾ നമുക്ക് പറയാം ആൻസർ ഓപ്ഷൻ 3 ആണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് പോൾ ആൾവേസ് G തന്നെയായിരിക്കും. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഇക്വേറ്റർ ഇസ് ഈക്വൽ ടു G - R ω² ആയിരിക്കും.
Okay. അപ്പോൾ ഇക്വേറ്ററിൽ വ്യത്യാസം ഉണ്ടാകും, പോളിൽ ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. ആൻസർ ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 27. ഓക്കെ, നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ അറിയാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ഈസ് ഈക്വൽ ടു മൈനസ് ഇ ബൈ എം ഇൻറ്റു ടോ ആണ്. ദറ്റ് ഈസ് വി ഡി ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഇ ബൈ എം ഇൻറ്റു ടോ. ദറ്റ് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഇ ആണ്. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഗ്രാഫ് ഓപ്ഷൻ 1 ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 28 വരാം. ക്വസ്റ്റ്യൻ 28 തന്നിരിക്കുന്നത് ഇൻ എ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ദ കൊഹറന്റ് സോഴ്സസ് ആർ സ്പേസ് 2D എപ്പാർട്ട്. ഈ കൊഹറന്റ് സോഴ്സസ് S1ഉം S2ഉം 2D സെപ്പറേഷനിലാണ് വെച്ചിരിക്കുന്നത്. ആൻഡ് ദ സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ D ഫ്രം the slits. If end bright fringe is formed on the screen, okay, സ്ക്രീനിൽ നമുക്ക് end bright fringe ഫോം ചെയ്തിട്ടുണ്ട്. അത് ഒരു സ്ലിറ്റിന്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഓക്കെ, ഈ S1ന് ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് ഫ്രിഞ്ച് ഫോം ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഓർഡർ ഓഫ് ഫ്രിഞ്ച് എത്രാമത്തെ ഫ്രിഞ്ചാണ് അവിടെ ഫോം ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ എന്ത് ബ്രൈറ്റ് ഫ്രിഞ്ചിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇങ്ങനെ എടുക്കാം. YN = N ബീറ്റ. കേസ് നമ്പർ 1. ഓക്കെ, ഇനി ഈ YN എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സെൻട്രൽ ബ്രൈറ്റിൽ നിന്നും ഈ എന്ത് ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഇവിടുന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ഇതെന്താണ്? D ആണ്. ഓക്കെ, അപ്പൊ ഈ YN പകരം നമുക്ക് എന്തെടുക്കാം? D എന്ന് കൊടുക്കാം. അപ്പൊ D = N ഇൻറ്റു ബീറ്റ എന്താണ്? ബീറ്റ ലാംഡ D ബൈ സ്ലിറ്റുകൾക്കിടയിലുള്ള സെപ്പറേഷൻ 2D. Therefore N-ന്റെ വാല്യൂ നമുക്ക് ഇങ്ങനെ കിട്ടും 2D² by lambda D എന്ന് കിട്ടും. Therefore answer option 2. Option 2 is the right answer for this question. Next question number 29 വരാം. ഇവിടെ നമുക്ക് ഒരു ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് തന്നിരിക്കുന്നത്. റീജിയൻ 1, റീജിയൻ 2 ആൻഡ് റീജിയൻ 3. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഗ്രാഫാണ്. CE കോൺഫിഗറേഷനുമാണ് തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യുന്ന റീജിയൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് VCC - IC RC ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ICയുടെ വാല്യൂ 0 ആകുമ്പോൾ നമ്മൾ പറയുന്നത് കട്ട് ഓഫ് സ്റ്റേറ്റിലാണ്. ഓക്കെ, അപ്പോൾ ICയുടെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ VO = VCC ആയിരിക്കും. അപ്പോൾ റീജിയൻ 1 ഒന്ന് നോക്കിയേ. റീജിയൻ 1ൽ ഔട്ട്പുട്ട് വോൾട്ടേജ് VCC ആണ്, മാക്സിമം ആണ്. അവിടെ കറണ്ട് 0 ആണ്, IC 0 ആണ്. ഓക്കെ, അപ്പം റീജിയൻ 1 കറസ്പോണ്ട്സ് ടു കട്ട് ഓഫ് സ്റ്റേറ്റ്. കട്ട് ഓഫ് സ്റ്റേറ്റ് ആണ്. കട്ട് ഓഫ് സ്റ്റേറ്റിൽ നമ്മുടെ ട്രാൻസിസ്റ്റർ ബിഹേവ് ആസ് സ്വിച്ച് ഓഫ്. അത് സ്വിച്ച് ഓഫ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഓക്കെ, ഇനി റീജിയൻ 3ൽ നോക്കുക. അറ്റ് സാച്ചുറേഷൻ IC മാക്സിമം ആകും. അപ്പോൾ IC × RC നിയർലി ഈക്വൽ ടു VCC ആകും. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 വരും. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 0ലേക്ക് വരുന്നത് റീജിയൻ 3ലാണ്. ഓക്കെ, അപ്പോൾ റീജിയൻ 3 ഈസ് കറസ്പോണ്ട്സ് ടു സാച്ചുറേഷൻ റീജിയൻ. ഓക്കെ, അപ്പോൾ സാച്ചുറേഷൻ റീജിയനിൽ അത് സ്വിച്ച് ഓൺ ആയിട്ട് വർക്ക് ചെയ്യും. സ്വിച്ച് ഓൺ. ഇനി റീജിയൻ 2 എന്ന് പറയുന്നത് അവിടെയാണ് കറണ്ട് IC എന്ന് പറയുന്നത് 0യിൽ നിന്നും മാക്സിമം ഈ സാച്ചുറേഷൻ ലെവലിലേക്ക് ഇൻക്രീസ് ചെയ്യുന്ന റീജിയൻ. ഓക്കെ, അപ്പോൾ ഈ റീജിയൻ 2 എന്ന് പറയുന്ന ആക്റ്റീവ് റീജിയൻ ആണ്. അവിടെയാണ് IC 0യിൽ നിന്നും IC മാക്സിമത്തിലേക്ക് ഇൻക്രീസ് ചെയ്യുക, സാച്ചുറേഷനിലേക്ക് പോകുന്നത് ഈ റീജിയനിൽ കൂടിയാണ്. ആക്റ്റീവ് റീജിയനിൽ ട്രാൻസിസ്റ്റർ ബിഹേവ്ഡ് ആസ് ആംപ്ലിഫയർ. അപ്പം റീജിയൻ 2ൽ അത് ആംപ്ലിഫയർ ആയിട്ടും റീജിയൻ 1ലും 2ലും സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. റീജിയൻ 1ൽ സ്വിച്ച് ഓഫ്, റീജിയൻ 3ൽ സ്വിച്ച് ഓൺ. ഓക്കെ, അപ്പോൾ ഇത് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് 2. ബോത്ത് റീജിയൻ 1 ആൻഡ് റീജിയൻ 3. ആൻസർ ഓപ്ഷൻ 2. ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30ലേക്ക് പോകാം. എ പ്രോട്ടോൺ ഈസ് accelerated through a potential difference of 400 volt
To have same de Broglie wavelength, what potential difference must be applied across doubly ionized oxygen? Okay. About de Broglie wavelength associated with a moving charged particle, നമുക്ക് ഇങ്ങനെ എഴുതാം h by root 2m qv. Okay. That means lambda is proportional to 1 by root m qv. അപ്പോൾ de Broglie wavelength corresponds to proton is proportional to 1 by root mass of proton, charge of proton, then potential difference applied in the case of proton. Case number 1. De Broglie wavelength associated with a doubly ionized oxygen, okay, is proportional to 1 by root mass of oxygen, charge of oxygen, then potential difference in the case of oxygen. Case number 2. അപ്പോൾ ഞാൻ ഇക്വേഷൻ നമ്പർ 1നെ ഇക്വേഷൻ നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനി നമുക്കിവിടെ തന്നിട്ടുണ്ട് de Broglie wavelength അസോസിയേറ്റഡ് വിത്ത് ദീസ് ടു ആർ ഈക്വൽ. ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ലാംഡ പി ഈസ് ഈക്വൽ ടു ലാംഡ ഒ. ഓക്കെ, therefore നമുക്ക് ഇങ്ങനെ എടുക്കാൻ സാധിക്കും 1 by എം പി ക്യൂ പി വി പി ഈസ് ഈക്വൽ ടു 1 by എം ഒ ക്യു ഒ വി ഒ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തിൻ്റെ വാല്യൂ ആണ്? വി ഒയുടെ വാല്യൂ ആണ്. ഓക്കെ, de Broglie wavelength അസോസിയേറ്റഡ് വിത്ത് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഡബ്ലി അയണൈസ്ഡ് ഓക്സിജനിൽ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, അപ്പം വി ഒ ഇസ് ഈക്വൽ ടു എം പി ക്യൂ പി വി പി ഡിവൈഡഡ് ബൈ എം ഒ ക്യു ഒ. ഓക്കെ, ദെൻ എം പി ക്യൂ പി വി പി ഡിവൈഡഡ് ബൈ എം ഒ മാസ് ഓഫ് ഓക്സിജൻ ആറ്റം എന്ന് പറയുന്നത് 16 ടൈംസ് മാസ് ഓഫ് പ്രോട്ടോൺ ആണ്, ഇൻറ്റു ചാർജ് ഓഫ് ഡബ്ലി അയണൈസ്ഡ് ഓക്സിജൻ ആണ്, അപ്പോൾ 2 ടൈംസ് ചാർജ് ഓഫ് പ്രോട്ടോൺ ആണ്. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു ഈ എം പിയും പോയി ക്യൂ പിയും പോയി വി പിയുടെ വാല്യൂ 400 ആണ്. 400 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 2. ഓക്കെ, നമുക്ക് ചെയ്യുമ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ് നമുക്ക് കിട്ടുക. 12.5 എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 31ലേക്ക് പോകാം. ഇഫ് ദ സിസ്റ്റം ഈസ് റിലീസ്ഡ് ദെൻ ദ ആക്സലറേഷൻ ഓഫ് ദ സെന്റർ ഓഫ് മാസ്. ഓക്കെ, ഈ സിസ്റ്റത്തിൽ ഈ ഒബ്ജക്റ്റിന്റെ മാസ് എമ്മും ഇതിൻ്റെത് 3m ആണ്. അപ്പോൾ റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 3m മാസ് താഴേക്ക് വരും, ഈ m മാസുള്ള ഒബ്ജക്റ്റ് മുകളിലേക്ക് വരും. ഓക്കെ, ഇത് താഴേക്കും മുകളിലേക്കും വരുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആക്സിലറേഷൻ എഫക്റ്റീവ് ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എ ഇസ് ഈക്വൽ ടു acceleration of both will be equal, that is A is equal to net pulling force divided by net mass ആണ്. net pulling force divided by net mass. Okay, that is equal to net pulling force എന്ന് പറയുന്നത് നോക്കിയേ, ഇവിടെ 3m മാസ് ആണ്, ഇവിടെ m മാസ് ആണ്. അപ്പം നെറ്റ് പുള്ളിംഗ് ഫോഴ്സ് എന്ന് പറയുന്നതിൻ്റെ ഡിഫറൻസ് എടുക്കുക, 3m മൈനസ് എം ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ നെറ്റ് മാസ് 3 പ്ലസ് എം, ദറ്റ് ഈസ് 4m, ദറ്റ് ഈസ് 2m ബൈ 4m ഇൻറ്റു ജി, ദറ്റ് ഈസ് g by 2. ഓക്കെ, അപ്പോൾ ഇത് മൂവ് ചെയ്യുന്ന ആക്സിലറേഷൻ നമുക്ക് കിട്ടി എത്രയാണ്? g by 2. അപ്പോൾ ഈ ഒബ്ജക്റ്റ് മുകളിലേക്കാണ് പോകുന്നത്. ഓക്കെ, എ ഇസ് ഈക്വൽ ടു g by 2. ഇത് താഴേക്കാണ് വരുന്നത്, ഇതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നതും g by 2. അപ്പോൾ ഇത് മുകളിലേക്കായതുകൊണ്ട് ഇവിടെ മൈനസ് കൊടുക്കുന്നു, ഇത് താഴേക്കായതുകൊണ്ട് നമ്മൾ പ്ലസ് കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സിലറേഷൻ ആണ്, ആക്സിലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ ആക്സിലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു m1a1 പ്ലസ് m2a2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ആണ്. ഓക്കെ, ഫസ്റ്റ് ഒബ്ജക്റ്റ് ഇത് ഞാൻ m1 ആയിട്ട് എടുക്കുന്നു,
അപ്പോൾ M1 M ആണ്. അപ്പോൾ M ഇൻറ്റു A1 പകരം G/2 അത് മൈനസ് ആണ്. പ്ലസ് M2 പകരം നമ്മൾ 3M കൊടുക്കുന്നു ഇൻറ്റു A2. A2ൻ്റെ വാല്യൂ ഓക്കെ, A2 ഇതാണ്. ഓക്കെ, ഇതിനെ നമുക്ക് A1 എന്ന് എടുക്കാം, ഇതിനെ നമുക്ക് A2 എന്ന് എടുക്കാം. ഓക്കെ, അത് G/2 ഡിവൈഡഡ് ബൈ 4M. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു G/2 into 2M/4M, that is G/2 into 1/2, that is G/4. അപ്പോൾ ആക്സലറേഷൻ ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നത് G/2, ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് G/4. ഓക്കെ, ആൻസർ ഓപ്ഷൻ 1. നമുക്കിനി ക്വസ്റ്റ്യൻ നമ്പർ 32ലേക്ക് പോകാം. ഇവിടെ തന്നിരിക്കുന്നത് ദ മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഓഫ് ഗ്യാസ് മിക്സ്ചർ ഈസ് 13R/6. ഓക്കെ, അപ്പോൾ CV ഓഫ് മിക്സ്ചർ ഓഫ് 2 ഗ്യാസ് നമുക്ക് തന്നിട്ടുണ്ട് 13R/6 ആണെന്ന്. ദെൻ ദ ഗ്യാസ് മിക്സ്ചർ കൺസിസ്റ്റ് ഓഫ്, അങ്ങനെയെങ്കിൽ അതിനകത്തുണ്ടാകാവുന്ന മിക്സ്ചർ ഓഫ് ഗ്യാസസിൽ ഏതൊക്കെ ഗ്യാസസ് ആയിരിക്കും വരുന്നതെന്ന്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ഓപ്ഷനിൽ 2 മോൾ ഓഫ് ആർഗൺ 4 മോൾ ഓഫ് ഓക്സിജൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒരു മോണോറ്റോമിക് ഗ്യാസും ഡയറ്റോമിക് ഗ്യാസും തന്നിട്ടുണ്ട്. അടുത്തതിൽ 2 മോൾ ഓഫ് ഡയറ്റോമിക് ആൻഡ് മോണോ അറ്റോമിക്, ദെൻ 2 മോൾ ഓഫ് ഡയറ്റോമിക് ആൻഡ് ഡയറ്റോമിക്, പിന്നീട് വീണ്ടും ഡയറ്റോമിക് ആൻഡ് മോണോ അറ്റോമിക്, അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ കേസ് നമുക്കറിയാം CV = 3/2 R ആണ്. ഡയറ്റോമിക് ഗ്യാസിൻ്റെ കേസിൽ ഡയറ്റോമിക് ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ മാസ് അല്ലത് ഗ്യാസ് ആണ്. മോണോറ്റോമിക് ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ CV = 3/2 R ഡയറ്റോമിക് ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ CV = 5/2 R അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ള 2 ഗ്യാസസ് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്സ്ചറിൻ്റെ CV എന്ന് പറയുന്നത് N1CV1 പ്ലസ് N2CV2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 ആണ്. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷനിൽ ഓരോന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, ഇതിനകത്ത് ഏത് സിറ്റുവേഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുമ്പോൾ അവിടെ 2 മോൾസ് ഓഫ് ആർഗൺ. ഓക്കെ, അപ്പോൾ N1 വാല്യൂ അവിടെ ഞാൻ 2 എന്ന് കൊടുക്കുന്നു, N1 പകരം 2 എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു മോണോ അറ്റോമിക്കിൻ്റെ CV 3/2 R പ്ലസ് അടുത്തത് 4 മോൾസ് ഓഫ് ഡയറ്റോമിക് മോളിക്യൂൾസ് ആണ്. അപ്പോൾ N2 പകരം 4 ഇൻറ്റു CV2 ഡയറ്റോമിക് ആകുമ്പോൾ 5/2 R ആണ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 2 + 4 6 എന്ന് കിട്ടും. ഓക്കെ, മുകളിൽ നമുക്ക് ഈ 2ഉം പോയി, ഈ 2ഉം ഇവിടുത്തെ 4ഉം പോയിട്ട് 2. ഓക്കെ, അപ്പോൾ മുകളിൽ നമുക്ക് കിട്ടും 3R + 10R 13R ഡിവൈഡഡ് ബൈ 6 എന്ന് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ മോസ്റ്റ് കോമ്പിനേഷൻ പോസിബിൾ ആയിട്ടുള്ളത് ഓപ്ഷൻ 1 ആണ്. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ ഇതുപോലെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഇതിൽ നമുക്ക് കിട്ടത്തില്ല, ഓപ്ഷൻ 1 മാത്രമേ അങ്ങനെ കിട്ടുകയുള്ളൂ. ആൻസർ ഓപ്ഷൻ 32 ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 33 നമുക്ക് തന്നിരിക്കുന്ന ആൻ ഓപ്പൺ ഓർഗൺ പൈപ്പ് ഓഫ് ലെങ്ത് L വൈബ്രേറ്റ് സെക്കൻഡ് ഹാർമോണിക് മോഡ്. ദ പ്രഷർ വൈബ്രേഷൻ ഈസ് മാക്സിമം. അപ്പോൾ ഒരു ഓർഗൺ പൈപ്പ്, ഓപ്പൺ ഓർഗൺ പൈപ്പിൽ സെക്കൻഡ് ഹാർമോണിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈബ്രേഷനാണ് നമ്മൾ ഈ വരച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഇത് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫാണ്. ഈ പൈപ്പിന്റെ 2 എൻഡിലും നമുക്ക് കിട്ടുന്നത്, ഓപ്പൺ എൻഡിൽ 2 കിട്ടുന്നത് ആൻറ്റി നോഡ് ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ആൻറ്റിനോഡ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ 2 എൻഡിലും ആൻറ്റിനോഡ് കിട്ടി, അതുപോലെ തന്നെ സെൻറ്ററിലും ആൻറ്റിനോഡ് കിട്ടി. അപ്പോൾ ഈ ആൻറ്റിനോഡ് പൊസിഷനിലായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം. ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം ആകുന്നിടത്ത് പ്രഷർ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം ആകുന്നിടത്ത് പ്രഷർ മിനിമം. ഡിസ്പ്ലേസ്മെൻറ്റ് മിനിമം ആകുന്നിടത്ത്
പ്രഷർ മാക്സിമം. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് മിനിമം ആകുന്നത് നോഡ് പൊസിഷനിലായിരിക്കും. ഓക്കെ, നോഡ് പൊസിഷനിൽ ഡിസ്പ്ലേസ്മെന്റ് മിനിമവും അതുപോലെ അതേ പൊസിഷനിൽ പ്രഷർ മാക്സിമം ആയിരിക്കും. അപ്പോൾ പ്രഷർ മാക്സിമം ആകുന്ന പൊസിഷൻ ഡയറക്റ്റ്ലി നമുക്ക് പറയാം നോഡ് പൊസിഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോഡ് ഫോം ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കുക. ഓക്കെ, ഇതിൻ്റെ എൻഡിൽ നിന്നും ആ ഫസ്റ്റ് ഒരു സൈഡിലുള്ള നോഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L/4 ആണ്. അപ്പോൾ ഈ എൻഡിൽ നിന്നും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും L/4 ആണ്. ഓക്കെ, അപ്പം പ്രഷർ വേരിയേഷൻ മാക്സിമം ആകുന്നത് നോഡ് പൊസിഷൻസിലായിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് നോഡ് പൊസിഷനിലായിരിക്കും. അത് നമുക്ക് പറയാം അറ്റ് എ ഡിസ്റ്റൻസ് L/4 ഫ്രം എയ്തർ എൻഡ് ഇൻസൈഡ് ദ ട്യൂബ്. ഓക്കെ, ട്യൂബിൽ നിന്നും ട്യൂബിൻ്റെ എൻഡിൽ നിന്നും L/4 അകത്തായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, പ്രഷർ മാക്സിമം ആകുന്ന പോയിന്റ്. Therefore answer option 2. Option 2 is the right answer for question number 33. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 34ലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 34ൽ തന്നിരിക്കുന്നത് എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ഈക്വൽ ടു 100 cos 6 × 10⁸ t + 4x ആണ്. പ്രൊപ്പഗേറ്റ് ഇൻ ഡയലക്ട്രിക് മീഡിയം ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം. ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ = c/v ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് ആ മീഡിയത്തിൽ കൂടിയുള്ള സ്പീഡ് കണ്ടുപിടിക്കാം. സ്പീഡ് v = ω/k ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ μ = നമുക്ക് എങ്ങനെ എഴുതാം, c/vക്ക് വരാം ω × k. സിയുടെ വാല്യൂ 3 × 10⁸ ഇൻറ്റു കെയുടെ വാല്യൂ ഇക്വേഷനിൽ നിന്നും എക്സിന്റെ കോയിഫിഷ്യൻ്റ് ആണ് k. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ ഒമേഗയുടെ വാല്യൂ ടൈമിന്റെ കോയിഫിഷ്യൻ്റ് ടിയുടെ കോയിഫിഷ്യൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ 6 × 10⁸. ഓക്കെ, അപ്പോൾ 10⁸ 10⁸ പോയി. ഓക്കെ, നമുക്ക് ആൻസർ 2 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ 2. അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 35ലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 35ൽ തന്നിരിക്കുന്നത് അൻ ഹൈഡ്രജൻ ആറ്റം ഇനിഷ്യലി ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ, ഒരു ഹൈഡ്രജൻ ആറ്റം അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. ഇറ്റ് ഈസ് എക്സൈറ്റഡ് ബൈ അബ്സോർബിങ് എ ഫോട്ടോൺ ഓഫ് വേവ് ലെങ്ത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൽ ഫസ്റ്റ് ഓർബിറ്റിലിരിക്കുന്ന ഇലക്ട്രോൺ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു. ലൈറ്റ് ഹാവിങ് വേവ് ലെങ്ത് 980 ആങ്സ്ട്രം. അപ്പം ഈ വേവ് ലെങ്തിലുള്ള ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ ആ എനർജി അബ്സോർബ് ചെയ്തിട്ട് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദ റേഡിയസ് ഓഫ് ദി ആറ്റം ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇൻ ടേംസ് ഓഫ് ബോർ റേഡിയസ് A0 വിൽ ബി. അപ്പോൾ ഈ ഇലക്ട്രോൺ ഏത് ലെവലിലേക്ക് പോകുന്നു എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ എനർജി അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ വന്ന ഫോട്ടോണിന്റെ എനർജി നമുക്ക് എങ്ങനെ എഴുതാം, E = hc/λ. ഓക്കെ, ഈ ലാംഡ ഇൻ ആങ്സ്ട്രം ആണ് നമുക്ക് കൊടുക്കുന്നതെങ്കിൽ എനർജി നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിൽ കിട്ടും. ഇനി ഇവിടെ hcയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. h സഫിക്സ് c അല്ലാതെ h × c ആണ്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ നമ്മൾ കൊടുക്കുമ്പോൾ hcയുടെ വാല്യൂ 12500. ഓക്കെ, അത്ര എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡിവൈഡഡ് ബൈ ലാംഡ 980 ആങ്സ്ട്രം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിയർലി ഈക്വൽ ടു 0.84 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഈ എനർജി അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഏത് ലെവലിലേക്ക് പോകും, നമ്മൾ ഓരോ ലെവലും n = 1, n = 2, n = 3, n = 4 എന്ന് പറയുന്നതാണ് നിയർലി 8.5 ഇലക്ട്രോൺ വോൾട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഷിഫ്റ്റഡ് ടു 4th ലെവൽ. ഓക്കെ, ആ എനർജി അബ്സോർബ് ചെയ്തിട്ട് അത് 4th ലെവലിലേക്ക് പോകും. അപ്പോൾ n = 4 ആണ്. ഓക്കെ, ഇനി റേഡിയസ് Rn ഈസ് പ്രപ്പോർഷണൽ ടു n² ആണ്. ദറ്റ് ഈസ് Rn = A0 n². ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു A0 ഇൻറ്റു എന്നിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ 16 A0 എന്ന് കിട്ടും.
ആൻസർ ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 36. ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ പൊസിഷന്റെ റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഇൻസ്റ്റന്റ് വെൻ പാർട്ടിക്കിൾ കംസ് ടു റെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി കിട്ടും. v is equal to 32 minus 8 into 3t square by 3. That is v is equal to 32 minus 8t square എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ വെലോസിറ്റി 0 ആകുന്ന പൊസിഷനാണ് നമുക്ക്, അല്ലെങ്കിൽ ഏത് ടൈമിലാണ് വെലോസിറ്റി 0 ആകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ v is equal to 0 നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 32 is equal to 8t square. That is t is equal to 32 by 8 ന്റെ റൂട്ട്. ഓക്കെ, that is 2 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, therefore ആൻസർ ഓപ്ഷൻ 2. ക്വസ്റ്റ്യൻ നമ്പർ 37ലേക്ക് വരാം. തന്നിരിക്കുന്നത് 2 പെൻഡുലം ഓഫ് ടൈം പീരീഡ് 3 സെക്കൻഡ് ആൻഡ് 7 സെക്കൻഡ്. ഓക്കെ, ഒന്നാമത്തെ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് t1 is equal to 3 സെക്കൻഡ്, രണ്ടാമത്തതിൻ്റെത് t2 is equal to 7 സെക്കൻഡ് റെസ്പെക്റ്റീവ്ലി. സ്റ്റാർട്ട് ഓസിലേറ്റിംഗ് സൈമൾട്ടേനിയസ്ലി ഫ്രം ഓപ്പോസിറ്റ് എക്സ്ട്രീം പൊസിഷൻസ്. ഓക്കെ, ഇത് മീൻ പൊസിഷൻ, ഇത് നെഗറ്റീവ് എക്സ്ട്രീം, ഇത് പോസിറ്റീവ് എക്സ്ട്രീം. രണ്ട് ഒബ്ജക്റ്റും ഒരേ സമയം രണ്ട് എക്സ്ട്രീം പൊസിഷനിൽ നിന്നും എന്ത് ചെയ്യാണ്, ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ അറ്റ് t is equal to 0 രണ്ട് ഒബ്ജക്റ്റും എന്താണ്, എക്സ്ട്രീം പൊസിഷനിലാണ്. അങ്ങനെയെങ്കിൽ ആഫ്റ്റർ ഹൗ മച്ച് ലീസ്റ്റ് ടൈം ദേ വിൽ ബി ഇൻ ഫേസ്. ഓക്കെ, അപ്പം രണ്ടും എക്സ്ട്രീം പൊസിഷൻ ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് വണ്ണിന്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. y1 is equal to a cos omega 1t, ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തത് y2 is equal to minus a cos omega 2t. രണ്ട് എക്സ്ട്രീം പൊസിഷൻ ആയതുകൊണ്ട് ഈ ഇക്വേഷൻ നമുക്ക് കൊടുക്കാം. ഇനി ഇവർ മൂവ് ചെയ്ത് ഒരേ ഫേസിലാകുന്ന സമയത്ത് നമുക്ക് പറയാൻ സാധിക്കും എവിടെ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് പൈ ആകണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഒന്നാമത്തതിൻ്റെ ഫേസ്, ഓക്കെ, ദാറ്റ് ഈസ് ഒമേഗ 1t മൈനസ് ഒമേഗ 2t is equal to pi. That is t into omega 1 minus omega 2 is equal to pi. That is t into omega 1. omega 1 എന്ന് പറഞ്ഞാൽ 2pi by t1 ആണ്. ഓക്കെ, അപ്പോൾ 2pi by t1 minus 2pi by t2 is equal to pi. That is t into 1 by t1 ന്റെ വാല്യൂ 3 minus 1 by 7 into 2pi is equal to pi. പൈയും പൈയും ക്യാൻസൽ ആയി പോയി. That is t is equal to 21 divided by 7 minus 3 into 2. That is 21 divided by 4 into 2, 8 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ 1. രണ്ടിൻ്റെയും ഫേസ് ഡിഫറൻസ് പൈ ആകുന്ന ടൈം, ആ ടൈമിലായിരിക്കും ഒരേ ഫേസിൽ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 38ലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 38 തന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു സ്കെയിൽ എടുത്തു. ഈ സ്കെയിലിൻ്റെ 0 ആണിത്, 1 ആണിത്. നമ്മൾ 1 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ലെങ്ത് മെഷർ ചെയ്യുക. എ മുതൽ ബി വരെ ഈ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുമ്പോൾ എ ബി എന്ന് പറയുന്ന വാല്യൂ നമുക്ക് 1 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. നമ്മൾ ഈ സ്കെയിലിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുന്നു എന്നിരിക്കട്ടെ. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സ്കെയിൽ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ ന്യൂ പൊസിഷൻ ഓഫ് 1 ഇവിടെയായിട്ട് മാറും. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് സ്കെയിൽ എക്സ്പാൻഡ്സ്. അപ്പം ന്യൂ റീഡിങ് ഓഫ് എ ബി ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് പറയാം ലെസ് ദാൻ 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ മെറ്റാലിക് സ്കെയിൽ റീഡിങ് ബിക്കം ലെസർ ദാൻ ദ ട്രൂ വാല്യൂ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി നമ്മളൊരു പെൻഡുലം എടുക്കുന്നു. ഈ പെൻഡുലത്തിൻ്റെ ലെങ്ത് L ആണെന്നിരിക്കട്ടെ. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുന്നു,
ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ലെങ്ത് ആൾസോ ഇൻക്രീസസ്. അപ്പോൾ ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് L/G ആണ്. അപ്പോൾ ആസ് ലെങ്ത് ഇൻക്രീസസ് ടൈം പീരീഡ് ആൾസോ ഇൻക്രീസസ്. ഓക്കെ, ടൈം പീരീഡ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഈ പെൻഡുലത്തിന് ഓസിലേറ്റ് ചെയ്യാൻ കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ ഇവിടെ ടൈം കൂടുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പെൻഡുലം ക്ലോക്ക് ഗോസ് ഫാസ്റ്റ് എന്നാണ്. ഓക്കെ, ഗോ ഫാസ്റ്റ് അല്ല, ഗോ സ്ലോ ആണ്. ഗോ സ്ലോ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി എ ഫ്ലോട്ടിംഗ് ബോഡി സിങ്സ് എ ലിറ്റിൽ മോർ. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലിക്വിഡ് എടുത്തു. ആ ലിക്വിഡിൽ ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണെന്നിരിക്കട്ടെ. നമ്മൾ ഇവിടുത്തെ ടെമ്പറേച്ചർ കൂട്ടുന്നു. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഈ ലിക്വിഡ് കൊടുക്കുന്ന അപ്ത്രസ്റ്റ് കുറയും. അപ്പോൾ ഈ ലിക്വിഡ് മുകളിലേക്ക് കൊടുക്കുന്ന അപ്ത്രസ്റ്റ് കുറയുമ്പോൾ ഈ ഒബ്ജക്റ്റ് കുറച്ചും കൂടെ താഴേക്ക് സിങ്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നോക്കിയേ, എ ഫ്ലോട്ടിംഗ് ബോഡി സിങ്സ് എ ലിറ്റിൽ മോർ. ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി ഈ ഒബ്ജക്റ്റ് അതിലേക്ക് ലിക്വിഡ് കൊടുത്ത ത്രസ്റ്റ് കുറഞ്ഞു. അപ്പം നമുക്ക് പറയാൻ സാധിക്കും ഈ ഒബ്ജക്റ്റ് ലിക്വിഡിനുള്ളിൽ അതിൻ്റെ വെയിറ്റ് കുറച്ചും കൂടെ കൂടി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ആക്ച്വൽ വെയിറ്റിനൊരു വ്യത്യാസവും വരത്തില്ല. ലിക്വിഡിനുള്ളിൽ അതിൻ്റെ വെയിറ്റ് കുറച്ചും കൂടെ കൂടി, കാരണം അപ്ത്രസ്റ്റ് കുറഞ്ഞു. ഓക്കെ, ദ വെയിറ്റ് ഓഫ് ദ ബോഡി ഇൻ എ ലിക്വിഡിനുള്ളിൽ അതിൻ്റെ വെയിറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസസ്. അപ്പോൾ എയും സിയും ഡിയും കറക്റ്റാണ്. എയും സിയും ഡിയും കറക്റ്റായിട്ട് വരുന്ന ഫോർത്ത് ഓപ്ഷനാണ് ആൻസർ ഓപ്ഷൻ 4. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 39 പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 39 തന്നിരിക്കുന്നത് ദ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഓഫ് എ റെഫ്രിജറേറ്റർ ഈസ് 6 ആൻഡ് ഓപ്പറേറ്റ്സ് അറ്റ് റൂം ടെമ്പറേച്ചർ 28 degrees Celsius. ഓക്കെ, അപ്പോൾ പെർഫോമൻസ്, കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് അതിനെയാണ് നമ്മൾ ഈ CP എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ CP ഈസ് ഈക്വൽ ടു 6 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ റൂം ടെമ്പറേച്ചർ, ഓക്കെ, അപ്പോൾ ഫ്രിഡ്ജിനുള്ളിലുള്ള ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലാണ് ഔട്ട്സൈഡിലുള്ള ടെമ്പറേച്ചർ. അപ്പോൾ ഈ ടി ഔട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് റൂം ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അത് നമുക്ക് തന്നിട്ടുണ്ട് 28 degrees Celsius. ദാറ്റ് ഈസ് ടി ഔട്ട്, ഫ്രിഡ്ജിന് ഔട്ട്സൈഡിലുള്ള ടെമ്പറേച്ചർ 28 + 273. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടെമ്പറേച്ചർ ഇൻസൈഡ് ദ റെഫ്രിജറേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻസൈഡ് ദ റെഫ്രിജറേറ്റർ ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ ഔട്ട്സൈഡ് മൈനസ് ടെമ്പറേച്ചർ ഇൻസൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ഇൻസൈഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ ഔട്ട്സൈഡ് 273 + 28 301 ആണ്. അപ്പോൾ 301 മൈനസ് TI. ഓക്കെ, CPയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, 6 ആണ്. ഓക്കെ, അപ്പോൾ 6 ഇൻറ്റു 301 മൈനസ് T in ഈക്വൽ ടു T in. ഓക്കെ, ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1806 മൈനസ് 6 T in ഈക്വൽ ടു T in. ഓക്കെ, ഇത് നമ്മൾ സോൾവ് ചെയ്തെടുക്കുമ്പോൾ ടെമ്പറേച്ചർ ഇൻസൈഡ് എന്ന് പറയുന്നത് -15 degrees Celsius എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ 4 -15 degrees Celsius. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കെൽവിനിലായിരിക്കും. അതിനെ നമ്മൾ ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ T in എന്ന് പറയുന്നത് കെൽവിനിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 258 കെൽവിനാണ്. 258 കെൽവിൻ. അപ്പോൾ T in ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 258 മൈനസ് 273, therefore -15 എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. In the absence of dielectric medium, capacity of a parallel plate capacitor is C0. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുത്തിരിക്കുന്നു. ഇതിനുള്ളിൽ എയർ ആണ് ഫില്ല് ചെയ്തിരിക്കുന്നതിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് C0 എന്ന്. അപ്പോൾ C0ൻ്റെ വാല്യൂ ε0 A/D എന്ന് എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഏരിയ, പ്ലേറ്റ് ഏരിയ എയും സെപ്പറേഷൻ ഡിയും ആണെന്നുണ്ടെങ്കിൽ, ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു മീഡിയം ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇതിനുള്ളിൽ ഒരു പുതിയ മീഡിയം ഇൻസേർട്ട് ചെയ്യുന്നു. ആ മീഡിയത്തിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K ആണ്. അതുപോലെ ആ മീഡിയസിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് D/3 അങ്ങനെയെങ്കിൽ ദ ന്യൂ കപ്പാസിറ്റി C, അതുപോലെ പ്രീവിയസ് എയർ കപ്പാസിറ്റർ, അതിൻ്റെ കപ്പാസിറ്റിയുടെയും റിലേഷൻ ഇതിനകത്ത് ഏതാണെന്ന്.
അപ്പോൾ ഇതിനുള്ളിൽ പുതിയൊരു മീഡിയം ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം എപ്സിലോൺ 0 എ ബൈ മൊത്തം ഇനിഷ്യലി ഡി ആയിരുന്നു. അപ്പോൾ ഡി മൈനസ് d/3 പോർഷൻ നമ്മൾ മീഡിയം ഫില്ല് ചെയ്തു. അപ്പം ഔട്ട് സൈഡിൽ വരുന്ന റിമൈനിങ് പോർഷൻ അത് d മൈനസ് d/3 ആയിരിക്കും. പ്ലസ് എത്ര പോർഷൻ നമ്മൾ മീഡിയം ഫില്ല് ചെയ്തു എത്രയാ d/3. പിന്നെ അതിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് k. ദറ്റ് ഈസ് C is equal to നമുക്ക് എങ്ങനെ എഴുതാം എപ്സിലോൺ 0 a ഡിവൈഡഡ് ബൈ 3d മൈനസ് d 2d/3 പ്ലസ് d/3k. ദറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ എപ്സിലോൺ 0 a ഡിവൈഡഡ് ബൈ ഇത് ചെയ്യുമ്പോൾ 2d k പ്ലസ് d ഡിവൈഡഡ് ബൈ 3k അതങ്ങ് മുകളിൽ പോകും 3k. ദറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 a ഇൻറ്റു 3k ഡിവൈഡഡ് ബൈ ഇതിനകത്തുനിന്നൊരു d അങ്ങ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി 2k പ്ലസ് 1 എന്ന് കിട്ടും. എപ്സിലോൺ 0 a ബൈ ഡിക്ക് പകരം സി നോട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ സി ഇസ് ഈക്വൽ ടു സി നോട്ട് ഇൻറ്റു 3k ഡിവൈഡഡ് ബൈ 2k പ്ലസ് 1. അപ്പോൾ സി ബൈ സി നോട്ട് ഇസ് ഈക്വൽ ടു 3k ബൈ 2k പ്ലസ് 1 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 41. 2 thin lenses of power +10 diopter and -5 diopter. ഇത് സ്മോൾ ഡി അല്ല ക്യാപിറ്റൽ ഡി ആണ്. പ്ലേസ്ഡ് ഇൻ കോണ്ടാക്ട്. അപ്പോൾ നെറ്റ് പവർ നമുക്ക് ഇങ്ങനെ എഴുതാം P1 പ്ലസ് P2. ദറ്റ് ഈസ് P is equal to +10 -5. ദറ്റ് ഈസ് P is equal to 5 എന്ന് കിട്ടും. Therefore F is equal to 1/5. ദറ്റ് ഈസ് 0.2 മീറ്റർ. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഫോക്കൽ ലെങ്ത് 0.2 മീറ്റർ ഉള്ള ഒരു കോൺവെക്സ് ഇക്വലന്റ് ലെൻസ് ആയിട്ടായിരിക്കും കിട്ടുക. വേർ ഷുഡ് ആൻ ഒബ്ജക്റ്റ് ബി പ്ലേസ്ഡ് ഫ്രം ദ സിസ്റ്റം സോ ആസ് ടു ഒബ്റ്റെയിൻ വെർച്വൽ ഇമേജ് ഓഫ് മാഗ്നിഫിക്കേഷൻ 2. മാഗ്നിഫിക്കേഷൻ 2 കിട്ടുന്ന എന്ന് പറഞ്ഞാൽ വെർച്വൽ ഇമേജ് ആണ്. അപ്പോൾ അത് മാഗ്നിഫിക്കേഷൻ പ്ലസ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ +2 കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റിനെ എവിടെ വെക്കണം എന്ന് യു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മാഗ്നിഫിക്കേഷനും ഫോക്കൽ ലെങ്തും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്ന് പറയുന്നത് m is equal to f by f plus u ആണ്. മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 2 is equal to f 0.2 ഡിവൈഡഡ് ബൈ 0.2 പ്ലസ് u. നമ്മളിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.4 പ്ലസ് 2u is equal to 0.2. ദറ്റ് ഈസ് 2u is equal to -0.2. ദറ്റ് ഈസ് u is equal to -0.1. -0.1 എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ആണ്. ആൻസർ ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 42ലേക്ക് പോകാം നമുക്ക്. ഇൻ എ ബാലൻസ്ഡ് വീസ്റ്റോൺ ബ്രിഡ്ജ് കറണ്ട് ഇൻ ദ ഗാൽവനോമീറ്റർ ഈസ് 0. ഇറ്റ് റിമെയിൻസ് 0 വെൻ. ഒരു ബാലൻസ്ഡ് വീസ്റ്റോൺ ബ്രിഡ്ജ് ആണ്. അപ്പോൾ ഒരു ബാലൻസ്ഡ് വീസ്റ്റോൺ ബ്രിഡ്ജിൽ ഗാൽവനോമീറ്റർ കാണിക്കുന്നത് നൾ ഡിഫ്ലക്ഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് അതിൽ കൂടി കടന്നു പോകുന്ന കറണ്ട് 0 ആയിരിക്കും. അപ്പോൾ ഒരു ബാലൻസ്ഡ് വീസ്റ്റോൺ ബ്രിഡ്ജിന്റെ കേസ് നമുക്കറിയാം അപ്പർ ആമിന്റെ റെസിസ്റ്റൻസിന്റെ റേഷ്യോ P/Q ഈക്വൽ ടു ലോവർ ആമിന്റെ റെസിസ്റ്റൻസിന്റെ റേഷ്യോ R/S. ഇതാണ് ബാലൻസ്ഡ് വീസ്റ്റോൺ ബ്രിഡ്ജിന്റെ കണ്ടീഷൻ. അങ്ങനെയെങ്കിൽ ഈ ഗാൽവനോമീറ്റർ നൾ ഡിഫ്ലക്ഷൻ തന്നെ കാണിച്ചുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റൈറ്റ്? ദ ബാറ്ററി EMF ഈസ് ഇൻക്രീസ്ഡ്. നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ബാറ്ററിയുടെ EMF കൂട്ടിയാലോ കുറച്ചാലോ ഈ ബാലൻസ്ഡ് കണ്ടീഷൻ ഒരു വ്യത്യാസവും വരത്തില്ല. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. സെക്കൻഡ് വൺ, ഓൾ ദ റെസിസ്റ്റൻസ് ആർ ഇൻക്രീസ്ഡ് ബൈ 10 ohms. എല്ലാ റെസിസ്റ്റേഴ്സും നമ്മൾ ഇൻക്രീസ് ചെയ്യാണ് 10 ohm. അപ്പോൾ P+10 ഡിവൈഡഡ് ബൈ Q+10 ഈക്വൽ ടു
R plus 10 by S plus 10 ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. എല്ലായിടവും നമ്മൾ 10 വീതം കൂടുകയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല, ഇത് ഈക്വൽ ആയിരിക്കത്തില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ദെൻ ഓൾ ദ റെസിസ്റ്റേഴ്സ് ആർ മൾട്ടിപ്ലൈഡ് ബൈ 5 times. ഓക്കെ, ഇപ്പോൾ നമ്മൾ P by Q is equal to R by S ആണ്. എല്ലാ സ്ഥലത്തും നമ്മൾ ഒരേ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വാളിറ്റിക്ക് ഒരു വ്യത്യാസവും വരത്തില്ല. ഓക്കെ, എല്ലാ സ്ഥലത്തും ഒരേ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ സി കറക്റ്റ് ആണ്. ദ ബാറ്ററി ആൻഡ് ദ ഗാൽവനോമീറ്റർ ആർ ഇന്റർചേഞ്ച്ഡ്. ഓക്കെ, നമ്മളിപ്പം ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്നത് എക്കും സിക്കും അക്രോസ് ആയിട്ടാണ്. അത് കൊണ്ടുപോയി ബിക്കും ഡിക്കും അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ദെൻ ഗാൽവനോമീറ്റർ എടുത്തിട്ട് എക്കും സിക്കും അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഗർ ഇതാ ഇങ്ങനെ വരും. ഗാൽവനോമീറ്റർ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ സെല്ല് ഇവിടെ കണക്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നോക്കിയേ, ഇത് പി, ഇത് ക്യൂ, ഇത് ആർ, ഇത് എസ്. അപ്പർ ആമിന്റെ റെസിസ്റ്റൻസിന്റെ റേഷ്യോ ക്യൂ ബൈ എസ് ഇസ് ഈക്വൽ ടു പി ബൈ ആർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോഴും ഇത് ശരി തന്നെയാണ്. ക്യൂ ബൈ എസ് ഇസ് ഈക്വൽ ടു പി ബൈ ആർ. ഇതേ റിലേഷൻ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പം അതും കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ്? എ, സി ആൻഡ് ഡി. ഓക്കെ, എ, സി ആൻഡ് ഡി. ആൻസർ ഓപ്ഷൻ 3. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 43ലേക്ക് വരാം. ദ സ്കെയിൽ ഓഫ് ഗാൽവനോമീറ്റർ ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ആർ ജി ഈക്വൽ ടു 100 ഓം എന്ന് തന്നിട്ടുണ്ട്. കണ്ടെയ്ൻ 25 ഡിവിഷൻസ്. നമ്പർ ഓഫ് ഡിവിഷൻസ് 25. It gives a deflection 1 division on passing a current of 4 into 10 raised to minus 4. Okay, 4 into 10 raised to minus 4 കറണ്ട് കടത്തി വിട്ടാൽ ഒരു ഡിവിഷൻ ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ 25 ഡിവിഷൻസ് ഉണ്ട്. ഒരു ഡിവിഷൻ ഡിഫ്ലക്ട് ചെയ്യാൻ ഇത്രയും കറണ്ട്. അപ്പോൾ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാകാൻ മാക്സിമം കറണ്ട് ഐ ജി ഇസ് ഈക്വൽ ടു, ഗാൽവനോമീറ്റർ കൂടി പോകേണ്ട അതിലേക്കൂടെ കടത്തി വിടുന്ന മാക്സിമം കറണ്ട് ഐ ജി ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 25 into 4 into 10 raised to minus 4. ഓക്കെ, അപ്പോൾ 100 into 10 raised to minus 4, ദറ്റ് ഈസ് 10 raised to minus 2 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ദ റെസിസ്റ്റൻസ് ടു ആഡഡ് ടു ഇറ്റ് സോ ദാറ്റ് ഇറ്റ് മേ ബിക്കം എ വോൾട്ട്മീറ്റർ. ഓക്കെ, അപ്പോൾ ഒരു ഗാൽവനോമീറ്റർ വോൾട്ട്മീറ്റർ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സീരീസ് റെസിസ്റ്റർ കൊണ്ടുപോയി അതിനകത്ത് കണക്ട് ചെയ്യണം. അപ്പോൾ ഈ ഡിവൈസ് ഒരു വോൾട്ട്മീറ്റർ ആയിട്ട് മാറും. ആ വോൾട്ട്മീറ്ററിന്റെ റേഞ്ച് 2.5 വോൾട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കണക്ട് ചെയ്യേണ്ട എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം വി ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഐ ജി ഇൻറ്റു ആർ ജി പ്ലസ് ആർ. ദറ്റ് ഈസ് വി ബൈ ജി ഇസ് ഈക്വൽ ടു ആർ ജി പ്ലസ് ആർ. ദെയർഫോർ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ ജി. വി ബൈ ഐ ജി മൈനസ് ആർ ജി. ഓക്കെ, വിയുടെ വാല്യൂ എത്രയാണ് തന്നിട്ടുണ്ട്? 2.5 ബൈ ഐ ജിയുടെ വാല്യൂ. ഐ ജിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 10 raised to minus 2. ഓക്കെ, മൈനസ് ആർ ജിയുടെ വാല്യൂ 100. ഓക്കെ, അപ്പോൾ 2.5 into 10 raised to 2 minus 100, ദറ്റ് ഈസ് 250 മൈനസ് 100 എന്ന് കിട്ടും. ദറ്റ് ഈസ് 150. ആൻസർ ഓപ്ഷൻ 1. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 44ലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 44ൽ തന്നിരിക്കുന്നത് വളരെ ലൈറ്റ് മാസുള്ള ഒരു പാർട്ടിക്കിൾ 12 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു. അത് ഹെവി മാസുള്ള 10 മീറ്റർ പെർ സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്നൊരു പാർട്ടിക്കിളിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹെവി മാസിൻ്റെ സ്പീഡ് 10, ലൈറ്റ് ഒബ്ജക്റ്റിൻ്റെ മാസ് m1 ആണ്, അതിൻ്റെ വെലോസിറ്റി 12 ആണ്. ഇത് 1 ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളിഷൻ ആണെന്നുണ്ടെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റൈറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വളരെ ലൈറ്റ് മാസുള്ള പാർട്ടിക്കിൾ വന്ന് ഈ ഹെവി മാസിലേക്ക് ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ഈ ഹെവി മാസുള്ള ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിക്ക് ഒരു വ്യത്യാസവും വരുത്തില്ല. ഓക്കെ, അപ്പോൾ V2 എന്ന് പറയുന്നത് അപ്പോഴും 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. പക്ഷേ V1ന് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇലാസ്റ്റിക് കൊളിഷൻ്റെ പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് അപ്രോച്ചും വെലോസിറ്റി ഓഫ് സെപ്പറേഷനും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ V2 മൈനസ് V1 is equal to U1 മൈനസ് U2. ഓക്കെ, അപ്പോൾ V2ൻ്റെ വാല്യൂന് ഒരു വ്യത്യാസവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ 10 മൈനസ് V1 is equal to U1 12 മൈനസ് U2 10. That is 10 minus V1 is equal to 2. Therefore, V1 is equal to 8. Okay. അപ്പോൾ സെക്കൻഡ് പാർട്ടിക്കിൾ അതേ വെലോസിറ്റിയിൽ തന്നെ മൂവ് ചെയ്യും കൊളീഷന് ശേഷവും. ഫസ്റ്റ് പാർട്ടിക്കിളുടെ വെലോസിറ്റി 8 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുള്ള ഓപ്ഷൻ മൂവ്സ് അറ്റ് 8 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ഇറ്റ്സ് ഒറിജിനൽ direction. Okay, therefore question number 44 answer option 2 ആണ്. മൂവ്സ് അറ്റ് 8 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ഒറിജിനൽ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്പർ 44ൽ ഒറിജിനൽ ഡയറക്ഷൻ എടുക്കാൻ കാരണം ഇവിടെ ഓപ്ഷൻ 2ലും 3ലും 8 ആണ് തന്നിരിക്കുന്നത്. 2ൽ ഒറിജിനൽ ഡയറക്ഷൻ, 3ൽ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒറിജിനൽ ഡയറക്ഷൻ എടുക്കാൻ കാരണം V1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് +8 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ U1 വന്ന അതേ ഡയറക്ഷൻ തന്നെയാണ് V1. സപ്പോസ് നമുക്ക് നെഗറ്റീവ് കിട്ടിയായിരുന്നു എങ്കിൽ നമ്മൾ പറയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് വന്നതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ 2 സെലക്ട് ചെയ്തത്. ക്വസ്റ്റ്യൻ നമ്പർ 45ൽ തന്നിരിക്കുന്നത് എ സ്മോൾ സ്പിയർ ഓഫ് മാസ് M ഈസ് ഡ്രോപ്ഡ് ഫ്രം ഗ്രേറ്റ് ഹൈറ്റ്. ഒരു സ്പിയർ നമ്മൾ വളരെ ലാർജ് ഹൈറ്റിൽ നിന്നും ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, അതിനി താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ. ആഫ്റ്റർ ഇറ്റ്സ് ഹാസ് ഫാളൺ 100 മീറ്റർ. ഇതൊരു 100 മീറ്റർ ഫോൾ ചെയ്തു. ഇറ്റ് ഹാസ് അറ്റൈൻഡ് എ ടെർമിനൽ വെലോസിറ്റി ആൻഡ് കണ്ടിന്യൂസ് ടു ഫോൾ അറ്റ് ദാറ്റ് സ്പീഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ താഴേക്ക് മൂവ് ചെയ്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു വിസ്കസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. വിസ്കസ് ഫോഴ്സ് F is equal to 6 pi eta AV. അങ്ങനെ ഇത് ട്രാവൽ ചെയ്ത് ഒരു 100 മീറ്റർ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്തു. പിന്നീട് ആ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും അത് താഴേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ദ വർക്ക് ഡൺ ബൈ ദ എയർ ഫ്രിക്ഷൻ അഗെയിൻസ്റ്റ് ദ സ്പിയർ ഡ്യൂറിങ് ദ ഫസ്റ്റ് 100 മീറ്റർ ഓഫ് ഫോൾ ഈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റ് താഴേക്ക് വരുന്നതിനനുസരിച്ച് നമുക്കറിയാം വിസ്കസ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ആണ്. അങ്ങനെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വന്നിട്ടാണ് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ അതിനൊരു മാക്സിമം കോൺസ്റ്റന്റ് വെലോസിറ്റി അബ്റ്റെയിൻ ചെയ്യും. അതാണ് നമ്മൾ ഈ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുക. അപ്പോൾ ആദ്യത്തെ 100 മീറ്റർ വെലോസിറ്റി കൂടി വന്നിട്ട് മാക്സിമം ആയി. പിന്നെ ആ മാക്സിമം വെലോസിറ്റിയിലാണ് താഴോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പം ഈ റീജിയനിലുള്ള വിസ്കസ് ഫോഴ്സും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിസ്കസ് ഫോഴ്സ് ഗ്രേറ്റർ ആയിട്ട് വരുന്നത് ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്തതിന് ശേഷമുള്ള സ്ഥലത്തായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിരിക്കും ഫോഴ്സ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് കൂടുതലാണ് ഇവിടെയുള്ള ഫോഴ്സിനേക്കാൾ. അപ്പോൾ വർക്ക് കൂടുതൽ ചെയ്തത് എവിടെയായിരിക്കും? ഈ പോർഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ദ വർക്ക് ഡൺ എയർ ഫ്രിക്ഷൻ അഗെയിൻസ്റ്റ് ദ സ്പിയർ ഡ്യൂറിങ് ദ ഫസ്റ്റ് 100 മീറ്റർ ഓഫ് ഫോൾ ഈസ് ലെസ് ദാൻ നെക്സ്റ്റ് 100 മീറ്റർ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 100 മീറ്ററിൽ ഈ എയർ ഫ്രിക്ഷൻ ഇവിടെ കൊടുത്ത വിസ്കസ് ഫോഴ്സിനേക്കാൾ കൂടുതലായിരിക്കും നെക്സ്റ്റ് 100 മീറ്റർ താഴേക്ക് വരുമ്പോൾ. കാരണം അത് ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്തതിന് ശേഷമുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ 100 മീറ്ററിലായിരിക്കും കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടാകുക. therefore ആൻസർ ഓപ്ഷൻ 2. Next, question number 46. The radioactivity of a given sample of whiskey due to tritium, the half-life is 12.3 years, was found to be only 3% of that measured in a recently purchased bottle marked 7 years old. The sample must have been prepared about. Okay. അപ്പം radioactivity of a sample of whiskey due to tritium അതിൻ്റെ ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്
50 ഹാഫ് എന്ന് പറയുന്നത് 12.3 ആണ്. ഓക്കെ, was found to only be 3% of measured in recently purchased. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇനിഷ്യലി ഉള്ള എമൗണ്ട് ഓക്കെ ഞാൻ 100 ആണെന്ന് എടുക്കുന്നു. ഇപ്പം ഉള്ള എമൗണ്ട് ഓക്കെ അപ്പോൾ 3% ആയിട്ട് കുറഞ്ഞു. ഓക്കെ, was found to be only 3% of measured in recently purchased. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം M0/M എന്ന് പറയുന്നത് 100/3 എന്ന് എടുക്കാം, കാരണം 3% നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ M0/M എന്ന് പറയുന്നത് 2n ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ n എന്ന് പറയുന്നത് ഇതിനകത്ത് എത്ര ഹാഫ് ലൈഫ് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 100/3 = 2n. 100/3 എന്ന് പറയുന്നത് 33.33 which is equal to 2n. അപ്പോൾ n എന്ന് പറയുന്നത് നിയർലി ഈക്വൽ ടു നമുക്ക് 5 എന്ന് കിട്ടും. ഓക്കെ, എന്നിൻ്റെ വാല്യൂ നിയർലി ഈക്വൽ ടു 5. അപ്പോൾ ഇതിനകത്ത് എത്ര ഹാഫ് ലൈഫ് ഉണ്ട്? 5 ഹാഫ് ലൈഫ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹാഫ് ലൈഫ് പീരീഡ് 12.3 ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ടൈം നമുക്ക് എങ്ങനെ എടുക്കാം? T = 12.3 × 5, okay, which is nearly equal to 62. Okay, അപ്പോൾ ഈ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്ത ആ വിസ്കിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് 7 years ഓൾഡ് ആണെന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നെങ്കിൽ ടോട്ടൽ ടൈം നമുക്ക് എങ്ങനെ എടുക്കാം? ടോട്ടൽ ടൈം ഈക്വൽ ടു 62 + 7. ഓക്കെ, അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 69. അപ്പോൾ അതിനകത്ത് നിയർലി ഇതിന് അടുത്ത് വരുന്ന ആൻസർ എന്ന് പറയുന്നത് 70 years ബാക്ക്. ഓക്കെ, therefore answer option 4. Question number 47. The main cause of Zener breakdown is. Zener breakdown കാരണം എന്ന് പറയുന്നത് the high electric field due to heavy doping ആണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ 1. ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, Zener breakdown കാരണം ജംഗ്ഷനിലുള്ള ഹെവി ഇലക്ട്രിക് ഫീൽഡ് ആണ്, അത് ഹൈ ഡോപ്പിംഗ് മൂലം ഉണ്ടായതാണ്. ആൻസർ ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 48. A parallel monochromatic beam of light is incident normally on a narrow slit. A diffraction pattern is found on a screen placed perpendicular to the direction of incident beam. For first minimum of the diffraction pattern, the phase difference between the rays coming. Okay, അപ്പോൾ ഡിഫ്രാക്ഷൻ ഉണ്ടാകുമ്പോൾ അവിടുത്തെ പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ d sin θ = n lambda ആണ്. ഓക്കെ, d sin θ = n lambda ഫോർ മിനിമം. ഫസ്റ്റ് മിനിമം ആകുമ്പോൾ എന്നിൻ്റെ വാല്യൂ 1 ആകും. ഓക്കെ, അപ്പോൾ d sin θ = lambda. ഓക്കെ, അപ്പോൾ ഈ d sin θ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ പാത്ത് ഡിഫറൻസ് ആണ്. ഓക്കെ, ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ Δ∅ ഫേസ് ഡിഫറൻസ് = 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ് ആണ്. ദറ്റ് ഈസ് 2π/λ ഇൻറ്റു Δx വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു ലാംഡയാണ്. അപ്പോൾ ലാംഡയും പോയിട്ട് ബാക്കി 2π എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 49. ഔട്ട്പുട്ട് ഓഫ് ദ കോമ്പിനേഷൻ ഓഫ് ദിസ് ലോജിക് ഗേറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഓർ ഗേറ്റ് ആണ്. അപ്പോൾ ഈ ഓർ ഗേറ്റിലേക്ക് എയും ബിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് A or B ആയിരിക്കും. ഈ A or Bയും എയും ഒരു ആൻഡ് ഗേറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഓക്കെ ഫൈനൽ ഔട്ട്പുട്ട് Y = A ആൻഡ് A or B ആയിരിക്കും. A ആൻഡ് A or B എന്ന് പറഞ്ഞാൽ ആൾവേസ് = A ആയിരിക്കും. A ആൻഡ് A or B ആൾവേസ് = A. ഓക്കെ, ഇത് വേണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ കിട്ടും. A, B, then A or B. ഫൈനൽ ഔട്ട്പുട്ട് Y = A ആൻഡ് A or B.
0 0 0 1 1 0 1 1. Okay. A or B 0 or 0 0 1 1 1. ഇനി എയും എ ഓർ ബിയും കൂടെ ആൻഡ് 0 ആൻഡ് 0 0 0 ആൻഡ് 1 0 1 ആൻഡ് 1 1 1 ആൻഡ് 1 1. അപ്പോൾ നമ്മൾ ഇൻപുട്ടിൽ കൊടുത്തത് എ എന്താണോ അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിലും കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എ ആൻഡ് എ ഓർ ബി എന്ന് പറയുന്നത് എ ആയിരിക്കും. Therefore answer option 1. Next question number 50. A disk of moment of inertia I is equal to 40 kilogram meter square acquires angular velocity omega is equal to 20 radians per second in time 0.4 second. Okay, starting from rest. Okay, അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഫൈനൽ ആംഗുലാർ വെലോസിറ്റി, അപ്പോൾ ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റി 0 ആണ്. ദെൻ അങ്ങനെയെങ്കിൽ നമുക്കിവിടെ ടോർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ വി നോ ദറ്റ് ആൽഫ ഇസ് ഈക്വൽ ടു ω2 മൈനസ് ω1 ബൈ ടി. ദറ്റ് ഈസ് ω2 20 ആണ്. 20 ഡിവൈഡഡ് ബൈ 0.4 ദറ്റ് ഈസ് 200 divided by 4. Okay, 50 എന്ന് കിട്ടും. Therefore I 40 into 50 2000 എന്ന് ആൻസർ കിട്ടും. ആൻസർ ഓപ്ഷൻ 3. ഓപ്ഷൻ 3 is the right answer for this question. അപ്പോൾ ഇത്രയുമാണ് നമുക്കുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. ഇത്രയും കാര്യങ്ങളും നന്നായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാച്ചുറലി ഒക്കറിംഗ് ബ്രോമിൻ കൺസിസ്റ്റ് ഓഫ് 2 ഐസോട്ടോപ്പ്. 2 ഐസോട്ടോപ്പുകളാണുള്ളത്. അതിൻ്റെ അകത്ത് 79 ഐസോട്ടോപ്പിൻ്റെ ആറ്റോമിക് മാസ് 79 ആണ് ബ്രോമിൻ. അതിന് പെർസെൻറ്റേജ് 51 ആണ്. 81 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 81 ആണ് ആറ്റോമിക് മാസ്. അത് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 49 ആണുള്ളത്. അപ്പോൾ ഏകദേശം മിഡിലാണ് വരുന്നത്. അതിൻ്റെ അകത്ത് ചെറിയ പെർസെൻറ്റേജ് കൂടുതലുള്ളത് 79 ആണ്. അപ്പോൾ 79നോട് ചേർന്നിട്ടുള്ള ആൻസർ ആയിരിക്കും. 79നോട് ചേർന്നിട്ടുള്ള, അതായത് ഇത് കറക്റ്റ് 50-50 ആയിരുന്നെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ആവറേജ് വരുമായിരുന്നു. 79ഉം 80ഉം കറക്റ്റ് എത്ര വരുമായിരുന്നു? 80 വരുമായിരുന്നു. അപ്പോൾ പിന്നെ എന്തായിരിക്കും? 80യോട് എന്തായിരിക്കും? ഇത് 81 ആണുള്ളത്. അപ്പോൾ അതിനോട് അടുത്തുള്ള ആൻസർ ഇത് 50-50 ആയിരുന്നെങ്കിൽ കറക്റ്റ് നടുക്ക് വരുമായിരുന്നു, 80 വരുമായിരുന്നു. 80യോട് അടുത്തുള്ള ആൻസർ 81 ആണ്, 79 ആണ്, 80.96 ആണ്. അപ്പോൾ 81 ആണ്. അപ്പോൾ 80യോട് അടുത്തുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ 1. അല്ലാതെ ചെയ്ത് നോക്കുകയൊന്നും വേണ്ട, കാരണം ഇത് ഏകദേശം 50-50% ആണ്. അപ്പോൾ കറക്റ്റ് ഏകദേശം ഇതിൻ്റെ നടുക്കാണ് വരിക. നടുക്കുള്ള ആൻസർ ഏതാണെന്ന് നോക്കിയാൽ മതി, നേരെ ആൻസറിലേക്ക് എത്തും. അപ്പോൾ 79 ആണ് ചെറിയ പെർസെൻറ്റേജ് കൂടുതൽ. അപ്പോൾ പെർസെൻറ്റേജ് കൂടുതലുള്ളതിനോട് അടുത്തുള്ളതായിരിക്കും ഏറ്റവും നല്ല ആൻസർ. 79നോട് അടുത്തുള്ളത് 81നോട് മിഡിലുള്ളത്, 79നും 8നും മിഡിലുള്ളത്. അങ്ങനെയുള്ള ആൻസർ നോക്കിയാൽ ഒരേ ഒരു ആൻസർ ഉള്ളൂ. ഏതാണ്? ഇറ്റ് ഈസ് 79.98 എന്ന് പറയുന്നത്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, അപ്പോൾ കിട്ടിക്കോളും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രീ റാഡിക്കൽ ഈസ് മോർ സ്റ്റേബിൾ? ഫ്രീ റാഡിക്കലിൻ്റെ സ്റ്റെബിലിറ്റി പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഇറ്റ് ഈസ് ടേർഷറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. കാറ്റയോണിൻ്റെ കേസിലും ഫ്രീ റാഡിക്കലിൻ്റെ കേസിലും ജനറലി പറയാവുന്ന ഇതാണ്. ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഇത് ടേർഷറി ആണ്, സെക്കൻഡറി ആണ്, ഇത് പ്രൈമറി ആണ്, ഇത് അലൈലിക്കാണ്. അപ്പോൾ ഉറപ്പായിട്ടും സ്റ്റെബിലിറ്റി കൂടുതലുള്ള ടേർഷറി ആണ്. നേരെ ആൻസറിലേക്ക് എത്തും. അടുത്ത, ദ റേഡിയസ് ഓഫ് ഫസ്റ്റ് ബോർ ഓർബിറ്റൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് 0.529. ദ റേഡിയസ് ഓഫ് ദ തേർഡ് ഓർബിറ്റ് ഓഫ് ഹീലിയം ഷുഡ് ബി. നേരെ ഇക്വേഷൻ എഴുതുക, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് നേരെ ആൻസറിലേക്ക് എത്താൻ പറ്റും. എത്ര കിട്ടുക? നമുക്ക് ചെയ്തു നോക്കാം. Rn is equal to R1 into n square by Z. ആണ് ഇക്വേഷൻ. നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ Rn is equal to R1 into n square divided by Z. R1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.529
into n square. n എന്ന് പറഞ്ഞാൽ 3 ആണ്, 3യുടെ സ്ക്വയർ ഡിവൈഡ് ബൈ അറ്റോമിക് നമ്പർ ഓഫ് ഹീലിയം 2 ആണ്. അപ്പോൾ എത്ര കിട്ടുക? 0.529 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 2. ഏകദേശം ഒരു 4 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. 9/2 എന്ന് പറഞ്ഞാൽ 4.5 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 വെച്ച് നോക്കുക. 4 ആണെങ്കിൽ എത്രയ്ക്കാം? 0.5 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ ഏകദേശം 2 പോയിന്റ് സംതിങ് വരും. 2 പോയിന്റ് സംതിങ് ഒരു ആൻസർ ഉള്ളൂ, 2.38. നേരെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ദ UPC നെയിം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്. ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ട് UPC നെയിം എന്താണെന്ന് ചോദിച്ചിരിക്കണേ. ഇതിൽ പ്രയോറിറ്റി ഏറ്റവും കൂടിയത് CHO ഗ്രൂപ്പിനാണ്. കാർബൺ കണ്ടെയ്നിങ് ആണ്. 1, 2, 3, 4. ഈ സമയത്ത് ഇതിൻ്റെ പേര് ഹൈഡ്രോക്സി എന്നാണ്. ഹൈഡ്രോക്സി ഗ്രൂപ്പാണ്. ഇത് മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ 4 ഹൈഡ്രോക്സി 3 മീഥൈൽ ബെൻസാൽഡിഹൈഡ് അല്ലെങ്കിൽ ബെൻസീൻ കാർബാൾഡിഹൈഡ്. ബെൻസാൽഡിഹൈഡ് ആണ് മോസ്റ്റ് പ്രിഫേർഡ് നെയിം. ബെൻസാൽഡിഹൈഡ് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ആൻസർ. Which of the following diagrams are correctly related to the electron affinity of halogen? Electron affinity of halogen ആയിട്ട് ബന്ധപ്പെട്ട് എന്തായിരിക്കും കറക്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലൂറിൽ നിന്ന് ക്ലോറിനിലേക്ക് ചെല്ലുന്തോറും ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് കറക്റ്റ് പറഞ്ഞാൽ പോലും ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയുടെ കാര്യമാണ് നമ്മൾ പറയുക. ഇലക്ട്രോൺ അഫിനിറ്റി, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി തന്നെയാണ്. ഏകദേശം അപ്രോക്സിമേറ്റ്ലി സെയിം ആണ്. സൈൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു RTയുടെ 5/2 RTയുടെ വ്യത്യാസമുണ്ട്. എന്നാൽ പോലും രണ്ട് ട്രെൻഡ് ഏകദേശം ഒരേപോലെ തന്നെയായിരിക്കും. ഫ്ലൂറിൽ നിന്ന് ക്ലോറിനിലേക്ക് ചെല്ലുന്തോറും കൂടുകയാണ് ചെയ്യുക. കാരണം ഫ്ലൂറിൻ്റെ 2p ഓർബിറ്റിലേക്കാണ് ഇലക്ട്രോൺ വന്നത്. വളരെ ചെറുതാണ്. അതുകൊണ്ട് 3p കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും എന്ത് ചെയ്യും? റിപ്പൾഷൻ കുറവാണ് ക്ലോറിനിൽ, റിപ്പൾഷൻ കൂടുതലാണ് ഫ്ലൂറിനിൽ. അതുകൊണ്ട് ഇവിടെ കൂടുക ചെയ്യുക. പിന്നീട് താഴേക്ക് കുറഞ്ഞു തന്നെ വരിക. പിന്നെ അയഡിനിൽ നിന്ന് ഫ്ലൂറിനിലേക്ക് എത്തുമ്പോൾ ഉറപ്പായിട്ടും ഇൻക്രീസ് ചെയ്യുക. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. വെറുതെ വായിച്ച് നോക്കിയാൽ കിട്ടുന്ന ആൻസറാണ്, തെറ്റിക്കരുത്. ഇനി ആദ്യത്തേത് എന്തായിരിക്കാം? ഫീനോളിന് കുറേ റിയാക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ NaOH, ഹൈ പ്രഷർ, CO2. ഏത് റിയാക്ഷനാണ്? കോബ്സ് റിയാക്ഷനാണ്. കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കാം? സാലിസിലിക് ആസിഡ് ആയിരിക്കും. ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് കോബ്സ് റിയാക്ഷനാണ്. സാലിസിലിക് ആസിഡാണ് കിട്ടുക. ഇനി അടുത്ത ക്ലോറോഫോമും NaOHും റീമർ റിയാക്ഷനാണ് കിട്ടുന്നത്. സാലിസൽ ആൽഡിഹൈഡാണ് കിട്ടുക. ഇവിടെ ആസിഡാണ് കിട്ടുക. ഇവിടെ കിട്ടുന്ന ആൽഡിഹൈഡാണ് കിട്ടുക. ഇനി Na2Cr2O7 ആൻഡ് H2SO4 ഡൈക്രോമേറ്റ് അസിഡിക് മീഡിയത്തിലാകുമ്പോൾ ഓക്സിഡേഷൻ ആണ് നടക്കുക. പാരാബെൻസോക്വിനോണാണ് കിട്ടുക. അങ്ങനെയുള്ള ആൻസർ ഏതാ നോക്കുക? സാലിസിലിക് ആസിഡ്, സാലിസൽ ആൽഡിഹൈഡ്, പാരാബെൻസോക്വിനോൺ. ഓപ്ഷൻ 1 ആണ്. അടുത്ത സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ. ആൽക്കോൾ മീഡിയത്തിലായിരുന്നെങ്കിൽ അതിന് ബിർച്ച് റിഡക്ഷൻ എന്നും കൂടി പറയാമായിരുന്നു. എന്നാൽ പോലും സോഡിയം ലിക്വിഡ് അമോണിയ എപ്പോഴും എന്ത് പ്രൊഡക്റ്റിനെതിരെ? ട്രാൻസ് പ്രൊഡക്റ്റിനെയാണ്. ഇത് റിഡക്ഷൻ ആണ് നടത്തുന്നത്. കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ് പ്രൊഡക്റ്റ് ആണ്. ട്രാൻസ് ടു ബ്യൂട്ടീൻ ഈസ് എ കറക്റ്റ് ആൻസർ. കാരണം ബ്യൂട്ടൈനെ റിഡ്യൂസ് ചെയ്തേനാ. അതിന് പകരം ലിൻഡാർ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ സിസ് പ്രൊഡക്റ്റ് കിട്ടും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് ചെയ്യാൻ പറ്റും. among the following aromatic compound is തന്നിരിക്കുന്നതിൽ aromatic compound ഇത് ഫോറൻ ആണുള്ളത്. ഇതും ലോൺ പെയർ കോഞ്ചുഗേഷനിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് അരോമാറ്റിക് ആവുള്ളൂ. കോഞ്ചുഗേഷൻ വന്നു കഴിഞ്ഞാൽ ഫോറൻ ആണ്, ആൻറ്റി അരോമാറ്റിക് ആണ്. ഇതും ഫോറൻ ആണ്, ആൻറ്റി അരോമാറ്റിക് ആണ്. ഇതാണ് ഫോറൻ +2. N=0 ആണ് വരിക. എന്നാൽ പോലും ഫോറൻ +2 വരും. ഇറ്റ് ഈസ് അരോമാറ്റിക് എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഇൻ അക്വസ് സൊല്യൂഷൻ കനോട്ട് ബി ബഫർ ആവാൻ പറ്റാത്ത ആരാണ്? ഇതൊരു വീക്ക് ആസിഡ് ആണ്, അതിൻ്റെ സോൾട്ട് ആണ്. അപ്പോൾ അത് ബഫറാണ്. ഇത് സ്ട്രോങ് ആസിഡ് ആണ്, അതിൻ്റെ സോൾട്ട് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് എന്തല്ല? ബഫർ അല്ല. ഇത് വീക്ക് ബേസ് ആണ്, അതിൻ്റെ സോൾട്ട് ആണ്. വീക്ക് ആസിഡ് ആണ്, അതിൻ്റെ സോൾട്ട് ആണ്. അപ്പോൾ ബഫർ അല്ലാത്തത് ഓപ്ഷൻ 2 ആണ്. കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ അറ്റ് വിച്ച് റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് ഓഫ് SO2 മോളിക്യൂൾ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഓക്സിജൻ. റൂട്ട് മീൻ സ്ക്വയർ RMS വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3RT/m ആണ്. √3RT/m ആണ്. Calculate the temperature at which RMS velocity of SO2 become equal to that of oxygen. അപ്പോൾ എന്തായിരിക്കും? √T/m is equal to √T/m ആണ്. T1m1/T2m2 ആണ്. കാരണം 3R കോമൺ ആണ്. അപ്പോൾ RMS വെലോസിറ്റി സെയിം ആകുമ്പോൾ √3RT/m ആർ ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √T1/m1 ഈസ് ഈക്വൽ ടു √T2/m2. അത് RMS ആണെങ്കിലും അവറേജ് ആണെങ്കിലും മോസ്റ്റ് പ്രോബബിൾ ആണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 300 കെൽവിൻ ആണ്. രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. കാരണം ചെയ്യാൻ എളുപ്പത്തിന് രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്താൽ മതി, ക്യാൻസൽ ആയിക്കോളും. 300 ഡിവൈഡ് ബൈ എത്ര വരിക? ഓക്സിജൻ്റെ സെയിം ആസ് ദാറ്റ് ഓഫ് ഓക്സിജൻ അറ്റ് 27 ഡിഗ്രീസ്. ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് 32 ആണ്. SO2ൻ്റെ എത്രയാണ്? 64 ആണ്.
സൾഫറിന് 32 2 ഓക്സിജന് 34. അപ്പോൾ എത്രയാണ് വരിക എന്ന് ഉറപ്പായിട്ട് എത്രയ്ക്കും വരിക 600 വരിക. കാരണം ഇരട്ടി വന്നേക്കണേ ഇവിടെ ഇരട്ടി വരും. സോ 600 കെൽവിൻ നിന്ന് ഡയറക്ട്ലി ആൻസറിലേക്ക് എത്തും. കെൽവിനിലാണ് ചോദിച്ചേക്കണേ, അതുകൊണ്ടാണ് 600 ആൻസർ വന്നത്. MnO4 ഇൻ അസിഡിക് മീഡിയം റെഡ്യൂസസ് Mn7+ അസിഡിക് മീഡിയത്തിൽ എന്തായിട്ട് മാറുക Mn2+ ആയിട്ടാണ് മാറുക. Mn2+ ആയിട്ടാണ് മാറുക. നേരെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ സ്ലൈറ്റ്ലി ആൽക്കലൈൻ അല്ലെങ്കിൽ ന്യൂട്രൽ മീഡിയത്തിൽ MnO2 ആയിട്ടാണ് മാറുക. ഇനി സ്ട്രോങ്ലി ബേസിക് മീഡിയത്തിലാണ് MnO4 2- ആയിട്ട് മാറുക. ഇതിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് ആണ് Mn7+. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 2. Which of the following equations are correctly represent the first law of thermodynamics for the given process? Cyclic processന് നമുക്കറിയാം ഫസ്റ്റ് ലോ എന്താണ്? ഡെൽറ്റ യു ഈക്വൽ ടു Q + W ആണ്. സൈക്ലിക് പ്രോസസ്സിന് എന്തായിരിക്കും? ഡെൽറ്റ യു ഈക്വൽ ടു 0. സൈക്ലിക് പ്രോസസ്സിന് ഡെൽറ്റ യു, കാരണം എനി സ്റ്റേറ്റ് ഫംഗ്ഷൻ ഈക്വൽ ടു 0. ഡെൽറ്റ യു ഈക്വൽ ടു 0. ഡെൽറ്റ യു 0 ആകുമ്പോൾ Q ഈക്വൽ ടു -W ആണ്. മൈനസ് മിസ്സിംഗ് ആണ്, അപ്പോൾ തെറ്റിപ്പോയി. ഐസോതെർമൽ പ്രോസസ്സിനും ഡെൽറ്റ യു ഈക്വൽ ടു 0 ആണ്. ഡെൽറ്റ യു ഈക്വൽ ടു 0 ആകുമ്പോൾ Q ഈക്വൽ ടു -W ആണ് വരിക. അഡയബാറ്റിക് പ്രോസസ്സിന് Q ഈക്വൽ ടു 0 ആണ്. Q ഈക്വൽ ടു 0 ആണ്, അപ്പോൾ ഡെൽറ്റ യു ഈക്വൽ ടു W ആണ് വരിക. എക്സ്പാൻഷൻ ഓഫ് ടു വാക്വം, എക്സ്പാൻഷൻ ടു വാക്വം ആകുമ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0 ആണ്, അപ്പോൾ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q ആണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ 4 ആണ്. An aqueous solution of HCO, C6H5NH3Cl and NaCl respectively. ഇത് സ്ട്രോങ് ബേസ് ആണ്, വീക്ക് ആസിഡ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും സ്ട്രോങ്ങിൻ്റെ ക്യാരക്ടറാണ് ബേസിക് ആയിരിക്കും, ആദ്യത്തെ ബേസിക്. ഇത് അനിലീനും HCl ആണ്. സ്ട്രോങ് ആസിഡ് ആണ്, വീക്ക് ബേസ് ആണ്, ഉറപ്പായിട്ടും അസിഡിക് ആയിരിക്കും. സ്ട്രോങ് വീക്ക് കോമ്പിനേഷനിൽ എപ്പോഴും സ്ട്രോങ്ങിൻ്റെ ക്യാരക്ടർ ആയിരിക്കും. സ്ട്രോങ് ബേസ് ആണ്, വീക്ക് ആസിഡ് ആണ്, ഉറപ്പായിട്ടും എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. സോ ബേസിക് അസിഡിക് ബേസിക് ഈസ് എ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് പെയർസ് ഓഫ് ഇലക്ട്രോൺ ഇൻ O2 മോളിക്യൂൾ അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് പെയ്ഡ് ഇലക്ട്രോൺസ് ഇൻ O2 മോളിക്യൂൾ അക്കോർഡിംഗ് ടു MOT. MOT അനുസരിച്ച് എത്ര പെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന്. സിമ്പിളാണ്, നമുക്കറിയാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കി കഴിയുമ്പോൾ അവസാനത്തെ 2 ഇലക്ട്രോൺ മാത്രമാണ്. മൊത്തം എത്ര ഇലക്ട്രോൺ ഉണ്ട്? 16 ഇലക്ട്രോൺസ് ഉണ്ട്. 16 ഇലക്ട്രോൺസ് ഉണ്ട്. 2 മാത്രമാണ് എന്തായിരിക്കും നിൽക്കുക? അൺപെയ്ഡ് ആയിട്ടിരിക്കുക. ഏതിലൊക്കെയാണ്? π*2p(x)ലും π*2py)ലും എന്തായിരിക്കാം? ഓരോ ഇലക്ട്രോൺ ഉണ്ടാവും, അൺപെയ്ഡ് ആയിട്ടിരിക്കും. ബാക്കിയെല്ലാം പെയ്ഡാണ്. മൊത്തം 16 2 അൺപെയ്ഡാണ്, ബാക്കിയെല്ലാം പെയ്ഡാണ്. എത്ര ആയിരിക്കും നമ്പർ ഓഫ് പെയ്ഡ് ഇലക്ട്രോൺസ്? ഇറ്റ് ഈസ് 14. അൺപെയ്ഡ് ഇലക്ട്രോൺസ് 2 ഉള്ളത് π*ൽ മാത്രം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അത് ഓർത്ത് വയ്ക്കുക. മാച്ച് ദ ഫോളോയിങ്, ഓരോ കോമ്പൗണ്ടുകൾ. ഇത് 14th ഗ്രൂപ്പിൻ്റെയാണ്. SiH4, NH3 ഉണ്ട്. എന്തായിരിക്കാം? B2H6 ഹൈഡ്രൈഡുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഹൈഡ്രൈഡുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് 1 ഇലക്ട്രോൺ പ്രിസൈസ് ആണ്. 14th ഗ്രൂപ്പിൻ്റെ ഹൈഡ്രൈഡ് ആണ്, അപ്പോൾ പ്രിസൈസ് ആണ്. ഇത് 15th ഗ്രൂപ്പിൻ്റെയാണ്, ലോൺ പെയർ ഉണ്ട്, അതുകൊണ്ട് ഉറപ്പായിട്ടും ഇലക്ട്രോൺ റിച്ച് ആണ്. അപ്പോൾ 1 3 2 1. B2H6 ഡൈബറൈൻ, ഡൈബറൈൻ്റെ കാര്യമല്ല നമ്മൾ പറഞ്ഞത്. BH3 നോക്കുകയാണെങ്കിൽ അത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ പെയർ ചെയ്ത് അങ്ങനെയായി മാറിയത്. അപ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് കുറച്ചുകൂടെ കറക്റ്റ്. ശരിക്കും B2H6 എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, BH3 ആണ് ശരിക്കും ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ്. ആ കാറ്റഗറി 13th ഗ്രൂപ്പിൻ്റെ കാറ്റഗറി നമുക്ക് നോക്കിയാൽ മതി. അടുത്ത മെറ്റാലിക് ഹൈഡ്രൈഡ്. സോ കറക്റ്റ് ആൻസർ ഈസ് എന്തായിരിക്കാം? A3B1 A3B1 C2D4. അടുത്ത ക്വസ്റ്റ്യൻ, സോഡിയം കാർബണേറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ. സിമ്പിളാണ്, സോൾവേ പ്രോസസ്സാണ്, നേരെ അറിയാവുന്ന കാര്യമുള്ളൂ. നമുക്ക് സോഡിയം കാർബണേറ്റ് പ്രിപ്പയർ ചെയ്യാൻ സോഡിയം ബൈകാർബണേറ്റും അതിൻ്റെ ഇടയ്ക്കാണ്, സോൾവേ പ്രോസസ്സിലൂടെയാണ് ഇടയ്ക്കാണ് ഉണ്ടാകുക. ദെൻ ഓരോരുത്തരെയും കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. 2 കാര്യങ്ങളാണ്, 2 കോളമാണ് കൊടുത്തേക്കുന്നത്. Al2O3, AlCl3, ബോറോൺ, Bu2O3. ഇവരുടെ എല്ലാം നേച്ചറാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് Al2O3 ഏതാണ് മാച്ചിങ് നോക്കാം. Al2O3 എന്ന് പറയുന്നത് ആംഫോട്ടറിക് ആണ്. Al2O3 തന്നിരിക്കുന്നതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ വേണം തിരഞ്ഞെടുക്കാൻ. Al2O3 എന്ന് പറഞ്ഞാൽ ആംഫോട്ടറിക് ആണ്. B1 ആണ്, ഇറ്റ് ഈസ് ഡൈമർ ആണ്. Cl3 Al2Cl6 ആയിട്ടാണ് നിൽക്കുക. Al2Cl6 ആയിട്ടായിരിക്കും നിൽക്കുക. അടുത്ത B എന്ന് പറഞ്ഞത്, B ഉറപ്പായിട്ട് എന്തായിരിക്കും? ഇറ്റ് ഈസ് എ നോൺ മെറ്റൽ. ബോറോൺ ഈസ് എ നോൺ മെറ്റൽ. B2O3 is acidic in nature. So therefore the answer is option 4.
chromatography technique of purification can be used for എന്തായിരിക്കാം കളേർഡ് കോമ്പൗണ്ട്സിന് യൂസ് ചെയ്യാം, ലിക്വിഡ്സിന് യൂസ് ചെയ്യാം, സോളിഡ്സിന് യൂസ് ചെയ്യാം. സോളിഡ്സിനെ ഡിസോൾവ് ചെയ്തിട്ട് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾവെന്റിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ക്രോമാറ്റോഗ്രാഫി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഓൾ ഓഫ് ദീസ് ഇസ് എ കറക്റ്റ് ആൻസർ. എമംഗ് ദ ഫോളോയിങ് ട്രൂ പ്രോപ്പർട്ടി ഓഫ് ഇതൊരു കാർബോകാറ്റയോൺ ആണ്, ടെർഷറി കാർബോകാറ്റയോൺ ആണ്. It is non-planar. Non-planar എന്ന് പറഞ്ഞാൽ തെറ്റാണ്. It is a planar molecule because it is carbon is C plus carbon is sp2 hybridized ആണ്, trigonal planar ആണ് ഷേപ്പ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. It is electrophile. It is electrophile can attack on C plus. ഇതൊരു ഇലക്ട്രോഫൈൽ ആണ്. Can attack on ഇതൊരു ഇലക്ട്രോഫൈൽ ആണ്. പക്ഷേ ഇലക്ട്രോഫൈൽ ക്യാൻ അറ്റാക്ക് ഓൺ സി പ്ലസ് ആണ് പറയുന്നത്. ഇലക്ട്രോഫൈലിന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, ന്യൂക്ലിയോഫൈലിനാണ് സി പ്ലസിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുക. ഡസ് നോട്ട് അണ്ടർഗോ ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളിസിസ് നടക്കില്ല, എന്ന് ഹൈഡ്രോളിസിസ് സുഖമായിട്ട് നടക്കും. OH മൈനസ് വാട്ടറിൽ നിന്നുള്ള OH മൈനസിനെ അത് എടുക്കുകയും ചെയ്യും. സോ അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ 2 ആണ്. Assertion B body level of water in a reservoir is less than 5 ppm. It is highly pollute. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ബി ഒ ഡി 5 ppm ആണെങ്കിൽ ഹൈലി പൊല്യൂട്ട് എന്ന് പറയുന്നത് തെറ്റാണ്. ദെൻ ഹൈ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് മീൻസ് ഹൈ ആക്ടിവിറ്റി ഓഫ് ബാക്ടീരിയ ഇൻ വാട്ടർ, അത് ശരിയാണ്. അപ്പോൾ എന്താണെങ്കിലും ആൻസർ ഈസ് അസർഷൻ ഈസ് ഫോൾസ് ആൻഡ് റീസൺ ഈസ് ട്രൂ എന്ന് പറയുന്നതാണ് ആൻസർ. വിച്ച് ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ കണ്ടെയ്ൻ മാക്സിമം നമ്പർ ഓഫ് ബ്രേവ് ലാറ്റിസസ്? ഏറ്റവും കൂടുതൽ ബ്രേവ് ലാറ്റിസസ് ഉള്ളത് 4 ഉള്ളത് ഓർത്തോറോംബിക്കലാണ്. 4 ഉള്ളത് എന്തായിരിക്കും? പ്രിമിറ്റീവ് അതൊക്കെയാണുള്ളത്. ഫേസ് സെൻറ്റേഡ്, ബോഡി സെൻറ്റേഡ്, എൻഡ് സെൻറ്റേഡ്, ഇങ്ങനെ 4 ഉള്ളത്. പിന്നെയുള്ളത് ക്യൂബിക്കിലാണ് 3 ഉള്ളത്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഓഫ് സൊല്യൂഷൻ ക്യാൻ ബി എക്സ്പെക്റ്റഡ് ടു ബി ഐസോട്ടോണിക് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ? ഐസോട്ടോണിക് ആണെങ്കിൽ pi1 ഈസ് ഈക്വൽ ടു pi2 ആയിരിക്കണം. I1 അറ്റ് സെയിം ടെമ്പറേച്ചർ ആകുമ്പോൾ പൈ ഈസ് ഈക്വൽ ടു എന്താണ്? ICRT ആണ്. RMTയും കോൺസ്റ്റന്റ് ആണ്. T സെയിം ടെമ്പറേച്ചർ ആണ്, RMTയും കോൺസ്റ്റന്റ് ആണ്. I1C1 ഈസ് ഈക്വൽ ടു I2C2 ആയിരിക്കണം. നമുക്ക് ആദ്യത്തെ യൂറിയ 0.1 into 1 ഈസ് ഈക്വൽ ടു 0.1 into 2 ഒരിക്കലും ഈക്വൽ ആവില്ല. 0.1 into 1 0.2 into 3 അതും ഒരിക്കലും ഈക്വൽ ആവില്ല. 0.1 into 2 0.1 into 3, കാരണം ഇതിൻ്റെ ഐ വാല്യൂ 3 ആണ്. ഓരോന്നിൻ്റെ ഐ വാല്യൂ ആണ് ഞാനീ പറഞ്ഞത്. 0.1 into 3 0.1 into 3. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇതിൻ്റെ ഐ വാല്യൂ, ഓരോന്നിൻ്റെ ഐ വാല്യൂ എത്രയാണ്? ഇതിൻ്റെ 1 1 2 3 2 3 3 എത്ര അയോൺസ് കിട്ടുന്നുള്ളത് നോക്കിയാൽ മതി. കോൺസെൻട്രേഷൻ എല്ലാം ഇവിടെ എല്ലാം സെയിം ആണ്, ഇവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മൾ നോക്കിയാൽ ഇതിൻ്റെ കോൺസെൻട്രേഷൻ സെയിം ആണ്, ഐ വാല്യൂം സെയിം ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4. സിമ്പിളായിട്ട് നോക്കിയാൽ കിട്ടുന്നുള്ളൂ. ഫ്രം ദ മോളാർ കണ്ടക്ടിവിറ്റീസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ കാൽക്കുലേറ്റ് ദ ലാംഡ എം. ലാംഡ എം കണ്ടുപിടിക്കണമെങ്കിൽ ലാംഡ എം ഓഫ് NH4OH. NH4OH കിട്ടണമെങ്കിൽ ലാംഡ എം ഓഫ് NH4OH ഈസ് ഈക്വൽ ടു ലാംഡ എം ഓഫ് NH4Cl 129.8 പ്ലസ് അമോണിയയുടെ കിട്ടി. ഇത് നമുക്ക് വേണ്ടത് എന്തായിരിക്കാം? ബേരിയം ഹൈഡ്രോക്സൈഡിൻ്റെ ആണ്. ബേരിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഒരു ബേരിയം ഹൈഡ്രോക്സൈഡിൽ നിന്ന് 2 OH-ൻ്റെ ആണ് കിട്ടുക. ലാംഡ എം തന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി എടുത്താൽ മതി. 457.6 ഡിവൈഡ് ബൈ 2 മൈനസ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്തായിരിക്കാം? നമുക്ക് ഒരു ക്ലോറിനും റിമൂവ് ചെയ്യണം, ഹാഫ് BA റിമൂവ് ചെയ്യണം. അപ്പോൾ 240.6 ഡിവൈഡ് ബൈ 2. ഇത് ഏകദേശം 120 വരും. ഇത് 120 ഏകദേശം ക്യാൻസൽ ആയി പോകും. അപ്രോക്സിമേറ്റ്ലി ഇത് ക്യാൻസൽ ആയി പോകും. ഇത് 120, ഇത് ഏകദേശം 120, ഏകദേശം 9 അടുത്ത് വരും. ഇത് ഏകദേശം 460/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 230 അടുത്തുള്ള ഒറ്റ ആൻസർ ഉള്ളൂ. 238.3. കാൽക്കുലേറ്റ് ചെയ്തൊന്നും വേണ്ട, അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ ഈസ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് സീറോ ഓർഡർ ഡയറക്ട്ലി നമ്മൾ കണ്ടുപിടിക്കണതാണ്. K0 ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ മൈനസ് പ്രസന്റ് കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ടൈം. ഇത് T ഹാഫിൻ്റെ ഇക്വേഷൻ ആണ്. സീറോ ഓർഡറിലെ T ഹാഫിൻ്റെ ഇക്വേഷൻ ആണ് ഇക്വേഷൻ എഴുതിയേക്കണേ. ഇതല്ല, ഓപ്ഷൻ 2 ആണ്. ബാക്കി രണ്ടും സംശയം വരാൻ വഴിയില്ല. അപ്പോൾ നേരെ ആൻസർ ഈസ് ഓപ്ഷൻ 2. മീസല് ഫോംസ് ഓൺലി എന്തായിരിക്കാം? എബോവ് CMC ആൻഡ് എബോവ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. നേരെ ആൻസറിലേക്കാണ് എത്തുക. ഓപ്ഷൻ 3. G0 വേഴ്സസ് ടെമ്പറേച്ചർ പ്ലോട്ട് ഇൻ എല്ലിംഗ്ഹാം ഡയഗ്രാം. സ്ലോപ്സ് ഡൗൺവേർഡ് ഫോർ ദ റിയാക്ഷൻ. സ്ലോപ്പ് ഡൗൺവേർഡ് ഉള്ളത് ഏതിനാണ്? ഡൗൺവേർഡ് ഉള്ളത് ഉറപ്പായിട്ട് എന്തായിരിക്കാം സാധാരണ സംഭവിക്കുന്നത്? ഒരു മെറ്റലും ഓക്സിജനും കൂടെ ചേർന്നിട്ട് മെറ്റൽ ഓക്സൈഡായിട്ട് മാറും.
ഉറപ്പായിട്ടും എന്തായിരിക്കും മെറ്റലും ഓക്സിജനും കൂടെ ചേർന്നിട്ട് മെറ്റൽ ഓക്സൈഡ് ആയിട്ട് മാറുക ചെയ്യുന്നത്. മെറ്റലും ഓക്സിജനും കൂടെ ചേർന്നിട്ട് മെറ്റൽ ഓക്സൈഡ് ആയിട്ട് മാറുക ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജന്റെ എണ്ണം ഇതും സോളിഡാണ്, ഇതും സോളിഡാണ്. ഞാൻ ബാലൻസും ചെയ്തിട്ടില്ല, വെറുതെ കാര്യം പറയുകയാണ്. അപ്പോൾ ഗ്യാസ് ആയിട്ടുള്ളത് ഉറപ്പായിട്ട് എന്തായിരിക്കും അയോൺസിന്റെ എണ്ണം ഗേഷ്യസ് പാർട്ടിക്കിളിന്റെ എണ്ണം കുറയുകയാണ് ചെയ്യുക. ഗേഷ്യസ് പാർട്ടിക്കിളിന്റെ എണ്ണം കുറയുക ചെയ്യുക. അതുകൊണ്ടാണ് അപ്വേർഡ് സാധാരണ പോണത്. ഗേഷ്യസ് പാർട്ടിക്കിളിന്റെ എണ്ണം കുറയുന്നത് കൊണ്ടാണ് അപ്വേർഡ് സ്ലോപ്പായിട്ട് കാണിക്കുക. ദെൻ അപ്പോൾ ഡൗൺവേർഡ് വരണമെങ്കിൽ ഗേഷ്യസ് പാർട്ടിക്കിളിന്റെ എണ്ണം കൂടുന്ന റിയാക്ഷൻ ആയിരിക്കണം. ഇവിടെ കാർബൺ സോളിഡ് ആണ്, ഓക്സിജൻ ഒരെണ്ണം ഉണ്ട്, എന്തായിരിക്കാം കാർബൺ മോണോക്സൈഡ് ഒരെണ്ണം ഉണ്ടാവുക വെച്ചതിന്. അപ്പോൾ പാർട്ടിക്കിളിന്റെ എണ്ണം ഓക്സിജന്റെ എണ്ണം ഹാഫാണ്, ഇവിടെ ഒരെണ്ണം ഉള്ളത്. അപ്പോൾ പാർട്ടിക്കിളിന്റെ എണ്ണം കൂടുക ചെയ്തേക്കണേ. ഉറപ്പായിട്ടും ഇതെന്തായിരിക്കാം, ഇറ്റ് ഈസ് ഡൗൺവേർഡ് ആയിരിക്കും. പാർട്ടിക്കിളിന്റെ എണ്ണം ഡെൽറ്റ എസിന്റെ വാല്യൂ നോക്കിയാൽ മതി. നമ്പർ ഓഫ് പാർട്ടിക്കിളിന്റെ ചേഞ്ചിന്റെ ഗേഷ്യസ് പാർട്ടിക്കിളിന്റെ എണ്ണത്തിന്റെ ചേഞ്ച് നോക്കിയാൽ മതി. എണ്ണം കുറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അപ്വേർഡ് ആയിരിക്കും. കുറയുകയാണെങ്കിൽ കാരണം സ്ലോപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഡെൽറ്റ ജി വേഴ്സസ് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ്. അപ്പോൾ ഇവിടുത്തെ എന്തായിരിക്കാം y ഈക്വൽ ടു എം എക്സ് പ്ലസ് എന്തായിരിക്കാം സി ആണ്. ഇതാണ് കാരണം. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് മനസ്സിലാവും. ഉറപ്പായിട്ട് എന്തായിരിക്കാം ഇറ്റ് ഈസ് എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ ആണ്, എം ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എസ് ആണ്. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ എണ്ണം കുറയുമ്പോൾ ഡെൽറ്റ എസ് കുറയുക ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും മൈനസ് ഡെൽറ്റ എസ് എടുക്കുമ്പോൾ പോസിറ്റീവായിട്ട് വരും. അപ്പോൾ ഉറപ്പായിട്ടും എന്തായിരിക്കും അപ്വേർഡ് ആയിരിക്കും. ഈ കേസിൽ പാർട്ടിക്കിളിൻ്റെ എണ്ണം കുറയുക ചെയ്യുന്നത്, ഹാഫ് എത്രയായിട്ട് മാറുക ചെയ്യുന്നത്, 1 ആയിട്ട് മാറുക ചെയ്യുന്നത്. പാർട്ടിക്കിളിൻ്റെ എണ്ണം കൂടുകയാണ്, ഉറപ്പായിട്ടും ഡെൽറ്റ എസ് എം ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എസ് ആണ്. is equal to minus delta S ആണ്. അപ്പോൾ ഉറപ്പായിട്ടും പാർട്ടിക്കിളിൻ്റെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും എന്തായിരിക്കും മൈനസ് പോസിറ്റീവ് വാല്യൂ, ഉറപ്പായിട്ടും ഡൗൺവേർഡ് ആണ് വരിക. സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അടുത്ത Cl2 റിയാക്ട് വിത്ത് ഡൈലൂട്ട് NaOH ആൻഡ് കോൺസെൻട്രേറ്റഡ് NaOH റെസ്പെക്റ്റീവ്ലി എന്തായിരിക്കും കിട്ടണേ എന്നുള്ളത്. ആൻസർ ഈസ് സിമ്പിളാണ്, NaClO ആൻഡ് NaClO3 നേരെ കിട്ടണതാണ്. NCERT കൊടുത്തേക്കണാണ്, വായിച്ചു നോക്കുക. NaOCl എന്നാണ് അവിടെ കൊടുത്തേക്കണേ, കുഴപ്പമില്ല, സെയിം സാധനം തന്നെയാണ് NaClO എന്ന് എഴുതുന്നത്. ദ ലാന്തറൈഡ് കോൺട്രാക്ഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫാക്ട്. സിമ്പിളാണ്, നമ്മൾ തുറക്കം പോലെ പഠിക്കുന്ന സിർക്കോണിയൻ ഹാഫ്നി ഹാവ് ഓൾമോസ്റ്റ് സെയിം റേഡിയസ്. നിയോബി ആൻഡ് ടൻഡാലം ഓൾസോ ഹാവ് ഓൾമോസ്റ്റ് സെയിം റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കണതാണ്, ബൈ ഹാർട്ട് ചെയ്തേക്കണാണ്, പല പ്രാവശ്യം കേട്ടേക്കണാണ്. സിമ്പിളായിട്ടുള്ള ആൻസറാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് NaCl4 കുറിച്ചിട്ടാണ്. NaCN4 × 2- എന്ന് പറയുന്നത് ഉറപ്പായിട്ടും CN എന്ന് പറയുന്ന സ്ട്രോങ് ലിഗാൻഡാണ്. ഉറപ്പായിട്ടും DsP2 ഹൈബ്രിഡൈസ്ഡ് ആണ്. സ്ക്വയർ പ്ലാനാർ ജോമെട്രി ആണ് ഉണ്ടാകുക. അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഉണ്ടാവില്ല, കാരണം പെയർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡയമാഗ്നറ്റിക് ഇൻ നേച്ചർ. സിമ്പിളായി ചിന്തിച്ചാൽ ആൻസർ കിട്ടും. വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് അണ്ടർഗോ SN2 റിയാക്ഷൻ ഫാസ്റ്റ്? SN2 റിയാക്ഷൻ ഓർഡർ RI ഗ്രേറ്റർ ദാൻ BR ഗ്രേറ്റർ ദാൻ RCl ഗ്രേറ്റർ ദാൻ RF. അപ്പോൾ തന്നേക്കണേൽ ഏറ്റവും നല്ലത് അയഡൈഡ് ആണ്, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുക. അത് SN1 ആണെങ്കിലും SN2 ആണെങ്കിലും ഇതേ ഓർഡർ തന്നെയാണ്. അസർഷൻ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ ക്യാൻ ബി കാരിഡ് ഔട്ട് വിത്ത് കോൺസെൻട്രേറ്റ് H2SO4 ബട്ട് നോട്ട് വിത്ത് HCl. കറക്റ്റാണ് സ്റ്റേറ്റ്മെന്റ്. H2SO4 വെച്ചിട്ട് നമുക്ക് ഡീഹൈഡ്രേഷൻ നടത്താൻ പറ്റും, HCl വെച്ചിട്ട് നടക്കാൻ അത്ര എളുപ്പമല്ല. ദെൻ ഡിഫിക്കൽട്ടാണ്, ഇറ്റ് ഈസ് നമുക്ക് നടക്കില്ല. H2SO4 ഈസ് എ ഡൈബേസിക് വേറസ് HCl ഈസ് എ മോണോബേസിക്. അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് രണ്ടും കറക്റ്റാണ്, അതല്ല കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. കാരണം എന്ന് പറയുന്നത് H2SO4 ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്, HCl ഈസ് നോട്ട് എ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. അതാണ് റീസൺ. വിത്ത് ദ ഫോളോയിങ് കോമ്പോ ഈസ് ലീസ്റ്റ് ബേസിക്. ലീസ്റ്റ് ബേസിക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലീസ്റ്റ് ബേസിക് എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും ബേസിക് നേച്ചർ ഏറ്റവും കുറവുള്ളത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് അമോണിയാണ്. ഇത് എന്തായിരിക്കും CH3NH2 ആണ്, അലിഫാറ്റിക് അമീൻ ആണ്. അലിഫാറ്റിക് അമീൻ ഈസ് മോർ ബേസിക് ആണ്. ഇതും CH2NH2 ആണ്, അലിഫാറ്റിക് അമീൻ ആണ്. ഉറപ്പായിട്ടും ലെസ് ബേസിക് എന്ന് പറയുന്നത് അനിലീൻ ആണ്. അനിലീൻ ഈസ് അരോമാറ്റിക് അമീൻ, ഇറ്റ് ഈസ് ലീസ്റ്റ് ബേസിക്. ദ ബേസിക് അമിനോ ആസിഡ് ആർ. ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NH2 ഗ്രൂപ്പ് കൂടുതലുള്ളത്. ദ ബേസിക് അമിനോ ആസിഡ് ആർ ആരൊക്കെയാണ്? ലൈസിനുമാണ്, അർജിനിനുമാണ്. ഇത് രണ്ടുമാണ് ആൻസർ. കാരണം NH2 ഗ്രൂപ്പ് കൂടുതലുള്ളത്. ഒരു NH2 ഒരു COH ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് അസിഡിക് ബേസിക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. COH ഗ്രൂപ്പ് കൂടുതലുണ്ടെങ്കിൽ അത് അസിഡിക് ആയിരിക്കും, NH2 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ബേസിക് ആയിരിക്കും. Therefore the answer is option 1. Biodegradable polymer nylon 2,6 is formed by the condensation of glycine and aminocaproic acid is a correct answer. അത് നമ്മൾ നേരെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്ന കാര്യമാണ്. നൈലോൺ 6,6 ഉണ്ട്, നൈലോൺ 2,6 ഉണ്ട്, നൈലോൺ 6 ഉണ്ട്. ഹെക്സാമെഥിലിൻ ഡൈഅമീനും അഡിപ്പിക് ആസിഡും ചേർന്നാലാണ് നൈലോൺ 6,6 ഉണ്ടാകുക.
നൈലോൺ 2,6 അമിനോ കാർബോയിക് ആസിഡ്. കാരണം 2 കാർബണുള്ളതും 6 കാർബണുള്ളതും തമ്മിലാണ് കണക്ട് ചെയ്യുക. ഇറ്റ് ഈസ് ഗ്ലൈസിൻ എന്ന് പറഞ്ഞത് 2 കാർബണുകളാണ്. അമിനോ കാർബോയിക് ആസിഡ് ആണ്. ഇറ്റ് ഈസ് 6 കാർബണുള്ള ആസിഡ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എൻ സി ആർ ടിയിലെ സ്വീറ്റ്നസിനെ കുറിച്ചൊരു കറക്റ്റായിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സാക്കനൈസ് 650 times sweeter than sugar. Alitame is 2000 times sweeter than sugar. Sucrose is 160 times. ഇത് തന്നേക്കണ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓപ്ഷൻ 2 ആണ്. Alitame is 2000 times sweeter than sugar. A certain aqueous buffer solution containing equal concentration of X minus and HX. അതായത് കോഞ്ചുഗേറ്റ് ബേസും അതായത് സോൾട്ടിൽ നിന്നുള്ള അയോണും ആസിഡും 2 ഈക്വൽ കോൺസെൻട്രേഷൻ ആണ്. KB ഫോർ എക്സ് മൈനസ് ഈസ് 10⁻⁻10. അപ്പോൾ KA ഓഫ് ആസിഡ് ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? KW ഡിവൈഡഡ് ബൈ KB ഈസ് ഈക്വൽ ടു 10⁻14 ഡിവൈഡഡ് ബൈ 10⁻10 ഈസ് ഈക്വൽ ടു 10⁻4. Therefore pKa is equal to minus log Ka. 10⁻4 is equal to 4. ഇനി ഇത് രണ്ടും ഈക്വൽ കോൺസെൻട്രേഷൻ ആയതുകൊണ്ട് PH is equal to pKa ആണ്. It is equal to 4 is the correct answer. നേരെ ചെയ്യാവുന്നുള്ളൂ. ബഫറിന്റെ സൊല്യൂഷന്റെ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. Write the atomic number difference between first alkali metal and the alkaline earth metal in the third period in the periodic table. മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ട്. റൈറ്റ് ദ അറ്റോമിക് നമ്പർ ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ആൽക്കലി മെറ്റൽ. ഫസ്റ്റ് ആൽക്കലി മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, മഗ്നീഷ്യം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളതായിട്ടുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ 1 ആണ്, ലിഥിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 3 ആണ്, സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 11 ആണ്, മഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ 12 ആണ്. തേർഡ് പീരീഡിൽ ആൽക്കലൈൻ എർത്ത് മെറ്റലിൻ്റെ തേർഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? മഗ്നീഷ്യമാണ്. ആൽക്കലി മെറ്റൽ, ഫസ്റ്റ് ആൽക്കലി മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയാണ്. സോ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഇറ്റ് ഈസ് 9 ആണ്. Question number 88. 25 gram of acetic acid dissolved in 75 gram of benzene. Then the molarity of the solution is. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൊളാരിറ്റി ആണ്. മൊളാരിറ്റി എമ്മിൻ്റെ ഇക്വേഷൻ M is equal to WB by MB into 1000 divided by WA ആണ്. അസറ്റിക് ആസിഡിൻ്റെ മോളാർ മാസ് 60 ആണ്. അപ്പോൾ നമുക്ക് എത്രയ്ക്കും വരിക? മാസ് ഓഫ് അസറ്റിക് ആസിഡ് 25 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ബെൻസീൻ എത്രയാണ്? 75 ആണ്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3 വരും. 0 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 0 വരും. സോ 100 ഡിവൈഡഡ് ബൈ 18. 100 ഡിവൈഡഡ് ബൈ 20 ആണെങ്കിൽ 5 വരും. സോ 5 point something will be the answer. Their answer is 5.5. For which of the following process delta S is negative? Delta S is negative ആയിട്ടുള്ളത്. 2 moles of an ideal gas expand from 2 liter to 20 liter. വോളിയം കൂടുകയാണ് ചെയ്തേക്കണേ. ഉറപ്പായിട്ടും വോളിയം കൂടിക്കഴിഞ്ഞാൽ റാൻഡംനെസ് ഡിസോർഡർസ് കൂടും. അപ്പോൾ ഡെൽറ്റ എസ് ഈസ് പോസിറ്റീവ് എന്ന് പറയേണ്ടി വരും സാധാരണ കേസിലാണെങ്കിൽ. അടുത്ത് 10 gram of ice melt to water. ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ആയിട്ട് മാറുമ്പോൾ ഉറപ്പായിട്ടും എന്തായിരിക്കും? അവിടെ ഡെൽറ്റ എസ് പോസിറ്റീവ് ആയിരിക്കും. സോഡിയം ബൈകാർബണേറ്റ് ഡീകമ്പോസസ് ടു സോഡിയം കാർബണേറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാകുക ചെയ്യുന്നത്, പാർട്ടിക്കളുടെ എണ്ണം കൂടുക ചെയ്തത് ഗേഷ്യസ് പാർട്ടിക്കിൾ, അപ്പോഴും ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്. സ്റ്റീം കണ്ടൻസസ് ടു ലിക്വിഡ് വാട്ടർ, ഗേഷ്യസ് ഫേസിൽ നിന്ന് ലിക്വിഡ് ഫേസിലേക്ക് മാറുക ചെയ്തേക്കണേ. സോ ഡെൽറ്റ എസ് ഈസ് നെഗറ്റീവ്. ദ സ്റ്റാൻഡേർഡ് EMF ഓഫ് എ സെൽ nickel 2 plus Cu2 plus Cu is 0.59 volt. Hence the equilibrium constant for the reaction is. Okay, the equation is E0 cell is equal to 0.59 divided by n log k. അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് നേരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.59 is equal to 0.059 divided by n, number of electron transfer to log k. So log k is equal to 0.59 divided by 0.059 into 2. കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 0.1 അടിയിൽ വരും. എന്ന് പറയുമ്പോൾ 20 എന്ന് വരും. K is equal to antilog of 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻20. 10⁻20 is a correct answer. A atom on the corners and B atom on the alternate phase centers. Find the formula. A atom on the corners എന്ന് പറഞ്ഞാൽ number of A is equal to 1/8 into 8 is equal to 1. Alternate phases പറഞ്ഞാൽ 2 phases മാത്രമേ ഉള്ളൂ, ഓപ്പോസിറ്റ് ഫേസസ് മാത്രമേ ഉള്ളൂ. നമ്പർ ഓഫ് ബി ഈസ് ഈക്വൽ ടു 1/2 into 2 ഈസ് ഈക്വൽ ടു 1 ആണ്. സോ എ ബി ഈസ് എ കറക്റ്റ് ആൻസർ.
The wavelength of third line in the Balmer series of hydrogen atom is അതാണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം 1 by lambda is equal to RH into RHൻ്റെ ടൈമിൽ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കത് എളുപ്പമാണ്. 1 by ഹൈഡ്രജൻ ആറ്റം തന്നെയാണ്. അപ്പോൾ Z ഒന്നും 1 തന്നെയാണ്. 1 by N1 square minus 1 by N2 square. So 1 by lambda is equal to RH into 1 by Balmer series ആകുമ്പോൾ N is equal to 2 ആണ്. 2 square minus 3, 4, 5 ഇതാണ്. അപ്പോൾ 5 സ്ക്വയർ ആണ് തേർഡ് ലൈൻ. 3 എന്നുള്ളതാണ് ഫസ്റ്റ് ലൈൻ, 4 എന്നുള്ളതാണ് സെക്കൻഡ് ലൈൻ, 5 എന്നുള്ളതാണ് തേർഡ് ലൈൻ. സോ 1 by lambda is equal to RH into 1 by 4 minus 1 by 25. പറയുമ്പോൾ എത്ര വരിക? 25 minus 4 divided by 25 into 4. 21 divided by 100. So 1 by lambda is equal to RH into 21 divided by 100. So lambda is equal to 100 divided by RH into 21. RH into 21. Lambda is equal to, answer is 100 divided by 21 RH. Option 2. Which is incorrect. Incorrect ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. The covalent green oil Mn2O7 has MnO-Mn linkage bridge ഉണ്ട്. Cr2O3 and V2O5 are amphoteric. ശരിയാണ്, കാരണം ഇൻ ബിറ്റ്വീൻ ആണ് അവരുടെ ഓക്സിജൻ സ്റ്റേറ്റ്. അടുത്ത് MnO3 F is unknown. MnO3 F is known ആണ്. അപ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ 3 ആണ്. ഓക്സോ കാറ്റയോൺസ് V5 as VO2 plus V6 VO2 plus TiO4 as TiO2 plus അതൊക്കെ ശരിയാണ്. സോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ 3 ആണ്. F2 and Cl2 are soluble in water because F2 react with H2 forms and HF and O2 while Cl2 forms HOCl and HCl. Is a correct answer. വായിച്ചു നോക്കിയ ആൻസർ കിട്ടും. നേരെ നമുക്കറിയാവുന്ന റിയാക്ഷൻസ് തന്നെയാണ്. ഇൻ സോൺ ഡിഫൈനിങ് മെത്തേഡ് മോൾട്ടൺ സോൺ ഈസ് സോൺ ഡിഫൈനിങ് മെത്തേഡിൽ മോൾട്ടൺ സോൺ ഏതാണ്? കണ്ടെയ്ൻ മോർ ഇമ്പ്യൂരിറ്റി ദാൻ ദ ഒറിജിനൽ മെറ്റൽ. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ആൽക്കലി മെറ്റൽ ക്ലോറൈഡ്സ് ആർ ഇൻ ദ ഓർഡർ. അത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. നമ്മൾ പല കൂടി പഠിച്ചാൽ ലിഥിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് കോവാലൻ നേച്ചറാണ്. അത് ലിഥിയം ക്ലോറൈഡിന് ഏറ്റവും കുറവാണ്. പിന്നെ താഴേക്ക് വരുന്തോറും എന്താ ചെയ്യുന്നത്? കുറഞ്ഞ് തന്നെയാണ് വരുന്നത്. അപ്പോൾ എന്തായിരിക്കും വരിക? കാരണം മെറ്റലിൻ്റെ സൈസ് കൂടി വരുന്നു. ലാറ്റീസ് പ്രോപ്പറായിട്ട് സൈസ് കുറഞ്ഞ ലാറ്റീസാണ് നന്നായി ഫിക്സ് ചെയ്യാൻ പറ്റുക, പ്ലേസ് ചെയ്യാൻ പറ്റുക. സോ ദെയർഫോർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. അടുത്ത, വിച്ച് ആൽക്കലി മെറ്റൽ ഹാലൈഡ് വുഡ് ബി പ്രിപ്പയർഡ് ബൈ ദ സിന്തസിസ് ഫ്രം ദ ഫോളോയിങ് ഇത് ബൈ വില്യംസൺ സിന്തസിസ്? ഇത് പ്രിപ്പയർ ചെയ്യാൻ ഏതിൽ നിന്നാണ് പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് 2 രീതിയിൽ നടത്താം. ഇവിടെ വേണമെങ്കിൽ ഈ എത്തോക്സൈഡും സെക്കൻഡറിയും ഉപയോഗിക്കാം. തിരിച്ചും ചെയ്യാം. 2 രീതിയിലും ചെയ്യാം. 2 രീതിയിലും ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എൻ പ്രൊപ്പൈൽ ക്ലോറൈഡിൽ നിന്ന് ഒരിക്കലും അല്ല പ്രിപ്പയർ ചെയ്യുക. നോർമൽ പ്രൊപ്പൈൽ ക്ലോറൈഡിൽ നിന്ന് അല്ല പ്രിപ്പയർ ചെയ്യുക. ദെൻ ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? ഈഥൈൽ ക്ലോറൈഡിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? സോ ഇറ്റ് ഈസ് മോസ്റ്റ് പ്രിഫേർഡ് ഈസ് ഈഥൈൽ ക്ലോറൈഡ് ഈസ് പ്രിഫേർഡ് വൺ. ആൻഡ് സോഡിയം ആൽക്കോക്സൈഡ് ദാറ്റ് വിൽ ബി ഈസ് സേഫർ ആൻസർ. Therefore option 3 ആണ്. Which reagent is suitable for the preparation of formaldehyde from methane? Formaldehyde methane prepare in MO2O3 and heating. Which statement is incorrect in the case of acetaldehyde and acetone? Acetaldehyde acetone തമ്മിലുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏറ്റവും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ബോത്ത് ഡെവലപ്പ് പിങ്ക് കളർ ക്വിക്ലി വിത്ത് ഷെഫ് റിയേജന്റ്. അത് ഒരിക്കലും തെറ്റാണ്. കാരണം ആൽഡിഹൈഡ് പിങ്ക് കളർ സ്റ്റോർ ചെയ്യും, അസറ്റോൺ തരില്ല. ബോത്ത് റിയാക്ട് വിത്ത് ഹൈഡ്രോക്സിലമിൻ ശരിയാണ്. ബോത്ത് റിയാക്ട് വിത്ത് NHSO3 ശരിയാണ്. ബോത്ത് റിയാക്ട് വിത്ത് ഗ്രിഗ്നാഡിയൻ അതെല്ലാം ശരിയാണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഫ്രിയോൺസ് ആർ മെയിൻലി പ്രിപ്പയർഡ് ബൈ. ഫ്രിയോൺസ് പറഞ്ഞാൽ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണ്. അപ്പോൾ ഫ്ലൂറോ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ മെത്തേഡ്സ് പറഞ്ഞാൽ ഇതിനകത്ത് സ്വാഡ്സ് റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാം നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം കേട്ടോ. സോ ക്വസ്റ്റ്യൻ നമ്പർ 101 നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് Krebs cycle? Okay, Krebs cycle. It occurs in the powerhouse of the cell.
ശരിയാ, ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയിലാണ്. അതിപ്പോൾ പ്രൊക്യാരിയോട്ടാണോ യൂക്യാരിയോട്ടാണോ എന്നൊന്നും മെൻഷൻ ചെയ്തില്ലെങ്കിൽ പോലും നമുക്കിപ്പോൾ ഇപ്പം പ്രൊക്യാരിയോട്ടാണെങ്കിൽ മീസോസോമിലാണ്. പക്ഷേ ഇങ്ങനെ ഒരു ജനറൽ ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ യൂക്യാരിയോട്ടായിട്ട് എടുത്ത് ആ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ട് എടുത്തോണം കേട്ടോ. ഓക്സിജൻ ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ദ പ്രോസസ്. ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുമ്പോൾ എയറോബിക് റെസ്പിറേഷനിലല്ലേ വരുന്നുള്ളൂ, അപ്പോൾ തീർച്ചയായിട്ടും ഓക്സിജൻ ആവശ്യമാണ്. ദ അക്സെപ്റ്റർ മോളിക്യൂൾ ഫോർ അസറ്റൈൽ കോഎൻസൈം എ ഇൻ സൈക്കിൾ ഈസ് എ 6 കാർബൺ മോളിക്യൂൾ. അതായത് പൈറുവിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈമേ ആയി മാറി ക്രെബ്സ് സൈക്കിളിലേക്ക് കടക്കുമ്പോൾ അസറ്റൈൽ കോഎൻസൈമായിട്ട് ചേരുന്ന ഒരു 4 കാർബൺ കോമ്പൗണ്ടായ ഓക്സാലോ അസറ്റിക് ആസിഡ് ആണ്, അല്ല 6 കാർബൺ കോമ്പൗണ്ട് അല്ലല്ലോ. അപ്പോൾ ഓക്സാലോ അസറ്റിക് ആസിഡും അസറ്റൈൽ കോഎൻസൈമും കൂടെ ചേർന്നിട്ട് ഒരു 6 കാർബൺ കോമ്പൗണ്ട് സിട്രിക് ആസിഡ് ഉണ്ടാവുകയാണ്. അപ്പോൾ അതാണ് തെറ്റ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് 1 ടേൺ ഓഫ് സൈക്കിൾ റിലീസസ് 2 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ശരിയാണ്, 2 ഡീകാർബോക്സിലേഷൻ ആണ് ഒരു ക്രെബ്സ് സൈക്കിളിൽ നടക്കുന്നത്. അങ്ങനെയാണ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡും സക്സിനൈൽ കോഎൻസൈമയും ഉണ്ടാകുന്നത്. അപ്പൊ അതും ശരിയാണ്. സോ ആൻസർ ഏതാണ്? തേർഡ് ഓപ്ഷൻ. 6 കാർബൺ അല്ല 4 കാർബൺ ആണ്. ഓക്കെ, question number 102. The plant which are used to extract the blue dye belongs to which of the following family? Solanaceae, Fabaceae, Liliaceae, Cruciferae. Cruciferae എന്ന് പറയുന്നത് ബ്രാസിക്കേസിയയുടെ പഴയ പേരാണ് കേട്ടോ. അപ്പോൾ ബ്രാസിക്കേസിയ എന്നാണ് നമുക്ക് ടെക്സ്റ്റിനകത്തുള്ളത് നമ്മൾ പഠിക്കുന്നതൊക്കെ. പക്ഷേ ഇതുപോലെയൊക്കെ ചിലപ്പോൾ വരാം, കാര്യം അത് ആൻസർ അല്ല എന്തായാലും. അതുകൊണ്ട് മറ്റു ഓപ്ഷൻസ് ഒക്കെ ചിലപ്പോൾ ഇത്തരത്തിലൊക്കെ വന്നു കളയും. ബ്രാസിക്കേസിയയുടെ പഴയ പേരാണ് ക്രൂസിഫെറെ. അപ്പോൾ ബ്ലൂ ഡൈ എടുക്കുക, ഡൈ എടുക്കാനായിട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഇൻഡിഗോഫെറയാണ് പഠിച്ചിരിക്കുന്നത് അല്ല, ഇൻഡിഗോഫെറ ബിലോങ്സ് ടു ഫാബേസിയേ. അപ്പൊ ചെറിയൊരു രീതിയിൽ ഇൻഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, പക്ഷെ എന്നാൽ പോലും നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഫാമിലിയൊക്കെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. മോർഫോളജിയിലെ ഫാമിലി സ്റ്റഡി ഒക്കെ വളരെ പ്രധാനമാണ്, ഒത്തിരി റിവൈസ് ചെയ്യുക കേട്ടോ. ദെൻ 103. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് മാർക്ക്ഡ് ആസ് എ, ബി ആൻഡ് സി. ഓക്കെ, എ, ബി ആൻഡ് സി. എ എന്ന് പറയുന്നത് ഇന്റേണൽ കണ്ടീഷൻ, എക്സ്റ്റേണൽ കണ്ടീഷൻസ് മാറുന്ന അനുസരിച്ച് ഇന്റേണൽ കണ്ടീഷനും അതുപോലെ മാറും. അങ്ങനെയുള്ള ആൾക്കാർ കൺഫേമേഴ്സ് ആണ്. റെഗുലേറ്റേഴ്സ് അങ്ങനെയല്ലോ, റെഗുലേറ്റേഴ്സ് ആണെങ്കിൽ ബോഡി കണ്ടീഷനൊക്കെ റെഗുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, കോൺസ്റ്റന്റ് ആക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വന്നിട്ട് ഇന്റേണൽ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ റെഗുലേറ്റേഴ്സും അല്ല, മാമൽസും ബേർഡ്സും ഒക്കെ റെഗുലേറ്റേഴ്സ് ആണ്. കൺഫേമേഴ്സ് ആണ് വരേണ്ടത്. കൺഫേമേഴ്സ് മിക്കവാറും ഉള്ള പ്ലാന്റുകളും കൺഫേമേഴ്സ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ബി എന്ന് പറയുന്നത് ബോഡി കണ്ടീഷൻ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്ന റെഗുലേറ്റേഴ്സ് ആണ്, മാമൽസ് ആൻഡ് ബേർഡ്സ്. ദെൻ പാർഷ്യലായിട്ട് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വരെ കൺഫേമറും പിന്നെ റെഗുലേറ്റർ ആകുക, തിരിച്ചും ആവാം കേട്ടോ. ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ വരെ റെഗുലേറ്ററും പിന്നെ കൺഫേമറും, അങ്ങനെയൊക്കെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഓർഗാനിസം. അപ്പോൾ അങ്ങനെയും വരാം. അപ്പോൾ അതുകൊണ്ട് പാർഷ്യൽ റെഗുലേറ്റർ ആണ് സി. സോ ഫോർത്ത് ഓപ്ഷൻ ഈസ് ആൻസർ. ഓക്കെ, ദാൻ question number 104. നോക്കുക, which statement is correct about mosses? They have dominant and independent sporophyte. ഇല്ല, ബ്രയോഫൈറ്റ്സിലെ ഡോമിനന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് ജനറേഷൻ എന്ന് പറയുന്നത് ഗ്യാമിറ്റോഫൈറ്റ് ആണ്, ലീഫി സ്റ്റേജ്. മോസസിലൊക്കെ അതിൽ നിന്ന് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്പോറോഫൈറ്റ് ആണ് ഉണ്ടാകുന്നത്, ഹാവിങ് ഫുഡ്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ദെൻ ആന്ത്രോസോയിഡ്സ് റിക്വയർ വാട്ടർ ഫോർ ഫെർട്ടിലൈസേഷൻ. യെസ്, ബ്രയോഫൈറ്റ്സിന്റെയും ടെഡോഫൈറ്റ്സിന്റെയും ഒക്കെ ആന്ത്രോസോയിഡ്സ്, മെയിൽ ഗമീറ്റ്സ് ഫ്ലജുലേറ്റഡ് ആണ്, വാട്ടർ ആവശ്യമാണ്. ശരിയാണ്. ദർ ആർച്ചിഗോണിയ പ്രൊഡ്യൂസ് മെനി എഗ്സ്. ഇല്ല, മോസസിന്റെ ആയാലും ലിവർ ബേർഡ്സിന്റെ ആയാലും ഒക്കെ ഒരു ആർച്ചിഗോണിയത്തിനകത്ത് ഒരു എഗ്ഗേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അത് തെറ്റ്. ദർ ആന്ത്രോസോയിഡ്സ് ആർ മൾട്ടി ഫ്ലജുലേറ്റഡ് അല്ല, ബൈഫ്ലജുലേറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ വരും. എന്നാൽ പോലും നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ എന്തായാലും തെറ്റാണെന്നുള്ളത്, സെക്കൻഡ് ഓപ്ഷൻ എന്തായാലും ശരിയാണെന്നുള്ളത് നമുക്ക് അറിയണം. അപ്പം അങ്ങനെയാകുമ്പോൾ ഫോർത്ത് ഓപ്ഷനിലെ കൺഫ്യൂഷൻ നമുക്ക് മാറി കിട്ടും. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. ദെൻ question number 105. Alpha ketoglutaric acid plus ammonium ion plus NADPH giving dash plus water plus NADP. Choose the correct word for the blank and correct name of the process from the following options. അപ്പോൾ ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ് അമോണിയം അയോണുമായിട്ട് ചേർത്ത് ആദ്യത്തെ അമിനോ ആസിഡായ ഗ്ലൂട്ടാമിക് ആസിഡ് ഓർ ഗ്ലൂട്ടമേറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് എല്ലാ പ്ലാന്റ്സും അല്ലേ. അപ്പോൾ പ്ലാന്റ്സിൽ നടക്കുന്ന റിഡക്റ്റീവ് അമിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. അങ്ങനെയാണ് ആദ്യത്തെ അമിനോ ആസിഡായ ഗ്ലൂട്ടാമിക് ആസിഡ് ഉണ്ടാക്കുന്നത്. പിന്നെ ഗ്ലൂട്ടാമിക് ആസിഡ് പിന്നെ ട്രാൻസമിനേഷനിലേക്ക് പോയി മറ്റ് അമിനോ ആസിഡുകളൊക്കെ ഉണ്ടാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ഹിയർ ദ തേർഡ് ഓപ്ഷൻ, ഗ്ലൂട്ടാമിക് ആസിഡ് റിഡക്റ്റീവ് അമിനേഷൻ അല്ലേ. ഓക്കെ, ദെൻ question number 106. Which of the following are enucleated cell? Enucleated എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുകളാണ് ഏതാണെന്ന് ചോദിക്കണേ.
വെസൽ 11 വെസൽ മെച്ചർ വെസൽ എന്ന് പറയുന്നത് ഡെഡ് ആണ്. ഡെഡ് ആയതുകൊണ്ട് തന്നെ ന്യൂക്ലിയസ് ഇല്ല. കമ്പാനിയൻ സെൽ ന്യൂക്ലിയസ് ഉണ്ട്. മെച്ചർ സീവ് ട്യൂബ് സെല്ല് ലിവിങ് ആണ്, പക്ഷെ ന്യൂക്ലിയസ് ഇല്ല. ദെൻ കോർക്ക് കേംബിയം സെൽ, കേംബിയം അല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ലിവിങ് സെൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ന്യൂക്ലിയേറ്റഡ് സെൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം നമുക്ക് ഡെഡ് സെല്ലും എടുക്കാം. സോ ഓൺലി എ ആൻഡ് സി കേട്ടോ, ഫസ്റ്റ് ഓപ്ഷൻ. Then question number 107. Okay, read the following statements. Greenhouse effect is natural phenomenon. Yes, ശരിയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് which of the above statements are incorrect? Incorrect statement ആണ് എടുക്കേണ്ടത്. അപ്പോൾ A statement ശരിയാണ്. Montreal protocol was signed to control emission of greenhouse gases. അല്ലല്ലോ അല്ലേ, മോൺട്രിയൽ പ്രോട്ടോക്കോള് ഓസോൺ ഹോൾ ഡെപ്ലീഷൻ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടല്ലേ. അപ്പോൾ അത് തെറ്റ്. JFM was introduced in 1980s for participation of local communities. ശരി. Only 1/4 of incoming solar radiations fall on Earth's surface causing greenhouse effect. അല്ലല്ലോ, 1/4 of incoming solar radiations അല്ല, അത് ക്ലൗഡ്സിൽ റിഫ്ലക്റ്റ് ചെയ്ത് പോവുക, പിന്നെ കുറച്ച് ക്ലൗഡ്സ് അബ്സോർബ് ചെയ്യും, ബാക്കിയുള്ള അത്രയും സർഫസിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമല്ല, അത് അല്ലല്ലോ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ എർത്ത് സർഫസിൽ നിന്ന് എമിറ്റ് ചെയ്ത ഇൻഫ്രാറെഡ് റേസിനെ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ അബ്സോർബ് ചെയ്ത് ചൂട് പിടിപ്പിക്കുക എർത്ത് സർഫസിനെ. അതാണല്ലോ നമ്മൾ ശരിയും ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡി സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ബി ആൻഡ് ഡി ഇൻകറക്റ്റ് അല്ലേ ചോദിച്ചിരിക്കണേ. ഓക്കെ, then question number 108. Okay, which of the following pairs is wrong? Okay, ലെപ്റ്റോട്ടീനിലാണ് കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ ക്രോമസോംസ് അണ്ടർസ്റ്റുഡ് ആണ്, ക്രോമസോംസിന്റെ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡയാകൈനസിസിൽ ആണ് ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മാറ്റ. പാക്കറ്റീൻ ക്രോസിംഗ് ഓവർ ബിറ്റ്വീൻ സിസ്റ്റർ ക്രോമാറ്റിഡ്സ്, പാക്കറ്റീനിലാണ് ക്രോസിംഗ് ഓവർ, പക്ഷെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അല്ല, നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ് അല്ലേ. ഹോമോലോഗസ് പെയറിലെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സുമായിട്ടാണ് ക്രോസിംഗ് ഓവർ. ഡിപ്ലോട്ടീൻ ഒക്കെ ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് തന്നെയാണ്. സോ തേർഡ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. ഓക്കെ, then question number 109. The capacity to generate a whole plant from any cell or explant is called plant cellന്റെ ഒരു ക്യാരക്ടറാണ് ടെസ്റ്റോട്ടിപ്പൊട്ടൻസി. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിച്ച് നമുക്ക് ഓപ്ഷൻ നോക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആൻസർ മനസ്സിലേക്ക് വരണം. അങ്ങനെയാണെങ്കിൽ വേറെ ഓപ്ഷൻസ് കണ്ട് നമ്മൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവുകയല്ല. സോ ടോട്ടിപ്പൊട്ടൻസി തേർഡ് ഓപ്ഷൻ. ഓക്കെ, then question number 110. Read the following statements and answer the question which follows them. എന്നിട്ട് വിച്ച് ഓഫ് ദ അബവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻ ലിവർവേർഡ്സ്, മോസസ് ആൻഡ് ഫേൺ, ഗാമിറ്റോഫൈറ്റ്സ് ആർ ഫ്രീ ലിവിങ്. ശരിയാണ്. ലിവർവേർഡ്സിലും മോസസിലും ഗാമിറ്റോഫിറ്റിക് ജനറേഷൻ ആണ്, പ്രോമിനന്റ് ജനറേഷൻ ഫ്രീ ആണ്. ഫേണില് സ്പോറോഫൈറ്റ് ആണ് പ്രോമിനന്റ്, പക്ഷേ ഗാമിറ്റോഫൈറ്റിക് ജനറേഷൻ പ്രോതാലസ് ഫ്രീ ലിവിങ് ആണ്. അവിടെയൊന്നും നമ്മൾ ഹെട്രോസ്പോറസ് ഫേൺസ് ഒന്നും എടുക്കരുത് കേട്ടോ. എപ്പോഴും ഇതുപോലത്തെ ക്വസ്റ്റ്യനിൽ ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ നമ്മൾ എപ്പോഴും ഹോമോസ്പോറസ് ഫേൺസ് വേണം എടുക്കാൻ. മറ്റൊക്കെ എക്സെപ്ഷനാണ്. ഹെട്രോസ്പോറസ് ഫേൺസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സെപ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ട് തന്നെ എടുക്കുക. ജിംനോസ്പോംസ് ആൻഡ് സം ഫേൺസ് ആർ ഹെറ്ററോസ്പോറസ്. ശരിയാണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്യൂക്കസ്, വോൾവോക്സ് ആൻഡ് ആൽബിഗോ യൂസോഗ്യാമസ്. ശരിയാണ്. The sporophyte in liverworts is more elaborate than that in moses. തിരിഞ്ഞുപോയി. മോസസിലെ സ്പോറോഫിറ്റിക് ജനറേഷൻ ആണ്, ലിവർവേർഡ്സിനെക്കാളും കുറച്ചും കൂടി എലോബറേറ്റ്. ബോത്ത് പൈനസ് ആൻഡ് മാർക്കാൻഷ്യ ആർ ഡയേഷ്യസ്. മാർക്കാൻഷ്യ ഡയേഷ്യസ് ആണ്, പക്ഷേ പൈനസ് മൊണീഷ്യസ് ആണ്. അതായത് ഒരു പൈനസിൽ തന്നെ മെയിൽ കോണും ഫീമെയിൽ കോണും ഉണ്ടാവും. അപ്പോൾ എ, ബി ആൻഡ് സി ആണ് കറക്റ്റ്, ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, then question number 111. ഓക്കെ, റൈറ്റ്. എത്തിലീൻ്റെ ഫിസിയോളജിക്കൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് എത്തിലീൻ സ്പ്രൗട്ടിംഗ് ഓഫ് പൊട്ടറ്റോ ട്യൂബേഴ്സ്. Cytokinin overcomes the apical dominance. Abscisic acid helps in maturation of seed. Gibberellins increase the malting process. അപ്പം ഇതെല്ലാം നമ്മൾ എത്രയോ പ്രാവശ്യം തിയറി ഡിസ്കസ് ചെയ്ത് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാവശ്യം ചെയ്ത് ഇട്ടൊക്കെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ നോ നീഡ് ഓഫ് ഫർദർ എക്സ്പ്ലനേഷൻ. നിങ്ങൾക്ക് അങ്ങനെ തിയറി വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ കിടപ്പുണ്ട് ഈ ലേണിംഗ് ആപ്പിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും തിയറിയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആവർത്തിച്ച് കാണാം. ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഇപ്പോഴും ഉണ്ട്, ഈ ലേണിംഗ് ആപ്പിലും ഉണ്ട് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്. നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഒരുപാട് റിവിഷനാണ് നമുക്കിനി വേണ്ടത്. എക്സാംസ് എഴുതുക, റിവൈസ് ചെയ്യുക. ഇനി അല്ലാതെ പുതുതായിട്ട് പഠിക്കാനൊന്നുമില്ല നമുക്ക് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊക്കെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് ദ തേർഡ് ഓപ്ഷൻ.
എത്രത്തോളം പ്രാവശ്യം ബയോളജി വായിക്കാവോ അത്രയും വായിക്കുക കേട്ടോ. ഈ പ്ലാൻ ഗ്രോത്ത് എന്നൊക്കെ പറയുന്നതിൽ നമുക്ക് ഹോർമോൺസിൻ്റെയൊക്കെ ആക്ഷൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെയാണ് മോർഫോളജിയും ഒക്കെ. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ദിവസങ്ങളിലൊക്കെ ബയോളജി എത്ര നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നിയാൽ പോലും ബയോളജി ഇതുപോലുള്ള ചാപ്റ്ററുകൾ റിവൈസ് ചെയ്യുക കേട്ടോ, ഒന്ന് വായിച്ചേക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 112. Development of fruit from unfertilized flower resulting in the production of seedless fruits. Development of fruit from unfertilized flower resulting in the production of seedless fruits. Unfertilized flower ഇന്ന് ഫ്രൂട്ട് ഉണ്ടാകുകയാണ്. അങ്ങനെ സീഡ്ലെസ് ഫ്രൂട്ട് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? പാർത്തിനോകാർപ്പിയാണ് അല്ലേ. സോ ആൻസർ 4 പാർത്തിനോകാർപ്പി. ക്വസ്റ്റ്യൻ നമ്പർ 112 ആൻസർ 4 പാർത്തിനോകാർപ്പി. Then question number 113. Which of the following is a favorable factor for increasing the rate of decomposition? Question number 113. Which of the following is a favorable factor for increasing the rate of decomposition? Dry soil അല്ല, മോയ്സ്ചറും വാംത്തും വേണം. വെരി ലോ ടെമ്പറേച്ചർ ഒരിക്കലും ഇല്ല. അനറോബിക് കണ്ടീഷൻസ് ഇൻ സോയിൽ ഡീകമ്പോസിഷൻ മെജോറിറ്റി കേസുകളും പ്യൂർലി അറോബിക് ആണ്. സോ ഡെട്രിറ്റസ് കണ്ടെയ്നിങ് ഷുഗർ ആൻഡ് നൈട്രജൻ, കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സും ഷുഗേഴ്സും അതുപോലെ നൈട്രജനും ഉണ്ട് എങ്കിലാണ് പെട്ടെന്ന് ഡികമ്പോസിഷൻ നടക്കുന്നത്. സോ ഇതിനകത്ത് തന്നിരിക്കുന്നതിൽ 4th ഓപ്ഷനാണ് ആൻസർ. Then question number 114. In 1963, high-yielding and disease-resistant varieties of wheat, which are introduced all over the wheat-growing belt of India, are Sonaliga, Ratna, Kalyan Sona. Ratna and Jaya, ഇത് രണ്ടും റൈസ് വെറൈറ്റീസ് ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണ്. സൊണാലികയും കല്യാൺ സോണയും ആണ് ആൻസർ. 4th ഓപ്ഷൻ. ഒക്കെ ടെക്സ്റ്റിനകത്തുള്ളതാണ് അല്ലേ, പുറത്തുനിന്ന് നമ്മൾ ഇതുവരെ ക്വസ്റ്റ്യൻ ഇത്രയും ഡിസ്കസ് ചെയ്താൽ പുറത്തുനിന്നൊന്നും വന്നിട്ടില്ല. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ക്ലോറോഫൈസിയെ ഗ്രീൻ ആൽഗയിൽ വരുന്നതാണ് കാര, ലൈക്കോപ്സിഡയില് വരുന്ന സെലാജിനല്ല, ഫിയോഫൈസിയെ ബ്രൗൺ ആൽഗയിൽ വരുന്ന എക്ടോകാർപ്പസ്, സ്ഫീനോപ്സിഡയില് ഹോസ്റ്റേൽ ഇക്കോസിസ്റ്റം. സോ BCAD ഫസ്റ്റ് ഓപ്ഷൻ, BCAD. Question number 116. Which among the following statement is wrong? In bisexual flower, removal of anther is called emasculation. Removal of anther is called emasculation. ശരിയാണ്. Zygote is formed by triple fusion അല്ല, സിംഗമിയാണ്. അപ്പൊ അതാണ് തെറ്റ്. Flies are attracted towards the foul odor of flowers. എസ്ട്രോഫ്ലീഷ്യയിലൊക്കെ ഒരു നാറ്റമാണ് ഫ്ലൈസിനെയൊക്കെ അട്രാക്ട് ചെയ്യാൻ. നെക്ടർ ആൻഡ് പോളൻ ഗ്രെയിൻസ് ആർ ദ യൂഷ്വൽ ഫ്ലോറൽ റിവാർഡ്. ശരിയാണ്. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ ആണ് തെറ്റ്. ട്രിപ്പിൾ ഫ്യൂഷൻ ഒന്നുകൊണ്ടാണ് കേട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 117. ദ ഫോളോയിങ് ആണ്. ഓട്ടോഗെമി എന്ന് പറയുന്നത് പോളിനേഷൻ ഇൻ ദ സെയിം ഫ്ലവർ. കാസ്മോഗെമി എന്ന് പറയുന്നത് പോളിനേഷൻ ഇൻ ഓപ്പൺ ഫ്ലവർ. ക്ലീസ്റ്റോഗെമി എന്ന് പറയുന്ന പോളിനേഷൻ ഇൻ ക്ലോസ്ഡ് ഫ്ലവർ. ഓക്കെ, ഗൈറ്റണോഗെമി എന്ന് പറയുമ്പോഴത്തേക്കും പോളിനേഷൻ ഇൻ ബിറ്റ്വീൻ 2 flowers of the same plant അല്ലെ. അപ്പൊ 3, 4, 2, 1 third option. Then question number 118. The structures that help some bacteria to attach to rocks and or host tissues are hold fast. Bacteria illalo, rhizoids ഒന്നും ബാക്ടീരിയക്ക് ഇല്ല. മീസോസോംസ് പ്ലാസ്മ മെംബ്രെയിൻ ഇൻഫോൾഡിങ്സ് ആണ്. ഫിംബ്രിയെ അല്ലെ, ഫിംബ്രിയെ സെൽ വാൾ എക്സ്റ്റൻഷൻസ്, ഫിംബ്രിയെ. Now question number 119. Which of the following is the correct sequence of the flow of electrons in Z scheme of photosynthesis? Okay, Z scheme എന്ന് പറയുന്നത് ഏതാ? നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. നോൺ സൈക്ലിക് ആലോചിക്കുക. നോൺ സൈക്ലിക് PS2 സ്റ്റാർട്ട് ചെയ്ത് PS2 ഇലക്ട്രോൺ വരുന്ന വാട്ടറിൽ നിന്നാണ്. വാട്ടർ PS2ന്റെ ETS PS1 PS1 പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ, ദെൻ NADP പ്ലസിലേക്ക് അല്ലേ. ഓക്കെ, നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ തന്നെ വാട്ടർ PS2 സൈറ്റോക്രോം ബി ETSലുള്ളതാണ്. സൈറ്റോക്രോം B and F, PS1 NADP അതേ വരുള്ളൂ. മറ്റേത് വാട്ടർ PS2 PS1 വന്നിട്ട് NADPയിൽ പോയിട്ട് പിന്നെ സൈറ്റോക്രോം B and F നോ. പിന്നെ PS2 സ്റ്റാർട്ട് ചെയ്ത് PS1 പിന്നെ ലാസ്റ്റ് വാട്ടർ വരുന്നു. അതാണ് തെറ്റി. PS2 വാട്ടറിലേക്കല്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. ഓക്കെ, then question number 120. Which of the following characters are found in Liliaceae family?
പെറനിയൽ ഹെർബ്സ് ആണ്. യെസ്, കാര്യം എന്ന് വെച്ചാൽ അവരുടെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഇതാണ് റൈസോം, ബൾബ് അങ്ങനെയൊക്കെയുള്ളതൊക്കെയാണ്. സോ പെറനിയൽ ഹെർബ്സ്. പ്രസൻസ് ഓഫ് പെരിയാൻ. യെസ്, പെരിയാന്താണ് അല്ലെ. ഓണിയൻ ഫ്ലവറിലൊക്കെ 6 ടെപ്പൽസ് ഒക്കെയാണ് ഉള്ളത്. നോൺ എൻഡോസ്പെർമിക് സീഡ് അല്ല, മോണോകോട്ട ആണ്. അപ്പം എൻഡോസ്പെർമസ് സീഡ് ആണ്. ഗൈനീഷ്യം ബൈകാർപ്പലറി ബൈലോക്കുലാർ അല്ല. ഗൈനീഷ്യം ട്രൈകാർപ്പലറി ട്രൈലോക്കുലാർ വിത്ത് ആക്സൈൽ പ്ലാസന്റേഷൻ. ഓക്കെ, അപ്പൊ എ, ബി ആൻഡ് ഇ ആക്സൈൽ പ്ലാസന്റേഷൻ ആണ്. അപ്പൊ എ, ബി ആൻഡ് ഇ, എ, ബി ആൻഡ് ഇ, സെക്കൻഡ് ഓപ്ഷൻ. Then question number 121. Which of the following cells lack Rubisco enzyme? Rubisco ഇല്ലാത്ത mesophil cells of KEAM plants. അതില് റുബിസ്കോയും പെപ്റ്റേസും ഉണ്ട്. ബണ്ടിൽ ഷീറ്റ് സെൽസ് ഓഫ് C4 പ്ലാന്റ്സിലാണ്, ശരിക്കും ബണ്ടിൽ ഷീറ്റ് ക്ലോറോപ്ലാസ്റ്റിലാണ് റുബിസ്കോ ഉള്ളത് C4ല്. മീസോഫിൽ സെൽസ് ഓഫ് C3 പ്ലാന്റ്സ്. മീസോഫിൽ സെൽസിൽ തീർച്ചയായിട്ടും C3യിലെ മീസോഫിൽ സെൽസിലാണ്. മീസോഫിൽ സെൽസ് ഓഫ് C4 പ്ലാന്റ്സിൽ ഇല്ല. മീസോഫിൽ സെൽസില് സൈറ്റോപ്ലാസത്തില് പെപ്റ്റും പെപ്റ്റേസും ആണ്. ന്യൂക്ലിയസിനകത്ത് ക്ലോറോപ്ലാസ്റ്റിനകത്ത് മീസോഫിൽ ക്ലോറോപ്ലാസ്റ്റിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർപ്ഷൻ നടക്കുന്നില്ലല്ലോ, ലൈറ്റ് റിയാക്ഷൻ മാത്രമാണ് അവിടെ നടക്കുന്നത്. മീസോഫിലിന്റെ സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ് പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടക്കുന്നത്, കാരണം അവിടെയാണ് പെപ്റ്റേസും പെപ്പും ഉള്ളത്. സോ ആൻസർ ഫോർത്ത് ഓപ്ഷൻ. Question number 122. Axil placentation is found in ടൊമാറ്റോ ഒക്കെ ശരിയാണ്, ഡയാന്തേഴ്സ് അല്ല. ടൊമാറ്റോ ആൻഡ് ലെമൺ ആക്സൈൽ ആണ്. മസ്റ്റാർഡ് ആൻഡ് പ്രിംറോസ് അല്ല. അതിലൊക്കെ എന്താന്ന് അറിയാലോ അല്ലേ? മസ്റ്റാർഡിലും പ്രിംറോസിലും ഒക്കെ എന്താന്നൊക്കെയുള്ള നോക്കി വെക്കണം. അപ്പൊ അതിനകത്ത് നമുക്ക് ഫ്രീ സെൻട്രല്, പെറൈറ്റല്, അതുപോലെ തന്നെ ഫ്രീ സെൻട്രലും പെറൈറ്റലും അതാണ് മാറിപ്പോകാൻ ചാൻസ്. മാർജിനൽ നമുക്ക് മാറുകയല്ല, ആക്സൈലും മാറത്തില്ല, ബേസിലും മാറുകയല്ല. ഈ ഫ്രീ സെൻട്രലും പെറൈറ്റലും കൂടെ അങ്ങോട്ടും മാറിപ്പോകുന്നത് നോക്കണം കേട്ടോ. PM tomato alla. So tomato and lemon. Axile placentation, second option. Then question number 123. Which of the following statement is correct? The deficiency symptoms of highly mobile elements appear first in the young tissues alla, older tissues alla. The concentration of essential elements above which plant growth is retarded is termed as critical concentration. Above alla, below alla. Manganese promotes the calcium translocation shoot apex alla. Manganese toxicity calcium translocation കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. In the second phase of uptake, the ions are taken in slowly into the symplast of the cell. Active intake ആണ്, active transportation ആണ്. മെംബ്രെയിൻ കടന്നു വേണം മിനറൽ അയോൺസ് സെല്ലിനകത്തേക്ക് കയറാൻ. അപ്പോൾ ദാറ്റ് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ടെക്സ്റ്റിനകത്തുള്ള സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ് വേണ്ടത്. Question number 124. Which of the following statement is correct? Monocot roots are polyarch. Monocot root പോളിയാർക്ക് ആണ്. ഡൈക്കോട്ട് ആണ് ഡയാർക്ക് ടു ടെട്രാർക്ക് വരുന്നത്. അപ്പോൾ അത് ശരി. വെസൽസ് ആർ ജനറലി പ്രസന്റ് ഇൻ ജിംനോസ്പേംസ്, ജനറലി ആബ്സെന്റ് ആണ്. പെരിഡേം ഇൻക്ലൂഡ്സ് കോർക്ക് ആൻഡ് സെക്കൻഡറി ഫ്ലോയം അല്ല. കോർക്കും ഫെലോജനും സെക്കൻഡറി കോർട്ടെക്സും ആണ്, സെക്കൻഡറി ഫ്ലോയ അല്ല കേട്ടോ, സെക്കൻഡറി കോർട്ടെക്സ്. തെറ്റ്. ബാർക്ക് ഈസ് ആൻ അൺടെക്നിക്കൽ ടേം ആണ്, അങ്ങനെ തന്നെ ടെക്സ്റ്റിനകത്തുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ. Question number 125. During complete oxidation, ATP gained through substrate level phosphorylation from one molecule of pyruvic acid. Okay, substrate level phosphorylation ആണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഓക്സിഡേറ്റീവ് ലെവൽ phosphorylation. അപ്പോൾ സബ്സ്ട്രേറ്റിൽ നിന്ന് തന്നെ ഫോസ്ഫേറ്റ് ADPക്ക് കൂടുതൽ ATP ഉണ്ടാകുക. അപ്പോൾ ഒരു പൈറുവിക് ആസിഡിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പൈറുവിക് ആസിഡ് ഒരു അസറ്റൈൽ കോഎൻസൈമായി, ആ ഒരു അസറ്റൈൽ കോഎൻസൈമെ ഒരു ക്രെബ്സ് സൈക്കിളിലാണ് വരുന്നത്. ഒരു ക്രെബ്സ് സൈക്കിളിൽ സക്സിനൈൽ കോഎൻസൈമയിൽ നിന്ന് സക്സിനിക് ആസിഡ് ഉണ്ടാകുമ്പോൾ ഒരു GTP ഉണ്ടാകുന്നുണ്ട്. ദാറ്റ് ഈസ് ദ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. GTP ആണെങ്കിൽ നമ്മൾ ATP ആയിട്ട് കൺസിഡർ ചെയ്യുക, ബിക്കോസ് GTP ഉടനെ തന്നെ ATP ആവും. അപ്പോൾ അത് കാരണം 1 ATP. Question number 126. Apical hook formation in dicot seedling takes place with the help of. കാണാതെയൊക്കെ പഠിച്ചു വെച്ചാലേ പറ്റുള്ളൂ. എത്തിലീൻ ആണ് എപ്പിക്കൽ ഹുക്ക് ഫോർമേഷൻ ഡൈക്കോട്ട് സീഡ്ലിങ്ങിൽ ഉണ്ടാക്കുന്നത്. സോ സെക്കൻഡ് ഓപ്ഷൻ. ഓപ്ഷൻ നോക്കുന്നതിന് മുന്നേ ആൻസർ പറയണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ, അല്ലെങ്കിൽ ഓപ്ഷൻ കാണുമ്പോഴത്തേക്ക് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയി പോകും. ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ occurred during 1960s. അതൊക്കെ ടെക്സ്റ്റിനകത്ത് എഴുതിയിരിക്കുന്ന പോലെ തന്നെ നമുക്ക് നോക്കി വയ്ക്കാം. Then question number 128. Isolation of DNA having desirable gene is called. Desirable gene എന്താണ്? Desirable gene ബയോലിസ്റ്റിക്സ് ജീൻ ഗണ്ണാണ്. ലെപ്റ്റോഫോറസിസ് സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ആണ്. PCR ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ആണ്. സോ സ്പൂളിംഗ് തേർഡ് ഓപ്ഷൻ. ചിൽഡത്തനോളൊക്കെ കഴിച്ച് സ്പൂൾ ചെയ്തെടുക്കുന്ന കാര്യമില്ല. അതാ 129. Geitonogamy involves
Fertilization of a flower by the pollen from another flower of the same plant. That is the answer. അപ്പം പിന്നെ ബാക്കിയൊക്കെ നോക്കണ്ട. ബാക്കി ഞാനിങ്ങനെ വായിച്ച് നിങ്ങളുടെ സമയം കളയുന്നില്ല. ഇനിയൊക്കെയുള്ള എന്ന് പറയുന്നത് വിലപ്പെട്ട സമയമാണ്. ഏത് ചാപ്റ്ററാണോ ഇച്ചിരി ബാക്കിൽ നിൽക്കുന്നത്, പരീക്ഷ എഴുതി നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അല്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ചാപ്റ്ററാണ് നമ്മൾ വീക്ക് എന്നുള്ളത്. അപ്പോൾ അത് കാരണം ഇപ്പം സമയം മൊത്തം നമ്മൾ അങ്ങനെയുള്ള വീക്കായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാനാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ വായിച്ച് സമയം കളയുന്നില്ല. സോ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ആൻസർ. Question number 130. Match the column. Okay. High solute concentration ആണ് എങ്കിൽ, ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ് എങ്കിൽ ഓക്കെ, തീർച്ചയായിട്ടും അതിൽ വാട്ടർ പൊട്ടൻഷ്യലും കുറവായിരിക്കും, ഓസ്മോട്ടിക് പ്രഷർ കൂടുതലായിരിക്കും. ഒ പി മീനിങ് ഓസ്മോട്ടിക് പ്രഷർ. സോ ഹൈ ഒ പി ആൻഡ് ലോ വാട്ടർ പൊട്ടൻഷ്യൽ. ഓക്കെ, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ ആണ് എങ്കിൽ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കുമല്ലോ, അപ്പോൾ ലോ ഒ പി ആയിരിക്കും അല്ലേ. ലോ ഒ പി ആൻഡ് ഹൈ വാട്ടർ പൊട്ടൻഷ്യൽ. പ്യുവർ വാട്ടർ ആണെങ്കിൽ ഒ പിയും വാട്ടർ പൊട്ടൻഷ്യലും 0 ആണ്. അപ്പോൾ 231 third option. Question number 131. Okay, 131. Guttation, loss of water in form of vapor. The transpiration ആണ്. Loss of water droplets due to pressure. That is the answer. Loss of water from injured part. Exudation ആണ്. Loss of water with excretory material in form of vapor. അങ്ങനെയില്ലല്ലോ. അപ്പോൾ അത് കാരണം second option is the answer. Which of the following is an example of mutualism? An orchid growing as an epiphyte on a mango branch, commensalis ആണ്. Interaction between sea anemone and clownfish. അതും commensalis ആണ്. The cattle egret and grazing cattle. ഒരാൾക്ക് മാത്രമല്ലേ ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ, അപ്പോൾ അതും commensalis ആണ്. Association of fungus and photosynthesizing algae, that is lichens, purely symbiosis ആണ്, mutualism ആണ്. So fourth option. Then question number 133. Which one of the following is the significance of mitosis? Restricted to haploid cells അല്ല. mitosis ഏത് പ്ലോയിഡിയുള്ള സെല്ലിന് വേണോ നടക്കാം, as it is the equational division. Which one of the following is the significance? Okay, cell repair തീർച്ചയായിട്ടും ശരിയാണ്. Increasing the genetic variability അത് meiosis ആണ്. Recombination of chromosomes meiosis ആണ്. So answer second option, cell repair. Then question number 134. According to Robert Constanza, 50% of the total cost for ecosystem services goes to 50%. അത് കൊടുക്കേണ്ട കാശിന്റെ പകുതി നമ്മൾ സോയിൽ ഫോർമേഷനാണ് കൊടുക്കണം. കാരണം സോയിൽ ഉണ്ടെങ്കിലേ വെജിറ്റേഷൻ ഉള്ളൂ, ബാക്കി കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ ഇത് നമ്മൾ ഫംഗ്ഷൻ പറയുന്നതിനേക്കാളും സർവീസ് പറയുന്നതിനേക്കാളും സോയിൽ മറ്റൊക്കെ 10%, less than 6% അങ്ങനെയൊക്കെ അല്ലേ വരുന്നത്. ഓക്കെ. Then question number 135. Chemiosmotic theory of ATP synthesis in mitochondria and chloroplast is based on proton gradient, accumulation of sodium ion illa, accumulation of potassium ion illa, membrane potential illa, proton gradient ആണ് answer. അതിലെ proton pump ഒക്കെ ഉള്ളത്. Then question number 136. Okay, section B ആണ്. Respiratory quotient is more than 1. More than 1 ആണെങ്കിൽ ഓർഗാനിക് ആസിഡ് ആയിരിക്കും അല്ലേ. ഫാറ്റ് ലെസ് ദാൻ 1 ആണ്, ഫ്രക്ടോസ് 1 ആണ്, ഗ്ലൂക്കോസ് 1 ആണ്, ഓർഗാനിക് ആസിഡ്. പ്ലാന്റ്സിലൊക്കെ ഓർഗാനിക് ആസിഡ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. Then question number 137. Which is not common in both facilitated transport and active transport? Not common എന്നാണ്. ഓക്കെ, അപ്ഹിൽ ട്രാൻസ്പോർട്ട് ആക്റ്റീവിനെ ഉള്ളൂ. ലോവർ കോൺസെൻട്രേഷൻ ഹയർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നതിനെയാണ് അപ്ഹിൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഫെസിലിറ്റേറ്റഡ് ഡൗൺ ഹില്ലാണ്. അപ്പം അതാണ് ആൻസർ. ഹൈലി സെലക്റ്റീവ് മെംബ്രെയിൻ പ്രോട്ടീൻസ് ഉള്ളതുകൊണ്ട് കാരിയർ പ്രോട്ടീൻസ് ഉള്ളതുകൊണ്ട് രണ്ടും ഹൈലി സെലക്റ്റീവ് ആണ്. ട്രാൻസ്പോർട്ട് സാച്ചുറേഷനിലെത്തും. റിക്വയർമെന്റ് ഓഫ് സ്പെഷ്യൽ മെംബ്രെയിൻ പ്രോട്ടീൻ. ഓക്കെ, സോ അപ്ഹിൽ മൂവ്മെന്റ് ഇസ് ആൻസർ 1. Then question number 138. Which element is used for the uptake and utilization of calcium? പൊട്ടാഷ്യം, ബോറോൺ, മെഗ്നീഷ്യം, സിങ്ക്. ഓരോ ഇലമെന്റിന്റെയും ഫംഗ്ഷൻ കാണാതെ പഠിച്ചാലേ പറ്റുള്ളൂ. ബോറോൺ ആണ് ആൻസർ, സെക്കൻഡ് ഓപ്ഷൻ. Then question number 139. Select the correct matching of the characteristics in respect to C3 and C4 plants ആണ്. ഓക്കെ, പ്രൈമറി കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റേഴ്സ്. C3 RUBP ആണ്, C4 പെപ്പാണ്. ശരി, എ ശരിയാണ്. ഒക്കറൻസ് ഓഫ് റുബിസ്കോ C3 ബണ്ടിൽ ഷീറ്റിൽ ഇല്ലേ ഇല്ല. C4 മീസോഫിൽ ആണ്. ശരിയാണ്. അപ്പൊ C4 ഇല്ല, തെറ്റല്ലേ. ഒക്കറൻസ് ഓഫ് റുബിസ്കോ C4 ബണ്ടിൽ ഷീറ്റിലാണ്, അപ്പൊ തെറ്റ്. അടുത്ത പ്രൈമറി കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ പ്രോഡക്റ്റ്
C3 PGA, C4 oxaloacetic acid ശരിയാണ്. അപ്പോൾ സി ശരിയായി. ഫോട്ടോ റെസ്പിറേഷൻ C3 ഉണ്ട്, C4 ആബ്സെന്റ്. അപ്പോൾ ഡിയും ശരി. അപ്പോൾ ഇതിൽ ബി മാത്രമാണ് തെറ്റ്. അപ്പോൾ ACB ആണ് ആൻസർ. തേർഡ് ഓപ്ഷൻ. ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടാണ് അത് തെറ്റുന്നത്. Question number 140. Which of the following statements about ecological successions is incorrect? Seer represent the entire sequence of communities that successively change in a given area. ടെക്സ്റ്റിനകത്ത് അതേ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ശരിയാണ്. ഇൻ ഹൈഡ്രാക്കോ സസഷൻ ഫോർത്ത് സിറൽ സ്റ്റേജ് ഇസ് മാർഷ്മെഡോ സ്റ്റേജ്. ഫോർത്ത് സിറൽ സ്റ്റേജ് ആണ്. അപ്പൊ NCERT എടുക്കുക, നോക്കുക. ABCD എന്ന് പറഞ്ഞവരിങ്ങനെ താഴെ ഇപ്പുറത്തെ സൈഡിലുമായിട്ട് പടം വരച്ച് കൊടുത്തിട്ടുണ്ട്. ഫോർത്ത് സ്റ്റേജ് മാർഷ്മെഡോ സ്റ്റേജ് അല്ല. പിന്നെ ഏതാന്ന് ഇപ്പൊ തന്നെ നോക്കോ കേട്ടോ. സെക്കൻഡ് ആണ് അപ്പൊ തെറ്റ്, മാർഷ്മെഡോ അല്ല. ഓക്കെ. ഇൻ സക്സസീവ് സിറൽ കമ്മ്യൂണിറ്റീസ് ദർ ഇസ് ഇൻക്രീസ് ഇൻ ദ ടോട്ടൽ ബയോമാസ്. ശരി. സക്സഷൻ സ്റ്റാർട്ട് ഇൻ ആൻ ഏരിയ ദാറ്റ് സംഹൗ ലോസ്റ്റ് ഓൾ ദ ലിവിംഗ് ഓർഗാനിസംസ് ദാറ്റ് എക്സിസ്റ്റഡ്. ദർ ഈസ് നോൺ ആസ് സെക്കൻഡറി സക്സഷൻ. ശരിയാണ്. Then question number 141. Select the wrong statement. Human insulin is being commercially produced from a transgenic species of Escherichia coli. ശരിയാണ്. The genetically modified Bacillus thuringiensis is used as biopesticide on the commercial scale. The genetically modified Bacillus thuringiensis is used as biopesticide on the commercial scale. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. എന്നാലും നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഹ്യൂമൻ പ്രോട്ടീൻ α1 ആന്റിട്രിപ്സിൻ ഇസ് യൂസ് ടു ട്രീറ്റ് എംഫിസിമ. അത് ശരിയാണ്. BT ടോക്സിൻ ജീൻസ് ക്രൈവൺ AC കൺട്രോൾ ദ കോൺബോറർ അല്ല, ബോൾവേം ആണ്. ക്രൈവൺ AC അല്ല, ക്രൈവൺ AB ആണ് കോൺബോററിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. BT ടോക്സിൻ. ജെനറ്റിക്കലി മോഡിഫൈഡ് ബാസിലസ് തുരിഞ്ചിയൻസിസ് ഇസ് യൂസ്ഡ് ആസ് ബയോപെസ്റ്റിസൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് ചെയ്യുന്നുണ്ട്. നമ്മൾ BT കോട്ടൺ ഉണ്ടാക്കി, BT ക്രോപ്പ് പ്ലാന്റ്സ് ഉണ്ടാക്കി, അങ്ങനെ പ്ലാന്റ്സിനെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാസിലസ് തുരിഞ്ചിയൻസിനെയും നമ്മൾ നേരിട്ട് ബാസിലസ് തുരിഞ്ചിയൻസിസ് ബാക്ടീരിയകളെ സ്പോറുകളാക്കി, അത് നമ്മൾ മൈക്രോബിലൊക്കെ പഠിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ പിന്നെ മോഡിഫൈ ചെയ്യിച്ചിട്ട് നമ്മൾ ബയോപെസ്റ്റിസൈഡുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ചെറിയൊരു ഡൗട്ട് വരും. കാരണം നമ്മൾ വിചാരിക്കും ഓക്കെ ബാസിലസ് തുരിഞ്ചിയൻസിന്റെ ക്രൈജീൻ എടുത്ത് പ്ലാന്റ്സിനല്ലേ വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, അത് ശരി. അത് നമ്മൾ BT ക്രോപ്പ് പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത്. അല്ലാതെ തന്നെ നമ്മൾ ബാസിലസ് തുരിഞ്ചിയൻസിനെ ബയോപെസ്റ്റിസൈഡായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് ജെനറ്റിക്കലി മോഡിഫൈ ചെയ്തോ അല്ലാതെയോ ഒക്കെ നമുക്ക് ബയോപെസ്റ്റിസൈഡായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് മൈക്രോബിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഫുൾ ടോപ്പിക് ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ട് എടുക്കാമെന്ന് മാത്രമല്ല, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്യുവർലി തെറ്റാണെന്ന് അറിയാവുന്നതുകൊണ്ട് നമുക്ക് രണ്ടാമത്തേന് കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. സോ ഫോർത്ത് ഓപ്ഷൻ ഇസ് ദ ആൻസർ. ഓക്കെ. Then question number 142. Which of the following is an unicellular fungus? Saccharomyces. Yeast, Agaricus penicillium, Eucharya, multicellular ആണ്. So first option. Then question number 143. Haplodiplontic life cycle is found in. Haplodiplontic life cycle. Mango cycus, mango gymnoium angioium, the diplontic life cycle ആണ്. Pinus and sunflower അല്ല. Kelps and polysyphonia. ബ്രൗൺ ആൽഗ, റെഡ് ആൽഗയാണ്. ഇവർ രണ്ടുപേരും എക്സെപ്ഷൻ ആണ്. പൊതുവെ ആൽഗകൾ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ് കാണിക്കുന്നത്. കുറച്ച് ഫ്യൂക്കസ് ഒക്കെ ഡിപ്ലോണ്ടിക് ആണ് കാണിക്കുന്നത്. പക്ഷേ കെൽപ്സും പോളിസൈഫോണിയയും ഹാപ്ലോഡിപ്ലോണ്ടിക് ആണ്. ഫ്യൂണേറിയ, ഫ്യൂക്കസ്, ഫ്യൂണേറിയ ഹാപ്ലോഡിപ്ലോണ്ടിക് ആണ്, പക്ഷേ ഫ്യൂക്കസ് ഡിപ്ലോണ്ടിക് ആണ്. അപ്പോൾ തേർഡ് ഓപ്ഷൻ ആണ് ആൻസർ. Then question number 144. Ribosomes are composed of DNA, RNA, DNA protein, RNA and proteins. rRNA and proteins ആണ്. RNA and ഫോസ്ഫോലിപ്പിഡുകളല്ല. തേർഡ് ഓപ്ഷൻ. Then question number 145. In dash, the body of the parent breaks into distinct pieces, each of which can produce an offspring. Okay. Yes. Budding, sporulation, fragmentation, gemule formation. ചെറിയ ചെറിയ പീസുകളായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് NCERT തന്നെ ഉണ്ട്. സോ ഫ്രാഗ്മെന്റേഷൻ ഈസ് ദ ആൻസർ. തേർഡ് ഓപ്ഷൻ. Question number 146. In a typical eukaryotic cell cycle, gap 1 synthesis and gap 2 are the three phases included in a typical eukaryotic cell cycle. Cell cycle G1 phase, S phase, G2 phase. ഈ 3 ഫേസസ് ഏതിലാണ് വരുന്നത്? ഇന്റർഫേസിലാണ് അല്ലേ? ഫോർത്ത് ഓപ്ഷൻ ഇന്റർഫേസ്. 147. Question number 147.
കറക്റ്റ് മാച്ചിങ് പെയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൽഗെ മൾട്ടിസെല്ലുലാർ ജാക്കറ്റഡ് സെക്സ് ഓർഗൻ ഇല്ല, എക്സെപ്ഷൻ ആയിട്ട് ഉള്ളതിന് നമ്മൾ എടുക്കുകയും വേണ്ട. ഇങ്ങനെയുള്ളതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക. ബ്രയോഫൈറ്റൽ യൂണിസെല്ലുലാർ അല്ല, മൾട്ടിസെല്ലുലാർ ജാക്കറ്റഡ് സെക്സ് ഓർഗൻസ് ആണ്. ടെറിഡോഫൈറ്റ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ആർ നോൺ മോട്ടൈൽ അല്ല, ആന്ത്രോസോയിഡ്സ് ആണ്, മോട്ടൈൽ ആണ്. പൈനസ് പ്രസൻസ് ഓഫ് ആർച്ചിഗോണിയം ഇൻസൈഡ് ദ ഒവ്യൂൾ. കറക്റ്റ് മാച്ച് അല്ലേ? അതാണ് ആൻസർ. പൈനസ് ജിംനോസ്പേം ആണ്, ഒവ്യൂളിനകത്ത് ആർച്ചിഗോണിയം ഉണ്ടാവുന്നുണ്ട്. സോ ഫോർത്ത് ഓപ്ഷൻ. ഒവ്യൂളിൽ മെഗാസ്പോർ ഉണ്ടായി, അത് ഫീമെയിൽ ഗെമിറ്റോഫൈറ്റ് ആയിട്ട് ഫീമെയിൽ ഗെമിറ്റോഫൈറ്റിൽ ആർച്ചിഗോണിയം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഫോർത്ത് ഓപ്ഷൻ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 148. ഫൈൻഡ് ഔട്ട് ദ മിസ്മാച്ച് അമംഗ് ദ ഫോളോയിങ്. ക്ലാവിസെപ്സ് മൈസീലിയം ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ്, ശരിയാണ്, അതായത് ആസ്കോമൈസീറ്റ്സ് ആണ്. ഓൾട്ടർനേറിയ മൈസീലിയം എസെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ച്ഡ്, അത് തെറ്റാണ്. അതായത് ഓൾട്ടർനേറിയ എന്ന് പറയുന്നത് ഡിറ്ററോമൈസീറ്റ്സ് ആണ്, അപ്പോൾ സെപ്റ്റേറ്റ് ആണ്. അസ്റ്റിലാഗോ മൈസീലിയം ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ്, മറ്റേ ബെസിഡിയോമൈസീറ്റ് ആണ് ശരി. മ്യൂക്കർ മൈസീലിയം ഈസ് എസെപ്റ്റേറ്റ് ആൻഡ് സിനോസിരിക് ശരിയാണ്, ഫൈക്കോമൈസീറ്റ് ആണ്. സോ ആൻസർ 2 ആണ് കേട്ടോ, ആൻസർ 2. കാര്യം ഇത് ഡിറ്ററോമൈസീറ്റ് സെപ്റ്റേറ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 149. ഓക്കെ, refer the following statements. Promotes flowering in pineapple. Okay, used to prepare wheat free loan. അപ്പോൾ തന്നെ നമുക്ക് പിടി കിട്ടി ഏതാണ്? Promotes advantageous root formation in stem cuttings. The above functions are carried out by auxin. അല്ലേ? Auxin, fourth option, auxin. Then 150, question number 150. Which of the following cellular part is correctly described? Golgi apparatus, site of formation of glycolipids and glycoproteins. ശരിയാണ്. Contractile vacuole, importance for excretion in marine algae അല്ല, ഫ്രഷ് വാട്ടർ ഫോംസിലാണ് contractile vacuoleകൾ ഉള്ളത്. Lysosome, vesicular structures formed from peroxisome അല്ല, Golgi bodies ആണ്. Ribosome, those in chloroplast are larger അല്ല, 70 years ആണ്, while those in cytoplasm 80 years ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അപ്പോൾ 1 ആണ് ആൻസർ. അതല്ല ശരിയായിട്ടുള്ളൂ, ബാക്കിയെല്ലാം തെറ്റാണ്. ഓപ്ഷൻ 1 ഈസ് ദ ആൻസർ.